ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനലായ ജോയ് ഫോർ യു സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക. എറണാകുളം വെൽനസ് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മിക്കവാറും നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് പരിചിത മുഖമാണ് അദ്ദേഹം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തപ്പോൾ വരാമെന്ന് സംബന്ധിച്ച് സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഹരികുമാർ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി സെന്റ് മേരീസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഇത് ശരിക്കും പ്രയോജനപ്പെടുത്തുക. വെറുതെ തമാശയായിട്ട് മാത്രമല്ല, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഹുമാന്യ സ്കൂൾ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഭക്ഷണം കഴിച്ചു. ഉച്ചകഴിഞ്ഞുള്ളൊരു സെഷൻ ആകുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളോട് സംവദിക്കാൻ. കാരണം ഇതിനെത്രമാത്രം ബോർഡിപ്പിച്ചാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ചിലരോട് സ്നേഹം കൂടി ഇങ്ങനെ പറയാൻ തുടങ്ങും, സാർ ഇങ്ങോട്ട് വരും, നമുക്ക് ഇവിടെ ഇരിക്കാന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കാണ് ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്നവരെ കാണുമ്പോൾ എന്നോട് തന്നെ ബഹുമാനം കൂടും. കാരണം ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നപ്പോഴാ സന്തോഷം സമാധാനം കിട്ടുമ്പോൾ. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ കിട്ടുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അപ്പോൾ ഉറങ്ങാൻ പറ്റിയ ധൈര്യത്തോടെ ഉറങ്ങിക്കോളും. പക്ഷേ ഒരിക്കലും ഉറക്കം നടിക്കരുത് കേട്ടോ. ഈ ഉറക്കം നടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് അച്ഛൻ പറയുന്നൊരു കഥയാണ്. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പക്ഷെ പറയാനൊരു മൂഡ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നിങ്ങളുടെ മുഖം കണ്ടിട്ട് കഥ കേൾക്കാനുള്ള മൂടുള്ളതെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. കഥ കേൾക്കാൻ മൂടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കഥ പറയാൻ പറയുമ്പോൾ മറ്റൊന്നും വേണ്ട, ഒന്ന് നിവർന്നിരിക്കണം. ശിരസിന് മുകളിലേക്ക് താഴേക്ക് ആക്കും. എന്നിട്ട് ശിരസ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശബ്ദം കേൾപ്പിക്കണം. ഒരുമിച്ച് ഇങ്ങനെയാണ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുമിച്ച് ശബ്ദം കേൾപ്പിക്കണം. അല്ല, ഒരുമിച്ച് അതിന് കഥ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ വിലയില്ല. അതെങ്ങനെ അറിയുമോ? ശിരസ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ശബ്ദം കേൾപ്പിക്കണം. അതെങ്ങനെയാണ് മോനെ? അത്രയും വേണ്ട കേട്ടോ, വേറെ വികാരം. ഞാൻ നിങ്ങൾ ചോദിച്ചൊരു സൈക്കോളജിക്കൽ മോഡാണ്, നിങ്ങൾ സെക്സോളജിക്കൽ ആക്കരുത്. കാരണം മൂന്നാം പറഞ്ഞപ്പോൾ അവരുടെ മുമ്പ് നിങ്ങൾ കേട്ടായിരുന്നു പുറത്ത് വായിക്കുന്നതിന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, കഥ എങ്ങനെയായിരുന്നു? കാട്ടിലെ രാജാവ് സിംഹത്തിനോടാണ് കാട്ടിലെ രാജാവായിരുന്നത്. ഇലക്ഷനിൽ കാണാം. പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും ശക്തി കൂടി കുറയ്ക്കാനാണ് കാട്ടില് ശക്തി കൂടി മൃഗം ആനയാണ്. ഏറ്റവും ബുദ്ധിയുള്ള മൃഗം കുറുക്കനാണ്. ഏറ്റവും വേഗത്തിലോടുന്ന മൃഗം സീറ്റ എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ ഏറ്റവും വേഗത്തിലോടുന്ന മാനാണ്. മാൻ ഓടുന്നത് 90 കിലോമീറ്റർ വേഗതയിൽ, സീറ്റ 60 കിലോമീറ്റർ ആണ്. എന്നിട്ടും അനായാസം ചീറ്റ മാനിനെ പിടിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് തോന്നി ചീറ്റയ്ക്ക് വേഗതയുണ്ട്. പിടിക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ? മാന് വേഗത ഉണ്ടെങ്കിൽ ഓടുന്നതിൻ്റെ ഇടകിടക്കും തിരിഞ്ഞു നോക്കും മറ്റെല്ലാം വരുന്നുണ്ടോ. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കഴിവെത്ര ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വിജയിക്കാനാകുമെന്ന് മാൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ വേഗത മാനാണ്, ശക്തി ആനയ്ക്കാണ്, ബുദ്ധി കുറയ്ക്കാനായിട്ട് എന്തുകൊണ്ട് സിംഹത്തെ രാജാവാക്കി? സിംഹത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമുക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. എന്താണ്? അല്ല, സ്ഥിരോത്സാഹം. നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണം എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ
സിംഹത്തിനൊരു മോട്ടിവേഷൻ ആവശ്യമില്ല, സ്വയം സിംഹം മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സിംഹത്തെ രാജാവാക്കി, രാജാവായി സിംഹം എല്ലാ മൃഗങ്ങളും വിളിച്ചു വരുത്തി പറയുന്നു, നാളെ എല്ലാവരും എന്റെ മുൻപിൽ വരണം. പക്ഷെ മുൻപിൽ വരുന്ന സമയത്ത് നല്ലൊരു കഥ പഠിച്ചിട്ട് വരാവുള്ളൂ, കഥയിൽ നല്ല തമാശ ഉണ്ടാവും. തമാശയുടെ കഥ കേൾക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ചിരിക്കും. പക്ഷെ ആരെങ്കിലും ഒരാൾ സദസ്സിൽ നിന്ന് ചിരിച്ചില്ലെങ്കിൽ കഥ പറയുന്നതാണ് കഥയും കഴിയും. അപ്പൊ എല്ലാവർക്കും ടെൻഷനായി. കാരണം രാജാവ് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കഥയിൽ ഇങ്ങനെ ഒരു ടാസ്ക് കിടക്കുന്ന തമാശയുള്ള കഥയായിരുന്നു. എല്ലാവരും ചിരിച്ചു, സിംഹരാജൻ ചിരിച്ചു, കഥ അവസാനിച്ചു. പക്ഷേ സദസ്സിലിരുന്ന ഒരാൾ മാത്രം ചിരിച്ചില്ല, സദസ്സിലിരുന്ന ആമ ചിരിച്ചില്ല. അപ്പൊ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ ഇത് പറ്റും, രാജാവ് വാക്ക് പാലിച്ചു, കുറുക്കന്റെ തലവഴി താഴെയിട്ടു. ഇത് കണ്ട പിന്നെ കഥ പറയാൻ ആരെങ്കിലും വരുമോ? അപ്പൊ സിംഹം പറയുന്നു, കടുവ വരട്ടെ. ധൈര്യശാലി കടുവയായിരുന്നു, പക്ഷെ കുറുക്കന്റെ അവസ്ഥ കണ്ടപ്പോൾ കടുവയോടുള്ള ധൈര്യം ചോർന്നു പോയി. കടുവ വന്ന് പാറപ്പുറത്തിരുന്ന് സിംഹത്തെ പോലും നോക്കിയില്ല, സദസ്സിരുന്ന് ആമയെ നോക്കി ധൈര്യമായിട്ടൊന്ന് തൊഴുതു. ഒന്ന് ചിരിക്കടാ, നിന്റെ മൗനമാണ് അവന്റെ ഇടപാട് വരുന്നത്. കടുവ കഥ പറയാൻ തുടങ്ങി. തമാശയുള്ള കഥയായിരുന്നു. എല്ലാവരും ചിരിച്ചു, സിംഹരാജൻ ചിരിച്ചു, കഥ അവസാനിച്ചു. പക്ഷേ ആമ ചിരിച്ചില്ല. കടുവയുടെ കഥ കഴിഞ്ഞു. പിന്നെ ആരും തയ്യാറല്ല. അപ്പൊ സിംഹം പറയുന്നു, മാൻ വരട്ടെ. മാൻ എന്ന് പറഞ്ഞാൽ തന്നെ പരിചയം നമുക്കറിയാം, ധൈര്യമാണ്. ഭയപ്പെട്ട മാൻ വന്ന് ധൈര്യമായിട്ട് ആമയെ നോക്കിയിട്ട് കഥ എവിടെ തുടങ്ങി. പക്ഷെ ഒരു വരി കഥ പറഞ്ഞപ്പോൾ ചിരിക്കാൻ തുടങ്ങുന്ന ആമ ചിരിയോട് ചിരി നിർത്താതെ ചിരിക്കുന്ന കണ്ടപ്പോൾ സിംഹം ചിരിച്ചു. ഇത്രയും നേരം ചിരിക്കാതെ ഇപ്പം ചിരിക്കുന്ന കഥ തുടങ്ങിയല്ലോ, തമാശ ഉണ്ടെന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. അപ്പൊ ചിരി നിർത്താതെ ആമ പറയാണ്, ഞാൻ കുറുക്കം പറഞ്ഞ കഥയുടെ തമാശ ഓർത്ത് ചിരിക്കുവാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഉറക്കം നടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആമയുടെ ചിരി പോലെ തോന്നുന്നു. എൻ്റെ അച്ഛൻ ഹിന്ദി പഠിപ്പിക്കുന്ന അച്ഛൻ എപ്പോഴും പറയും, ആജ് കാ കാം ആപ് കരോ, കൽ കാ കാം ആജ് കരോ. ഇന്നത്തെ ജോലി ഇപ്പോൾ ചെയ്യണം, നാളത്തെ ജോലി എപ്പോൾ ചെയ്യണം? അയ്യോ, ഇന്നത്തെ ജോലി ഇപ്പോൾ ചെയ്യണം, നാളത്തെ ജോലി നാളെയോ മറ്റന്നാൾ മതിയായിരുന്നു. നാളെ ചെയ്യാൻ പറ്റും നമുക്ക്. നാളെ ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. യാഥാർത്ഥ്യത്തിന് ഒരു ബന്ധമില്ല. ഞാൻ നിങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മരിക്കില്ല എന്നുള്ള വിശ്വാസം. അപ്പോൾ യാഥാർത്ഥ്യത്തിലാണ് വിശ്വാസത്തോടെ ജീവിക്കുന്നത്, വിശ്വാസത്തിനാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അകത്തായിട്ടിരിക്കുന്ന കാര്യത്തിനൊക്കെ എന്തായാലും ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങിക്കോളും. പക്ഷെ ഉറക്കം നടിക്കരുത്. സുഖമാണ് എല്ലാവർക്കും? സുഖമാണ്. ആണോ? യഥാർത്ഥ സുഖിരിക്കുന്നവരെ നിങ്ങൾക്കറിയോ? യഥാർത്ഥ സുഖമിരിക്കുന്ന സ്ഥലം അറിയില്ല. മോനെ, അവിടെ ഒന്നുമല്ല, നീ തെറ്റിദ്ധരിപ്പിക്കണം. അങ്ങനെ പ്രായത്തിനാണ് നിങ്ങൾക്ക് പലതും തോന്നും. ശരിക്കുള്ള സുഖിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയില്ല. അറിയണം, അറിയണം വേണ്ടേ? നിങ്ങൾ നെടുമുട്ട മലത്തോട്ട് നോക്കൂ. ഈ കൊറോണയ്ക്ക് മുമ്പ് കടം മേടിച്ച് പറ്റിച്ചു പോയ ആളെ നോക്കിയ പോലെ നോക്കരുത്. സന്തോഷത്തോടെ നോക്കിയിട്ട് അഭിമാനത്തോടെ ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ ചോദിക്കും, സുഖമാണെന്ന് കേട്ടോ. അത് ചോദിച്ചപ്പോൾ മാത്രമാണ് ഇതുവരെ സദസ്സിലുണ്ടാവുന്ന സംഗതി ഉണ്ടായത്. എന്തുണ്ടായി? ഒരു സന്തോഷ സുഖം. അപ്പൊ ശരിക്കും സുഖം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? വേറൊരാളുടെ സുഖം ദുഃഖവും അന്വേഷിക്കണം. പക്ഷെ നമുക്ക് സുഖം ഉണ്ടാകുന്ന വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതാണ്. ആണോ? നിങ്ങൾ അതിനൊരു പ്രശ്നം നമ്മൾ സന്തോഷിക്കുന്ന ആൾക്കാരാണോ? ആണോ? ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ? ആണോ? അതിനൊരു പ്രശ്നം ഉണ്ടായി സന്തോഷിക്കുന്നവരാണ് നിങ്ങൾ? ഞങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും. ഇല്ലെങ്കിൽ അവിടെ കറണ്ട് ഇല്ലെങ്കിൽ ആശ്വാസം. ഇതൊക്കെ നമ്മൾ ചെയ്യില്ലേ? ഈ വേറൊരാളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളിയാണെങ്കിൽ ഒരു പ്രത്യേകത കേട്ടോ, നമ്മുടെയൊക്കെ മനസ്സിൽ നന്മയിട്ടാണ്. മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ശരീരമാണ്, മനസ്സാണ്. പക്ഷെ നമ്മളെപ്പോഴും വൃത്തിയാക്കുന്ന ശരീരത്തെയാണോ മനസ്സിനെയാണോ? വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണ്? മനസ്സിനെയാണ്. നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് അറിയാൻ വേണ്ടി എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഒന്ന്, ഞാൻ എൻ്റെ പ്രൊഫഷണൽ സൈക്കോളജി ആണെന്ന് പറഞ്ഞു. സൈക്കോളജി പഠിച്ചത് പ്രത്യേകത, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ കാലിൽ നഖം കണ്ടു കഴിഞ്ഞാൽ മൊത്തം സ്വഭാവം പിടികിട്ടും. അപ്പോ അത് മോളെ, എൻ്റെ പൊന്നു മോളെ, കാലൊന്നും കൊണ്ടുപോകണം, ഞാൻ ആ വഴിക്ക് വരുന്നില്ല, പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്ത മേഖല എന്ന് വെച്ചാൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. കേട്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ സാധിക്കും. അപ്പൊ ഞാൻ ചെറിയൊരു ഹിപ്നോട്ടിസം ചെയ്തിട്ട് ക്ലാസ് തുടങ്ങാമെന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. കുഴപ്പമുണ്ടോ? നിങ്ങൾ സഹകരിച്ചിട്ട് മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കുള്ളൂ. ഹിപ്നോട്ടിസം അങ്ങനെയാണ്, നിങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയൊരു ഹിപ്നോട്ടിസം നിങ്ങളുടെ മനസ്സ് ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നിവർന്നിരിക്കും. ചെറിയൊരു ഹിപ്നോട്ടിസം ചെയ്യാൻ നിങ്ങൾ സഹകരിക്കുക.
കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കും. രസകരമായ കാര്യം, നിങ്ങൾ കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കൈ ഒന്ന് മുമ്പോട്ട് നീട്ടി പിടിക്കും. കൈ മുമ്പോട്ട് നീട്ടി പിടിക്കും, വിരട്ടി പിടിക്കും. ഇവിടെ മുമ്പിലിരിക്കുന്നവരെ പെടലിട്ട് കുത്താതെ ഞാൻ പറഞ്ഞത്, കിട്ടിയ അവസരം മുതലാക്കാൻ കേട്ടോ. കൈ മുമ്പോട്ട് നീട്ടി പിടിച്ചാൽ ശ്രദ്ധിക്കൂ. കൈ ഇങ്ങനെ മടക്കും, മുഖത്തിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. കൈയിലേക്ക് നോക്കൂ, നല്ല ബലത്തിൽ പിടിക്കും, സ്ട്രോങ് ആയിട്ട് പിടിക്കൂ. കയ്യിലേക്ക് നോക്കൂ, കയ്യിലേക്ക് നോക്കൂ, സ്ട്രോങ് ആയിട്ട് പിടിക്കൂ. ശ്രദ്ധിക്കൂ, ഇനി സംസാരിക്കരുത്. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുക. കയ്യിലേക്ക് നോക്കുക. ചൂണ്ടുവിരൽ മാത്രം ഒന്ന് നിവർത്തി അകത്തി പിടിക്കൂ. ചൂണ്ടുവിരൽ മാത്രം നിവർത്തി അകത്തി പിടിച്ചു ബലമായിട്ട് പിടിക്കുക. ഇനി ഇതാ ശ്രദ്ധിക്കൂ, ആ ബെല്ലുകളുടെ ഇടയിലേക്ക് നോക്കൂ. ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ബെല്ലുകളുടെ ഇടയിലേക്ക് 2 മാഗ്നറ്റ് ഞാൻ വെക്കാൻ പോവുകയാണ്. ആ മാഗ്നറ്റ് നല്ല പവറുള്ള മാഗ്നറ്റ് ആണ്. അതിന്റെ ശക്തി കൊണ്ട് ബെല്ലുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നത് കാണാൻ പറ്റും. അതിങ്ങനെ ബെല്ലുകൾ ചേർന്ന് വരും. അതിങ്ങനെ കൂട്ടിമുട്ടും, മുട്ടി 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 മുട്ടി. യെസ്, റിലാക്സ്. കൈവിരലുകൾ കൂട്ടിമുട്ടിയ ആൾക്കാരൊക്കെ ഒന്ന് കൈകൊണ്ടു. എത്ര പേരുടെ കൂട്ടിമുട്ടി? വിരലുകൾ കൂട്ടിമുട്ടി. 1 2 3 4 5 6 7 8 9 10 12. മുട്ടാത്ത ആൾക്കാരൊന്ന് കൈകൊണ്ടു. ആ കൈ താത്തിക്കോളൂ. മനസ്സിൽ നന്മയുള്ള മുഴുവൻ പേരുടെയും വിരലുകൾ കൂട്ടിമുട്ടി കുരിഷ്ട മുന്നേറ്റങ്ങൾ ഒരുത്തന്റെ മുട്ടി. ഏടോ, ഇത് ഹിപ്നോട്ടിസം ഒന്നുമല്ല. ഞാൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് റീഡ് ചെയ്യുന്നതാണ്. ഈ കൈവിരലുകൾ മുട്ടാത്ത ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഹിപ്നോട്ടിസം ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? ഇവന്റെ ഹിപ്നോട്ടിസം ഒന്ന് കാണണമല്ലോ. ഈ വിരലുകൾ ചേർത്ത് പിടിച്ച്, വിരലകത്തി പിടിച്ച്, കൈ നിവർത്തി പിടിക്കൂ. വിരല് മുട്ടൂന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിരല് പിടിച്ചതുപോലെ എങ്ങനെയെന്നറിയോ? എപ്പോഴാണോ ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്ന് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിലെ സകല വൃത്തികൾ പുറത്തു വരും. അത് നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ചില കുട്ടികളോട് സംസാരിച്ച് ടീച്ചർമാർ പറയില്ലേ, നല്ല തറവാടിത്തോളം വീട്ടിലെ കുട്ടികളാണെന്ന് പറയും. ചിലരോട് സംസാരിച്ച് 5 മിനിറ്റിനകം പറയും തറവാടിത്തത്തിന്റെ വാടിത്തം മാറിപ്പോയിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ശബ്ദം ഒരു സംസ്കാരമാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നന്മകൾ അറിയാൻ പറ്റും. ഇനി ഇതൊന്നും വേണ്ട, മനസ്സിന്റെ കണ്ണാടി എവിടെയാന്ന് പറയാ? ഫേസാണ്. അപ്പൊ നല്ല മനസ്സാണെങ്കിൽ ഫേസിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും. ഇത് ചില കുട്ടികളുടെ നോട്ടം കണ്ടത് എനിക്ക് പോയിരുന്നില്ല. ചിലർക്ക് നോക്കുന്ന പോലും ഇങ്ങനെയാണ്. എടോ, ഫേസ് സീരീസ് ഒക്കെ വലിയ പാടുള്ളൂ. 14 ഞരമ്പുകൾ ഒരു സമയം പ്രവർത്തിച്ചാൽ മുഖം സീരീസ് ഒക്കെ പറ്റും. ഇവിടെ 2 ദിവസം, ഇവിടെ 2 ദിവസം, മൊത്തം 14 ഞരമ്പുകൾ പിടിച്ചെങ്കിൽ മാത്രമാണ് പല കുട്ടികളും ക്ലാസ് ഇരിക്കുന്ന പോലെ ഇതുപോലെ ഇരിക്കും. ചിരിക്കാൻ വെറും 5 ഞരമ്പ് മതി. എത്ര? ഏതെളുപ്പം ചിരിക്കാൻ. പക്ഷെ നമ്മൾ ഇതുകൂടി കൂടുതൽ ചെയ്യാം. നമ്മൾ കുറച്ച് കൂടി വിളിച്ചുള്ളൂ. കാര്യം എന്താണെന്ന് അറിയില്ല. നമ്മൾ മലയാളികളാണ്. മലയാളികൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയില്ല. ബുദ്ധികാര്യം മുൻപന്തിയിൽ മലയാളിയാണ്, ബംഗാളിയാണ്. ബുദ്ധി മുൻപന്തിയിൽ മലയാളിയാണ്, ബംഗാളിയാണ്. മലയാളി എഡ്യൂക്കേഷനിലോ സാക്ഷരത എവിടെ മുൻപന്തിയിലായി. ഞാൻ വിചാരിച്ച ഇത്രയും ബുദ്ധിയും കഴിവുള്ള മലയാളികൾ നെഗറ്റീവ് കാര്യത്തിൽ എന്തുകൊണ്ടാണ് മുൻപന്തി വരുന്നത്? ആദ്യം ഞാൻ കരുതിയത് ഈ ലോകത്തിൽ ഈ ഒറ്റ സ്റ്റേറ്റിൽ മാത്രമേ ഇന്ത്യൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. കോടാലി ഒന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പണ്ട് ആരായിരുന്നു കേരളം കോടാലി ഒന്ന് സൃഷ്ടിച്ചത്? ആരാണ്? പഴശ്ശിരാജയോ? പരശുരാമൻ. അതുകൊണ്ടായിരിക്കും മലയാളിക്ക് കോടാലി സ്വഭാവം തെറ്റിദ്ധരിച്ചു കിട്ടും. പക്ഷെ കുറച്ച് സൈക്കോളജി പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യമൊന്നുമല്ല. കാര്യം എല്ലാവർക്കും ആഗ്രഹമുണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒന്നാമനാണ് എന്റെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ആഗ്രഹം 98% ഉള്ളിലുണ്ട്. പക്ഷെ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാട് 2%. ആഗ്രഹം മാത്രം മനസ്സിൽ കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഈ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചാൽ അത് എപ്പോൾ പുറത്തു പറയുന്നു അപ്പോൾ കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ സംശയമായിട്ട് വീട്ടിൽ ചില മുറി അടിക്കുമ്പോൾ ഇതിന് കണ്ണാടി ഉണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ ഹൃദയത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞോളൂ, ഇതോടുകൂടി ഞാൻ ഈ സ്കൂളിലെ നമ്പർ 1 സ്റ്റുഡന്റ് ആവും. എല്ലാ വിഷയങ്ങളും A+ മേടിച്ച് പാസ് ഔട്ട് ആവും. നിങ്ങൾ അഭിമാനത്തോട് പറയുമ്പോൾ കണ്ണാടികളോട് നിങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇപ്പോഴാണ് സംസാരിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉടനെ പറയും നടക്കത്തില്ല മോനെ, കാരണം അവനൊക്കെ പണ്ടേ പറഞ്ഞു പഠിപ്പിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ക്ലാസ്സിൽ വന്നാൽ നമുക്ക് എപ്പോഴും ഇരിക്കാൻ ഇഷ്ടം ഫ്രണ്ടിലായിരിക്കും ബാക്കിലായിരിക്കും. കാര്യം നമ്മൾ ഫ്രണ്ട് ഇരുന്ന ക്ലാസ്സിലേക്ക് നമ്മളെ ചോദ്യം ചോദിക്കുമോ? ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ പിന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. റിസ്ക് എടുക്കണ്ടല്ലോ. ബാക്കിലാണ് സുഖം, അങ്ങോട്ട് ചെറിയ ബോറടിച്ചാൽ അടുത്ത പുളയ്ക്ക് ഒരു കുത്തു കൊടുക്കാൻ പല കലാപരിപാടി നടക്കും കേട്ടോ. പക്ഷെ എനിക്കൊരു സ്വഭാവം, ഞാൻ സാധാരണ ക്ലാസ്സിൽ ചോദ്യമേ ചോദിക്കാറില്ല. ആശ്വാസം
കാരണം വേണമെന്നല്ലോ കേട്ടോ. ചോദ്യം തുടങ്ങുമ്പോഴേ പല കുട്ടികളും പറയും ഞാൻ ഈ നാട്ടുകാരനല്ല. നമ്മൾ പിന്നെ ആരോട് ചോദിക്കും, അവിടെ ഞാൻ ചോദിക്കാറില്ല. ഇനി അബദ്ധത്തിൽ ചോദിക്കേണ്ടി വന്നാൽ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കാറില്ല, ബാക്കിൽ ഇരിക്കുന്ന കുട്ടിയോട് മാത്രമേ ചോദിക്കാറുള്ളൂ. സാർ ഉപദ്രവിക്കരുത്, ഇത് പേടിച്ചിട്ടാണ് പണ്ടാൽ നേരത്തെ പുറകെ സീറ്റ് പിടിച്ചത്. അങ്ങനെ നോക്കിയാൽ എപ്പോൾ വേണമെങ്കിലും ഫ്രണ്ടിൽ വരാം. ഒരു ക്ലാസ് റൂമിലേക്ക് ഫ്രണ്ട് റോയിൽ ഇരിക്കാനുള്ള യോഗ്യത നിങ്ങളോട് തോന്നുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കാനുള്ള യോഗ്യത എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ആരംഭിക്കപ്പെടുന്നത്. പുറകോട്ട് പോകുന്ന ശീലങ്ങൾ ഒരിക്കലും നല്ലതല്ല കേട്ടോ. ഞാനായാലും നിങ്ങളായാലും പുറകോട്ട് പോയാൽ നെഗറ്റീവ്സ് ഒക്കെ പുറത്തിയാണ്. ഒരു ക്ലാസ്സിൽ നിന്ന് ഉഴപ്പാൻ തോന്നിയത് ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴോ ബാക്കിൽ ഇരിക്കുമ്പോഴോ, ടീച്ചർ കമന്റ് അടിച്ചത് ഫ്രണ്ടിൽ ഇരുന്നാൽ ബാക്കിൽ ഇരുന്നാലോ, നമ്മുടെ ഉള്ള ക്രൂര സ്വഭാവം പുറത്തു വന്ന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴോ ബാക്കിൽ ഇരിക്കുമ്പോഴോ, ഞാനായാലും നിങ്ങളായാലും പുറകോട്ട് പോലും നെഗറ്റീവ്സ് പുറത്തെയാണ് കേട്ടോ. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? എത്ര കുട്ടികൾ സഞ്ചരിച്ചു ട്രെയിനിൽ ഒന്ന് കൈകൊണ്ടു? കൈ താത്തിക്കോ. ഞാൻ ക്ലാസ്സിനിടയ്ക്ക് കയ്യോ പോലെ പോകാൻ പറഞ്ഞ് ട്രെയിനിൽ കയറിയോ ഫ്ലൈറ്റിൽ കയറുന്ന അറിയാനല്ല, നിങ്ങൾ ക്ലാസ്സിൽ ഉറങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് പോയി കളയും, പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ട്രെയിനിൽ കയറിക്കുന്നു. അതിന്റെ ടോയ്ലറ്റിൽ എപ്പോഴും കയറിയിട്ടുണ്ടോ? അയ്യോ കയറി നോക്കണം. അതിന്റെ 4 ഭിത്തികളിൽ ചില ആപ്തവാക്യങ്ങൾ എഴുതി വെച്ചിരിക്കും കേട്ടോ. അശ്ലീല സാഹിത്യം എന്നാണ് പറയുന്നത്, വാക്യങ്ങളത്തിൽ കേട്ടോ. നിങ്ങൾ കന്യാകുമാരി മുതൽ കാശ്മീർ ഇപ്പോൾ രാജധാനി എക്സ്പ്രസിലോ ഏത് ട്രെയിനുകളിൽ കയറിക്കോ ടോയ്ലറ്റ് ഭിത്തിയിൽ ഈ ആപ്തവാക്യങ്ങൾ കാണും. പക്ഷെ ഒരു അത്ഭുതം എന്നറിയോ, ഇതിലൊറ്റ ഭാഷകളുള്ളൂ, മലയാളത്തിൽ മാത്രം. മലയാള കുട്ടികൾക്ക് ഭയങ്കര സാഹിത്യവാസന പിള്ളേരാ, പക്ഷെ പേപ്പർ പേര് കൂടുതൽ എഴുതാറില്ല. പക്ഷെ ടോയ്ലറ്റ് എഴുതി കുറ്റിയിട്ടാൽ അവന്റെ ഭാവന വിടരും. അവന്റെ എഴുത്തും വാരി ചിത്രത്തിനെ ടോയ്ലറ്റ് ഭിത്തിയിലാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാൽ വല്ല മഹാകവിയായിത്തീരും. ഈ സ്വകാര്യതകളെ കൊള്ളുവാനാണ് ടെൻഡൻസിയാണ് നമ്മൾ നെഗറ്റീവ്സ് പുറത്തിയടിക്കും. അങ്ങനെ പുറകോട്ട് ഉപയോഗിച്ചോളൂ. നമ്മളോട് ചോദിച്ചാൽ പോലും സംസാരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ടോണിലായിരിക്കും. നിങ്ങൾ സായിപ്പിനെ മതമിനെ കണ്ടിട്ടുണ്ടോ? ഇനി കാണുമ്പോൾ ചോദിക്കണം ഹൗ ആർ യു ചോദിക്കുക, എന്ന് മറുപടി പറയും. സായിപ്പ് മതം എന്താ പറയാ? അയ്യോ ഫൈൻ. ഒരു ഹിന്ദിക്കാരെ കാണുമ്പോൾ ചോദിക്കും ആ കൈസെ എവിടെ എന്ന് പറയും. അച്ഛൻ്റെ ടീക്ക് നമ്മൾ മലയാളി കാണുമ്പോൾ ചോദിക്കും ചേട്ടാ എങ്ങനെയൊക്കെ പോകുന്നു? ആ അങ്ങനെയൊക്കെ പോകും. ഒരു പോസിറ്റീവ് കൊണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പാടാണ് കേട്ടോ. നമ്മൾ ഈ നെഗറ്റീവ് പ്രോസസ്സിലുണ്ടോ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പോലെ നെഗറ്റീവായി പോകും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? ട്രെയിൻ വരുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഏതൊക്കെ ലാംഗ്വേജിലാ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അനൗൺസ്മെന്റ് ബസ്സസ് അഡ്ജസ്റ്റൻ പ്ലേസ് ട്രെയിൻ നമ്പർ 2310 മുംബൈ കൺവെൻഷൻ ബൈ കോട്ടയം അച്ഛനെ ഹിന്ദി പറയും. അതെങ്ങനെയായിരിക്കും? യാത്രയാത്ര കേട്ട് നിങ്ങൾ മലയാളം പറയും, നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ വരുന്നേക്കവിടെ പേര് പോകോളാം. നമുക്കൊരു പ്ലേസും ഇല്ല, കൃപയായില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ നിന്ന് വാക്യം പറയും, ഒരാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആദ്യം അതുപോലെ അവരോട് നിങ്ങൾ പെരുമാറാൻ കൊടുത്താൽ എവിടെ കിട്ടും? എവിടെ? കൊല്ലത്തല്ല കിടങ്ങൂരും കിട്ടും. മത്ത കുത്തിയാൽ അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് ക്ലാസ് ആണെങ്കിൽ സീരിയസ് ആയിട്ട് വേണം. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ടീച്ചർ ചിരിച്ചോണ്ട് പറഞ്ഞ സീരിയസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം സീരിയസ് ആയിട്ട് ടീച്ചർ നമുക്ക് ഇഷ്ടപ്പെടോ? വടി പുസ്തകത്തൊന്നും തലവസം ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല, കാരണം പഠിച്ചാൽ പറയാൻ പറ്റുള്ളൂ. ടീച്ചർക്ക് ദേഷ്യം 1-2 അടി തന്നു. അടി കിട്ടിയിരുന്നപ്പോൾ മനസ്സിലെന്താ പറഞ്ഞത്? എന്നെ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. നേരെ മറിച്ച് ടീച്ചർ ചിരിച്ചോണ്ടൊന്നും ചിരിച്ചോണ്ട് ചോദ്യം ചോദിച്ചു, അപ്പോഴും ഇത്രയില്ല. ചിരിച്ചോടാണ് ടീച്ചർ അടിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിലെത്തായിരിക്കും പറയാം ഈ ടീച്ചറുടെ കാര്യം എപ്പോഴും ഇങ്ങനെ പോകണം എന്ന് പറയും. നേരെ മറിച്ച് ഒരു വിഷമം നമുക്കുണ്ടാവില്ല. പക്ഷെ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചർ ചിരിക്കണമെങ്കിൽ ആദ്യം ചിരിക്കേണ്ടത് ടീച്ചറാണോ കുട്ടികളാണോ? പല കുട്ടികളുടെ ചിരി ഞാൻ കണ്ടോട് സാർ വെൽക്കം പറയുമ്പോൾ ഇതുപോലെയായിരുന്നു ഒരു ആക്കി ചിരി. ചില കുട്ടികൾ ചിരിക്കുന്നത് മാത്രമല്ല ടീച്ചേഴ്സ് വരുന്ന സമയത്തോളം മസിലെല്ലാം പെരുപ്പിക്കും. പറയും ടീച്ചർ നാഷണൽ ചാട്ടമഴയത്ത് തവള മസിൽ പിടിക്കുന്ന പോലെ ഒരു കണ്ടെയ്നോട് കടന്നുപോയ പേസ്റ്റ് പോലെ ആയിപ്പോ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ ക്ലാസ് നടത്തുന്നത് ശരിക്കും ആർക്ക് വേണ്ടിയാണ്? ഈ ക്ലാസ് നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക്? ഈ ക്ലാസ് ഇപ്പോൾ നടത്തുന്നത് ഇവിടെ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാ? നമ്മളെ ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയോ? അപ്പോൾ വിവാഹം കഴിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇവിടെ കല്യാണം കഴിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അതറിയാം. ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. എനിക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നത്. മോളെ പേരെന്താ? നീയ. ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. എവിടെ നിൽക്കുന്നു? ബസ് സ്റ്റോപ്പിൽ. അപ്പൊ നീയുടെ അടുത്തേക്ക് സ്പീഡിൽ ഒരാളെക്കൂടെ നടന്നു വന്നിട്ടുണ്ടോ? നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, പരിചയമില്ലാത്ത ഒരാളാണ്. അതേ സ്പീഡിലേക്ക് വന്നിട്ട് നീയെ നോക്കുമ്പോൾ കാലുണ്ട്, കൈകൊണ്ട്, ശരീരമുണ്ട്, ഓടാൻ പറ്റുന്ന ആളാണ്, പറ്റുന്ന കുട്ടിയാണ്. അപ്പൊ നീയോട് അദ്ദേഹം വന്നിട്ട് മുഖം നോക്കി പറയണം ഓടിക്കോളാൻ പറഞ്ഞാൽ നീ ഓടുവോ ഇല്ലയോ? അത് ഓടാത്തത് നിങ്ങൾ ഓടുവോ? ഇല്ല. നീ ഓടാത്ത എന്താ? നമുക്ക് പരിചയമില്ലാത്ത ആള് പറഞ്ഞ നീ ഓടുന്ന ആവശ്യമുണ്ടോ?
നീ അവിടെ തന്നെ നിന്നു. അപ്പൊ സ്പീഡിലായിട്ട് കൂടെ നടന്നു പോയിട്ടോ. അപ്പോഴാണ് നീ അങ്ങോട്ട് നോക്കി കാണാം, അവിടെ ആരും മലയാളം വരും. ഇപ്പൊ നീ ഓടുവോ ഇല്ലയോ? ഓടും. ഈ ആന നേരത്തെ നിനക്ക് മരിച്ചുണ്ടോ? പിന്നെ ഇപ്പൊ ഓടിയത്തില്ല. ഇപ്പൊ ഓടേണ്ട ആളുടെ ആവശ്യം, നീയുടെ ആവശ്യം. ആദ്യം ഓടേണ്ടത് പറഞ്ഞ ആളുടെ ആവശ്യം. എന്നാൽ ആദ്യം പറഞ്ഞ ആരെന്ന് അറിയോ? ആനയുടെ പാപ്പനായിരുന്നു. പുള്ളിക്കറിയുന്നത് പിടിവിട്ട് പോരുന്നുണ്ടത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആരുടെ ആവശ്യമായിരിക്കണം? നമ്മളുടെ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്തിനാ കേൾക്കുന്നത്? ഇതെപ്പോൾ നിങ്ങളുടെ ആവശ്യമായിട്ട് മാറണോ അപ്പോൾ നമ്മൾ ഇരിക്കുന്ന രീതി പോലും, നോട്ടത്തിൽ പോലും, കേൾവിയിൽ പോലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു സൂപ്പറായിട്ട് നമ്മുടെ ആക്ഷനൊക്കെ വ്യത്യാസം വരും. അതിൽ തന്നെ എന്ത് ചെയ്യും? നട്ടലൊക്കെ നിവർന്ന് ഉഷാറായിട്ട് ഇരിക്കും. കാണട്ടെ, നിങ്ങളുടെ ആവശ്യം ഈ ക്ലാസ്സിൽ നിവർന്നിരിക്കുന്നത് കാണട്ടെ. നട്ടലുള്ള കുട്ടികളൊക്കെ നിവർത്തി വെച്ചു. എനിക്ക് ഇങ്ങനെ ഒരുപാട് ലോങ്ങിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊന്ന് കസേര കിട്ടിയിട്ട് കസേര എഴുന്നേറ്റോ? കസേരക്ക് ജീവല്ല മോളെ, തന്നെ തന്നെ എഴുതുന്നു. കുറച്ചുകൂടി അടുപ്പിച്ചു ഓടുകൂടെ. കസേര ഇങ്ങോട്ട് നിൽക്കും. രണ്ട് കസേര കൊമേഴ്സ് പഠിക്കുന്നവർ, ഓക്കെ, സയൻസ് ഗ്രൂപ്പ് ഉള്ളവര്, സയൻസ് ആണോ നല്ലത്, കൊമേഴ്സ് ആണോ നല്ലത്? നിങ്ങൾ എടുത്ത കോഴ്സ് ഏതാണെന്നല്ല ചോദിച്ചത്, നല്ലത് ഏതാണെന്ന് ചോദിച്ചത്. സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഏത് കോഴ്സാണ് മോളേന്ന് എടുത്തത്? ഏതാ നല്ലത്? അങ്ങനെയൊന്നുമില്ല സാർ, വെറുതെ രാവിലെ ഇങ്ങോട്ട് വരുന്നു. പ്ലസ് വൺ പ്ലസ് വൺ മോള് സയൻസാണ് എടുത്തത്. നിർബന്ധിച്ചെടുത്താണോ ഇഷ്ടപ്പെട്ടെടുത്താണോ? നിർബന്ധിച്ചാണ് കോഴ്സ് എടുത്തത്. ഇപ്പൊ ഇഷ്ടമല്ല, വേറെ എന്ത് പരിപാടിയാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞു കൂടിയാൽ മാത്രം മതി. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഏത് കോഴ്സാണ് നല്ലതെന്ന് ചോദിച്ചാൽ പൊതുവേ പേരൻസ് ഒക്കെ പറയുന്നത് സയൻസ് കോഴ്സ് എടുത്താൽ കുറച്ചുകൂടി മെച്ചമുണ്ടെന്നൊക്കെ പൊതുവേ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ശരിയല്ലേ? സയൻസ് എടുക്കുന്നവരെയാണ് കുറച്ചുകൂടി ആദ്യം ചോദിക്കുക, നിങ്ങൾ ഏത് പഠിക്കുന്നു ചോദിച്ചാൽ സയൻസ് ആണെന്ന് ചോദിക്കുക. പക്ഷെ അത് അവരുടെ അറിവില്ലായ്മ എന്ന് പറയും. എന്നാൽ സയൻസ് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ കോഴ്സിലേക്ക് പോകുമ്പോൾ ഇനി അടുത്തൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ജോബ് ഓറിയന്റഡ് ആണെങ്കിൽ എത്ര കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നറിയോ? സയൻസ് ആണ് എടുക്കുന്നെങ്കിൽ ഏകദേശം 524 കോഴ്സുകൾ നിങ്ങൾക്ക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ ജോബ് ഓറിയന്റഡ് ആയിട്ട് എടുക്കാൻ പറ്റിയ കോഴ്സുകളുണ്ട്. 524 ഇൻസൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ട് അത്രയും കോഴ്സുകളുണ്ട്. ഇനി കൊമേഴ്സ് ആണ് എടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 734 അവസരങ്ങളുണ്ട്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നെങ്കിൽ ഏകദേശം 964 അവസരങ്ങൾ ഉണ്ടായിരുന്നേനെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും 524 734 കോഴ്സുകൾ നമുക്ക് ഇനി വേണ്ടി നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നുണ്ട്. ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു കടമ്പ, പ്ലസ് വൺ പ്ലസ് ടുവിന്റെ കടമ്പ നമ്മൾ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇത് നമ്മളുടെ ആവശ്യമായിട്ടിരിക്കുന്ന സമയത്ത് കണ്ണുകൾ പോലും ഇരിക്കുന്നതിനൊക്കെ വ്യത്യാസം വരും, നോട്ടത്തിൽ വ്യത്യാസം വരും, കേൾവിയിൽ വ്യത്യാസം വരും. കാരണം എനിക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് തോന്നുമ്പോഴാണ്.
ഞാൻ ഒരുപാട് സമയം നിർമ്മിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംവദിച്ചിട്ട് പിൻവാങ്ങാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ബോർഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി അല്ലല്ലോ, സന്തോഷന്മാരല്ലേ? അപ്പോൾ ഫേസിൽ ഒരു പുഞ്ചിരി വയ്ക്കണം. ചിരിക്കുന്ന മുഖത്തിന് അത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കും. നിങ്ങൾ ബാങ്കിൽ ചെന്നു, ക്യാഷ് കൗണ്ടറിരിക്കുന്ന നമ്മൾ പറയണം അവിടെ പോയിരിക്കട്ടോ, 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. പക്ഷെ നമ്മൾ പോയിരിക്കും, പോണ വഴിക്ക് മനസ്സിലെന്തായിരിക്കും പറയുന്നത്, ഇവനെ കാരണം പണി കൊടുത്തത്. പക്ഷെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ 1.5 മണിക്കൂർ എത്തിയാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. മോനെ തോളത്തുനിന്ന് കൈയെടുക്കണം, ഇത് ഹണിമൂൺ ട്രിപ്പല്ല, ക്ലാസ് അല്ലേ. ഇത് തോളത്ത് കൈയിടാൻ തോന്നും, നിനക്ക് ഉമ്മ വെക്കാൻ തോന്നും, മൊത്തത്തിൽ പ്രശ്നമില്ലേ? യെസ്, റിലാക്സ് ആയിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മുഖത്തൊരു നല്ല പുഞ്ചിരി, നല്ല സ്മൈലിംഗ് ഫേസ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വലിയ ഗ്രൗണ്ട് നിറച്ച് 500 കറുത്ത പശുക്കൾ, വലിയ ഗ്രൗണ്ട് നിറച്ച് 500 കറുത്ത പശുക്കൾ. അതിലൊരു പശുവിന്റെ കുട്ടി കഴിച്ച് 1 കിലോമീറ്റർ അകലെ വിട്ടാൽ ഈ പശുക്കുട്ടി യഥാർത്ഥമേ കണ്ടെത്തുകയില്ലേ? ഒരു 500 പശുക്കളുണ്ട്, അതിലൊരു പശുക്കുട്ടി അഴിച്ചിട്ട് കുറച്ച് ദൂരേക്ക് വിട്ടു കഴിഞ്ഞാൽ ഈ പശുക്കുട്ടി യഥാർത്ഥ അമ്മയെ കണ്ടെത്തുമില്ലേ? കണ്ടെത്തും. കണ്ടെത്താൻ വേണ്ടി പശുക്കുട്ടി എന്ത് ബുദ്ധി ഉപയോഗിച്ചു? ഏതൊക്കെ ബുദ്ധിയാണ് പശുവിനുള്ളത്? നമുക്ക് ഏതൊക്കെ ബുദ്ധിയുണ്ട്? നമുക്കുള്ള ബുദ്ധി ഏതൊക്കെയാ? ബുദ്ധിയില്ലേ? ഏതാണ്? അല്ല, ബുദ്ധിയുടെ വിവിധ തലങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ? നമുക്ക് ഏതൊക്കെ ബുദ്ധികളാണ് ഉള്ളത്? ഏതൊക്കെ ബുദ്ധിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ? നിങ്ങൾക്കുള്ള ബുദ്ധി ഏതൊക്കെയാ? ഏതാണ്? കറക്റ്റാണ്, പറഞ്ഞോളൂ. ഏതൊക്കെ ബുദ്ധിയുണ്ട് നമുക്ക്? ബുദ്ധിയില്ലേ? മോൾക്ക് വല്ല ബുദ്ധിയുണ്ടോ? അങ്ങനെ എന്തുണ്ട് സാർ? ഉണ്ടോ? ഏതൊക്കെ ബുദ്ധിയുണ്ട്? നമുക്കുള്ള ബുദ്ധി ഏതാ? പശുക്കുട്ടിക്കുള്ള ബുദ്ധി ഏതാ? സാമാന്യ ബുദ്ധി എന്ന് പറയും. ഏതാണ്? ഏതൊരു ജീവി ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ജീവി എങ്ങനെ ജീവിക്കണം എന്നൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താണ് ഈശ്വരൻ ഇങ്ങോട്ട് വിടുന്നത്. അതിനാണ് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്. പശുക്കുട്ടിക്ക് പശുവായിട്ട് ജീവിക്കാൻ ഒരു സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പശുക്കുട്ടിയുടെ കുളത്തിലേക്ക് ഇട്ടെന്ന് വിചാരിക്കുക, അത് മുങ്ങിച്ചാവോ നീന്തി രക്ഷപ്പെടും? നീന്തിച്ചാവോ? അതെങ്ങനെയാണ്? പശുക്കുട്ടി കുളത്തിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? നീന്തി രക്ഷപ്പെടും. നിങ്ങൾ ഒരു കുളത്തിലിട്ടാൽ നിങ്ങൾ മുങ്ങിച്ചാവോ നീന്തി രക്ഷപ്പെടും? ഈ ക്ലാസ്സിലിരിക്കുന്ന എത്ര കുട്ടികൾ നീന്തി രക്ഷപ്പെടും? ഒന്ന് കൈവക്കും. ഇത്രയും കുട്ടികൾ നീന്തി രക്ഷപ്പെടും. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമായി. അടുത്ത കൈ താത്തിക്കോളും മക്കളെ. നിങ്ങൾ എങ്ങനെ നീന്തി രക്ഷപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീന്തി രക്ഷപ്പെടുക? അവർ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ജനിച്ചപ്പോഴേ പഠിച്ചതാണോ? അതായത് ജനിച്ചതിന് ശേഷം എപ്പോഴോ നീന്തൽ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റാത്തത് നിങ്ങൾ നീന്തൽ പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം മനുഷ്യനുള്ളത് വിശേഷ ബുദ്ധിയാണ്. സാമാന്യ ബുദ്ധിയാണെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടായത്. ഒരു പശുക്കുട്ടിക്ക് പശുവായി ജീവിക്കാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. അത് ഇൻബിൽറ്റ് ആയിട്ട് ആ കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഏത് കാര്യം പഠിച്ചാൽ ചെയ്യാൻ പറ്റും. അതാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ വിശേഷ ബുദ്ധി നിങ്ങൾക്ക് എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തേൻ കുടിച്ചിട്ടുണ്ടോ? തേൻ കുടിച്ചിട്ടുണ്ടോ? എവിടുന്ന്? വീട്ടിലമ്മ തേൻ ഉണ്ടാക്കുക. പിന്നെ എവിടുന്ന തേൻ കുടിച്ചിരിക്കുന്നത്? എവിടെ നിങ്ങൾ? കടയെന്നല്ല, ഞാൻ നേരിട്ട് കുടിച്ചിട്ടുള്ള തേൻ. എവിടുന്ന് കുടിച്ചിട്ടുണ്ടോ? എവിടുന്ന്? തേനീച്ച കൂട്ടിയുള്ള കാര്യമല്ല ചോദിച്ചത്. നേരിട്ട് തേൻ കുടിച്ചിട്ടുണ്ടോ? തേനീച്ച വഴി അല്ലാതെ കുടിച്ചിട്ടില്ല? കുടിച്ചിട്ടില്ല. എവിടുന്ന്? എവിടുന്ന? പൂവില്. ഏത് പൂവില്? ആ ചെത്തിപ്പൂലുള്ളൂ. പിന്നെ ആ ചെമ്പരത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. കൂടുതൽ തേങ്ങൊരു പൂവുണ്ടല്ലോ, അതേതാ? വാഴയുടെ നിങ്ങളെന്താ പറയാ? കൂമ്പ്. ഈ വാഴക്കൂമ്പിൽ തേനുള്ള നമ്മളെക്കാൾ മുമ്പ് ഒരു മിടുക്കുന്നറിയും. അതാരെന്നറിയാം? വവ്വാലിന് മുമ്പ് ഒരാളാണ്. ആദ്യം അണ്ണാനറി, പിന്നെ വവ്വാലിനെ കുരുള്ള 100 വരെ തേനീച്ചറി. ചിലപ്പോൾ നമ്മൾ പറയും അണ്ണാനും കുരു കൊണ്ടൊക്കെ തേൻ കുടിക്കും. തേനീച്ച തേൻ കുടിക്കുമോ? പകരം ശേഖരിക്കും. നമ്മൾ കുടിച്ചാൽ നമ്മുടെ ആമാശയത്തിലേക്ക് ഇപ്പം കുടിക്കുമ്പോൾ ഇതിന് സൈഡ് വേറെ സഞ്ചിയുണ്ട്, അതിനകത്തേക്ക് ശേഖരിക്കും. അതുമായിട്ട് വീട്ടിൽ ചെല്ലും. അതിന് ജലാംശം മുഴുവൻ വലിച്ചെടുത്ത് പുറത്ത് കളയും. അതിനുശേഷം അവന്റെ ശരീരത്തിന്റെ രഹസ്യത്തിൽ മിക്സ് ചെയ്യും. എന്നിട്ട് ചെറുകെട്ടെടുത്ത് വീശുമ്പോൾ ക്രിസ്റ്റൽ പോലെയാവും. അതുപോലെ ഇതവൻ സൂക്ഷിച്ചു വയ്ക്കും. ഇതാണ് നമ്മൾ നൈസായി അടിച്ചു മാറ്റി പിഴിഞ്ഞു കുടിക്കുന്ന സാധനം. അപ്പൊ തേനീച്ചയുടെ കയ്യിൽ ഒരു വാഴക്കൂം കൊടുത്താൽ തേനീച്ച ഈ പണി ചെയ്യും. ഞാൻ നിങ്ങളുടെ ഒരു വാഴക്കൂം വന്നാൽ നിങ്ങളെ കൂടി പണി പറ്റുമോ? എന്താ പറ്റാ? ഞങ്ങൾ പണ്ടേ അങ്ങനെ സാറെ കഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണോ? എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട്?
ഏതൊരു വ്യക്തിയുടെയും കഴിവുകളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയുടെ തലച്ചോറിലെ സെല്ലുകളുടെ എണ്ണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. തലച്ചോറിലെ സെല്ലുകൾ എന്തുവല്ല അറിയപ്പെടും? ബ്രെയിൻ സെല്ലിനെ ഡോക്ടർ പേര് പറയും. എന്ത് സർജന? എന്ത് ന്യൂറോ സർജൻ, ന്യൂറോളജിസ്റ്റ്. അപ്പൊ തലച്ചോറിലെ സെല്ലുകൾ എന്തുവെന്ന് അറിയപ്പെടും? ന്യൂറോൺസ്. 10 ന്യൂറോൺ ഈസ് ഈക്വൽ ടു എ കമ്പ്യൂട്ടർ. 10 ന്യൂറോൺ ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു തേനീച്ചയുടെ തലച്ചോറിൽ എത്ര ന്യൂറോൺസ് ഉണ്ടെന്നറിയോ? എത്ര? ചുമ്മാ കേസുകൾ പൈസ മുടക്കുന്നുണ്ടോ? തേനീച്ചയുടെ തലച്ചോറിൽ എത്ര ന്യൂറോൺസ് ഉണ്ടാവും? എത്ര? 10 ലക്ഷം. അപ്പൊ എത്ര കമ്പ്യൂട്ടർ സമാനമാണ് തേനീച്ചയുടെ ബ്രെയിൻ? 10 ലക്ഷത്തിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. എത്ര നമ്മളെ 10 ലക്ഷത്തിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? ഞാൻ അന്ന് വന്നിട്ടില്ല സാർ, കണക്കിന് മൊത്തത്തിൽ ലീക്കായിരുന്നു. 10 ലക്ഷത്തിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 1 lakh. 1 ലക്ഷം കമ്പ്യൂട്ടർ സമാനമാണ് തേനീച്ചയുടെ ബ്രെയിൻ. അത് വെച്ച് തേൻ ഉണ്ടാക്കുന്നു. നമുക്ക് എന്തായാലും തേൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ തലച്ചോറിൽ ഇതിനേക്കാൾ കൂടും കുറേ ന്യൂറോൺസ് മനുഷ്യർക്ക് കൂടും കുറയും. എത്ര ന്യൂറോൺസ് ഉണ്ടാവും ഒരു മനുഷ്യ തലച്ചോറിൽ? എത്ര ഉണ്ടാവും? ഞെട്ടണ്ട കേട്ടോ. 10,000 crore, 10,000 കോടി ന്യൂറോൺസ് ഉണ്ട് ഇരിക്കുന്ന ഓരോ ഉണ്ടമുട്ടയ്ക്കകത്ത്. വേണമെങ്കിൽ തൊട്ടുപോയി ജീവിതത്തിൽ ആദ്യമായിട്ട് സാർ ഇത്ര ഉണ്ടായിരുന്നു. 1000 കോടി കമ്പ്യൂട്ടറിന് ഉടമസ്ഥരാണ് നമ്മൾ. എത്ര കോടി? പക്ഷെ ഒരു ഉപകാരം കേട്ടോ, 17-18 വയസ്സായിട്ടും അതിൽ ഒരെണ്ണം പോലും ഇതുപോലെ ഉപയോഗിക്കേണ്ട ഗതികേട് നമുക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പരുവത്തിന് പോയാൽ തിരിച്ചെടുപ്പോൾ അതുപോലെ തന്നെ ഒടുക്കിച്ചറ തന്ന സാധനം ഞാൻ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയാണ് സദ്യ, പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല. തുറന്നു നോക്കുന്ന ആൾക്കാരുണ്ടാക്കും വളരെ കുറവാണോ? ഒരു കമ്പ്യൂട്ടറിൽ ഓൺ ചെയ്താൽ വരാൻ പോകുന്ന എക്സാമിനേഷൻ ഇടതി കൊണ്ട് എഴുതി ഞങ്ങൾ പാസ്സാവും. അമ്മാതിരി പൊട്ടൻഷ്യലാണ് നമ്മുടെ ബ്രെയിനിലെ. നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കാതെ സ്കൂൾ വിട്ട് പുറത്തിറങ്ങിയാൽ നാട്ടുകാർ നമ്മൾ എന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ മനസ്സിലാക്കാത്ത ആൾക്കാരെ നാട്ടുകാർ എന്ത് വിളിക്കും? ആ പൊട്ടാന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പൊട്ടൻഷ്യൽ ഉള്ളവനെന്നാ വിളിക്കുന്നത്. നമുക്കിത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. 20 ആരെങ്കിലും ടീച്ചർമാർ നിങ്ങളെ പൊട്ടാന്ന പൊട്ടിന്ന് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? ടീച്ചറെ കാലിൽ തൊട്ട് വിടണം. ടീച്ചർ എങ്ങനെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയല്ലോ. നാട്ടിൽ ഒരു പൊട്ടന്മാർക്കും മനസ്സിലായിട്ടില്ല. അമ്മ വിളിക്കാൻ ഇടി പൊട്ടി. അമ്മ ഇത് എങ്ങനെ അറിഞ്ഞു എന്റെ പൊട്ടൻഷ്യൽ? നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നിങ്ങളെ പൊട്ടിന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇനി മുതൽ പൊട്ടിന്ന് വിളി കേട്ടാൽ അന്തരംഗം ഉൾപ്പുളകിയതായിട്ട് മാറാനുണ്ടോ? അപ്പൊ അമ്മാതിരി പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ഏത് ഏജാണ്? നമ്മളിപ്പോൾ ക്ലാസ് ഇരിക്കുമ്പോൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നില്ലേ? ഈ ഏജിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഏത് പ്രായമാണ്? ഇത് ടീനേജ്. എന്ന് മുതൽ എന്ന് വരെയാണെന്ന് പറയാമോ? ടീനേജ് എന്ന് മുതൽ? തിങ്കൾ മുതൽ വെള്ളി. അത് സീരിയല് കേട്ടോ. ടീനേജിന്റെ കാര്യം ചോദിച്ചു. ടീനേജ് എന്ന് മുതൽ എന്ന് പറയാ? എന്തുകൊണ്ടാണ് ടീനേജ് എന്ന് പറയുന്നതിനെ? എന്താണ്? ടീനിൽ അവസാനിക്കുന്നു. എവിടെയാ തുടങ്ങുന്നത്? 13, അടുത്തത് 14, 15, 16, 17, 20 ഉണ്ടോ? അപ്പൊ 13 to 19 വരെ ടീനേജ്. ടീനേജിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫിസിക്കലി നിങ്ങൾക്ക് വന്ന മാറ്റങ്ങളും നിങ്ങൾക്കറിയാം. ഞാൻ പറയാതെ തന്നെ അതിനേക്കാൾ ഉപരി മെന്റലി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിട്ടില്ലേ? നോക്ക്, പണ്ടത്തെ പോലെ ഇപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ടീനേജിൽ വന്നൊരു മാറ്റമാണ്. പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു ചിന്ത ഓടി വരില്ലേ? ഇത് എഴുതിയോ അങ്ങനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. അമ്മയുടെ പോലും ചില നേരത്തെ കണ്ടോണ്ടോ ഭ്രാന്ത് പിടിച്ച് കാണാം. പിന്നെന്താ പ്രത്യേകത? ശ്രദ്ധ പല വഴിക്ക് മാറിപ്പോയി. ഈ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾ പോലും നോക്കും, ശ്രദ്ധ തീരെ കുറവുള്ള കുട്ടികളാണ്. ചില കുട്ടികളൊക്കെ ചിന്തിക്കുന്ന പോലെ എന്താണെന്നറിയോ? വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ബോണ്ടയാണോ പരിപ്പോടെയാണോ തീറ്റി തീറ്റുന്ന ഒറ്റ വിചാരത്തോടെ ക്ലാസ് ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരട്ടെ? കളി എന്നോട് എടുക്കരുതേ, കയ്യിൽ നിന്നെടുക്കും. ഭക്ഷണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരാ? ഞാൻ കാണിച്ചു തരാം. കൈ ഇങ്ങനെ എടുത്തോളൂ എല്ലാവരും. കൈ എടുത്തോ? യെസ്, റെഡി? 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കൈ വെക്കണം. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തണം കേട്ടോ. സ്റ്റാർട്ടിൽ തുടങ്ങാനും സ്റ്റോപ്പിൽ നിർത്താനും സാധിച്ചാൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരാന്ന് എനിക്ക് മനസ്സിലാവും. ചില കുട്ടികൾ ഇതൊന്നുമില്ല, ബോണ്ടേ വിചാരിച്ചുകൊണ്ടിരിക്കും, ചുമ്മാ ചറവറടിക്കും. മൊത്തത്തിൽ ക്ലാസ് അലങ്കോലമാക്കരുത്. കൈ എടുത്തോളൂ. സ്റ്റാർട്ട് പറഞ്ഞാൽ പഠിക്കുന്ന സ്റ്റോപ്പ് നിർത്തണം കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓ, അസാമാന്യ ശ്രദ്ധയുള്ള കുട്ടി. ഞാൻ നിങ്ങളെ വരെ തെറ്റിദ്ധരിച്ചു. ഒരിക്കൽ കൂടി ചെയ്യാൻ. സ്റ്റാർട്ട് തുടങ്ങണം, സ്റ്റോപ്പ് നിർത്തണം. പക്ഷെ പരിപ്പോട്ട് ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ചറവറടിക്കും, മൊത്തത്തിൽ തെറ്റിക്കില്ലേ, ക്ലാസ് അലങ്കോലമാക്കരുത്, സ്കൂളിന് അപമാനം ഉണ്ടാക്കരുത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ സ്റ്റോപ്പ് പറഞ്ഞില്ലല്ലോ, മൊത്തത്തിൽ ആൾക്കാരായിരുന്നു. എടാ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പറയുന്ന കേൾക്കണം, ചെയ്യുന്ന കാണണം, അത്ര കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലേ?
ഞാനതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ കൈയടിച്ചാൽ നിങ്ങൾ കൈയടിക്കും. അതൊക്കെ ചെയ്യാനോ കൈയെടുത്തോളൂ. അടിച്ചാൽ മാത്രമേ അടിക്കാവുള്ള. പക്ഷേ ബോണ്ടഡ് ആൾക്കാർ ഇതൊന്നും നോക്കത്തില്ല കേട്ടോ, ചുമ്മാ ചറവർ അടിക്കും, മൊത്തത്തിൽ അലമുണ്ടാക്കുക. കൈയെടുത്തോളൂ. അടിച്ച അപ്പം തന്നെ അടിച്ചോണം കേട്ടോ. നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധാവാൻ എവിടെ ഞാനെന്നാ പറയുക, ശ്രദ്ധയുള്ളവർക്ക് ഞാൻ ഉണ്ടാവണം. അടിച്ച അപ്പം തന്നെ അടിക്കണേ. യെസ്, ഒരുമിച്ച്. ഇന്നത്തേക്കും പവർഫുൾ എനർജറ്റിക് അടിയായിരിക്കണം. ഉഷാറായിട്ട് റെഡി അല്ലേ? യെസ്. ഏതോ അടിച്ചാൽ മാത്രം ശ്രദ്ധിക്കൂ, നിങ്ങളെക്കൊണ്ട് പറ്റും. ലാസ്റ്റ് ആൻസർ ഇല്ലെങ്കിൽ തെറ്റിക്കല്ലേ. അടിച്ച അപ്പം തന്നെ അടിച്ചോ. അടിച്ച അപ്പം തന്നെ. ഏതോ അടിച്ചാൽ മാത്രം അടിക്കാവുള്ളൂ. ഈ നിങ്ങൾ തെറ്റിക്കില്ല. ലാസ്റ്റ് ക്ലിയർ ആയിട്ട് ചെയ്യണേ. യെസ്. അസാമാന്യ ശ്രദ്ധയുള്ള കുട്ടികൾ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഈ ടെസ്റ്റൊക്കെ സാധാരണ നടന്നത് അംഗനവാടി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളതിൽ വിജയിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. എടോ +1 +2 സ്റ്റുഡൻസിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയൊന്നും അല്ല ടെസ്റ്റ് ചെയ്യുക, അത് വേറെ ടെസ്റ്റാണ്. അത് ഞാൻ പഠിപ്പിച്ചിരട്ടെ. കൈയെടുക്കൂ, ചേർത്ത് വയ്ക്കൂ, നന്നായിട്ട് റബ്ബ് ചെയ്യൂ, സ്പീഡ് പോലെ ഉരയ്ക്കൂ. ആ പോരെ ഉരച്ചോളൂ നന്നായിട്ട്. മോനെ, നീ എവിടെയാണ് ഉരയ്ക്കണത്? സ്പീഡ് ഉരയ്ക്കൂ. സ്പീഡ് പോരാ, നന്നായിട്ട് ഉരയ്ക്കൂ. ചൂടാവുന്നുണ്ടോ? നിങ്ങളെല്ലാം കൈ ചൂടായോ? നല്ല ചൂടായോ? യെസ്. പെട്ടെന്ന് മണത്ത് നോക്കി, ഒരു വൃത്തികെട്ട മണം വരുന്നില്ല. ഡെയിലി കുളിച്ചില്ലെങ്കിൽ ഇതാണ് കുഴപ്പം. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, എടോ ശ്രദ്ധയുണ്ടെന്ന് പറയാൻ വേണ്ടി കൈ ചൂടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഇത് മണത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എന്റെ കർഷകർ ഞാനിങ്ങനെ നക്കി നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതും ചെയ്യും. അടുത്തിരുന്നാളെ നക്കാൻ പറഞ്ഞാൽ വേണം അതും കൂടെ ചെയ്യും. നിലത്തിറങ്ങി നക്കാൻ പറഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. എടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ശ്രദ്ധ അറിയാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചു തരാം. കൈയെടുത്തോളൂ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം തോന്നി എന്താന്ന് ഞാൻ പറയട്ടെ. സൈക്കോളജി പഠിച്ചോണ്ട് മാത്രം പറയാം, ഈ പുള്ളി എന്തിനുള്ള പുറപ്പാടായിരിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നേട്ടരുത്. ഞാൻ സത്യം പറയും, ഈ ലോകത്തിൽ എത്ര മഹാത്ഭുതങ്ങളുണ്ട്? 7 അല്ല, ഇന്ത്യയിൽ എത്ര ഉണ്ട്? ഏതാ? 1. ഏതാണത്? താജ്മഹൽ. ഞാൻ പറയും ലോകത്തിൽ 8 മഹാത്ഭുതമുണ്ടെന്ന്. ഒന്നാമത് ഞാൻ കണ്ടുപിടിച്ച മഹാത്ഭുതം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും ഞെട്ടരുത്. പറയട്ടെ, പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടാവോ? അത് മറ്റാരുമല്ല, എന്റെ മുമ്പിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മഹാത്ഭുതാന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അറിയില്ല? അല്ലല്ല, അയ്യോ നിർത്തും. ഇത് കരക്കാർക്കുള്ള കേടിയില്ലേ? സ്വയം കുടിക്കേണ്ട കേട്ട് നിനക്കറിയില്ല. ഞാൻ പഠിപ്പിച്ച റൈറ്റ് ഹാൻഡ് എടുക്കും, വലത് കൈ. മോളെ വലത് കേടും നിനക്കറിയില്ല. എടോ വലത് കൈ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കും, ഇടതുകൊണ്ട് എന്തിനും ഉപയോഗിക്കുന്നത് എനിക്കറിയത്തുള്ളൂ. ഞാൻ പറയുന്നത് ആ കൈ എടുത്തോളൂ. റൈറ്റ് ഹാൻഡ് എടുത്തോ. ആ കൈയിലേക്ക് നോക്കൂ. കണ്ടോ വരേക്കൊത്തു കൊലപാതകം, ഒരു പുഞ്ചിരിപ്പാകും. നമ്മുടെ പ്രായമുള്ള ഒരു അവയുടെ ഹാർട്ട്, അതിൻ്റെ പുറത്ത് കൈവയ്ക്കൂ. മെല്ലെ തട്ടിയിട്ട് പറയും ഞാനൊരു സംഭവമാണ്. കണ്ടോ? ഇപ്പൊ ഉള്ളിരിക്കുന്ന ഒരാൾ ഇങ്ങനെയല്ല പറയുന്നത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ? തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ? തൊട്ടാൽ എന്ത് പറ്റും? ഇന്ന് തൊട്ടാവാട്, നാളെ തൊട്ടാവാട്, വീണ്ടും തൊട്ടാവാട്. പക്ഷെ 20 ദിവസം നിങ്ങൾ തൊട്ടോളൂ. 21 ദിവസം നിങ്ങൾ തൊട്ടാൽ തൊട്ടാവാടി പാടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എടോ ജനിതകപരമായ മാറ്റം വരെ സംഭവിക്കപ്പെടും. ഒരാൾ മദ്യത്തിന് മയക്കുമരുന്നിന് അഡിക്റ്റായി കൊണ്ടുവന്നാൽ ഞങ്ങൾ എത്ര ദിവസം ട്രീറ്റ് ചെയ്യാം? 21 ഡേയ്സ് ആണ്. ഇതാണ് 21 ഡേയ്സിന്റെ പ്രത്യേകത. നിങ്ങൾ സയൻസ് പഠിക്കുന്ന വിളിക്കാറുണ്ടോ? കുളിച്ചിരുന്ന കണ്ണാടും എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഭവമാണ്. കാരണം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളല്ലേ. ഇവിടെ ഒരാളെ പോലെ ഈ ലോകത്തിൽ എത്ര പേരുണ്ടാവും? 7 ആണോ 8 ആണോ? നിങ്ങളെ കൂട്ടിയുടെ കൂട്ടാണ്ട് 7? എത്ര? ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിൽ ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛനിൽ അത്രമാത്രം വിശ്വാസമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇനി മേലെ വൃത്തികേടും പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് വന്നേക്കാം. അപ്പോൾ ഒരാളെ പോലെ എത്ര പേരുള്ളൂ? ഒരാൾ മാത്രമേ. അതുകൊണ്ടല്ലേ നമ്മൾ കമ്പാരിസൺ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ അമ്മ പറയുകയാണ് നീ അവളെ കണ്ട പഠിക്കാൻ നമ്മൾ ചോദിക്കാൻ തള്ളക്ക് എല്ലാത്തിൻ്റെ കേട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലെ ആര് മാത്രമേ ഉള്ളൂ? നമ്മൾ മാത്രമുള്ളൂ. പിന്നെ 7, 8 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ക്ലാസ് ഇരിക്കുന്നതും 8 തരം കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ടാവും. 8 സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക. നിങ്ങൾക്കൊരു സക്സസ് ജേണിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം?
നമ്മുടെ വീക്ക്നെസ്സുകൾ എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ വീക്ക്നെസ്സിലാണ് നമ്മൾ പലപ്പോഴും വീണു പോകുന്നത്, പലരും പെട്ടുപോകുന്നതും, പലരും എത്ര കഴിവുള്ളവരും പ്രോബ്ലത്തിൽ പോകുന്നത് എങ്ങനെയാണ്? വീക്ക്നെസ്സിൽ ചെന്ന് പിടിക്കുമ്പോഴാണ്, വീക്ക്നെസ്സിൽ വീണ് പോകുമ്പോഴാണ്. അപ്പൊ കഴിവിനെ മാത്രം അറിഞ്ഞാൽ പോരാ, കഴിവ് കേടിനെ കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. അപ്പൊ ഈ ക്ലാസ് ഇരിക്കുന്ന 8 തരം വിഭാഗമുള്ള കുട്ടികൾ ക്ലാസ് ഇരിക്കുന്നുണ്ട്. ഈ 8 തരം കുട്ടികളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരെ കുറിച്ചും എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. നിങ്ങളുടെ ബുക്കും പേനയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടെങ്കിൽ എടുക്കാൻ നന്നായിരിക്കും. ബുക്ക് പേന ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈബുക്കു. ബുക്കില്ല, പേനയില്ല, ആ കൈബുക്ക് ആരൊക്കെയാണ്? 1 എല്ലാവർക്കും ഉണ്ട്. വെരി ഗുഡ്. ഇല്ലാത്തവർ കൈപോക്കിയാൽ മതിയാ, അറേഞ്ച് ചെയ്ത് തരാം. അതുകൊണ്ടാണ് ആ പോകട്ടെ. 1 ഒരാൾ മാത്രം ഇല്ലാണ്ടുള്ളൂ. മോനെ ആരോടെങ്കിലും ഇറങ്ങി മേടിക്കടാ. ബുക്ക് മേൻ എടുത്തില്ല, വളരെ ശ്രദ്ധയോട്. കോപ്പി അടിക്കരുത്, കാണിച്ചു കൊടുക്കരുത് കേട്ടോ. സിമ്പിൾ ആയ കാര്യം ചെയ്യാം. ഒരു സർക്കിൾ വരയ്ക്കൂ, ചെറിയ സർക്കിൾ, 2 രൂപ കോയിന്റെ വലിപ്പമുള്ള സർക്കിൾ വരയ്ക്കുക, ചെറിയ വൃത്തം. മോനെ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുന്നില്ല നിനക്ക് അവിടെ? മോന് ഇരിക്കാൻ പറ്റുന്നില്ലേ? ഇരിക്കാൻ പ്രയാസമുണ്ടോ? ചെറിയ വൃത്തം വരച്ചു, അതിനകത്ത് കുത്തിടും. ഇടോ അതിന് കോപ്പി അടിക്കണേ. എന്റെ പൊന്നെ, എന്ത് പറഞ്ഞാലും അപ്പുറത്തെ ബുക്കേലാ കാണുന്നത്. വൃത്തം വരച്ചു, അതിൽ കുത്തിട്ടു. ചെയ്തെല്ലാവരും യെസ് ഓർ നോ? യെസ് ഓർ നോ? വൃത്തത്തിന് വലിയ ഭംഗിയില്ലെങ്കിൽ കുത്തിട്ടത് ഏകദേശം മധ്യഭാഗത്താണ്. ശരിയോ തെറ്റോ? ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു മാറ്റം വരാൻ വേണ്ടി പാടാണ്. കാരണം ഞാൻ വൃത്തം വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അകത്ത് കുത്തരാൻ പറഞ്ഞു, നിങ്ങളോട് നടുക്ക് കുത്തരാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ കൃത്യമായി നടുക്കുന്നത്? ചില കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ടത്. എന്തിനാണ് നടുക്ക് തന്നെ കുത്തിട്ടത്? എന്തിനാണ്? എന്തിനാണ്? എന്തിന്? എന്തുകൊണ്ട്? ഇവിടെ നമ്മുടെ ബ്രെയിൻ്റെ ഫുഡ് എന്താണ്? തലച്ചോറിന്റെ ഭക്ഷണം. ഇവിടെ തലച്ചോറിന്റെ ഭക്ഷണം എന്താന്ന്? തലച്ചോറ് ഭക്ഷണം കൊടുക്കാറില്ല നിങ്ങൾ? ബ്രെയിൻ്റെ ഫുഡ് എന്താ? തോട്ട്സ് ആണ്, ചിന്തകൾ. അതുകൊണ്ടല്ലേ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ചിന്തിക്കാൻ പറയുന്നത് അതുകൊണ്ടല്ലേ? ചിന്തിക്കുന്നവരുടെ ബ്രെയിൻ മാത്രമേ ഡെവലപ്പ് ചെയ്യൂ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് നടുക്ക് കൂട്ടുന്നത് അറിയോ? ഏറ്റവും സിമ്പിളായി പറഞ്ഞ് ഇത്രമാത്രം പറയാം, ശീലിച്ചു പോയി. ശീലങ്ങൾ നമ്മുടെ പ്രവൃത്തികളാവും, പ്രവൃത്തികൾ ശീലങ്ങളാവും, ശീലങ്ങൾ സ്വഭാവമാവും, പിന്നീട് നമ്മളായി തീരും. അപ്പൊ എപ്പോഴോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ഒരു കുട്ടി ജനിച്ച് 0 to 7 ഏജ് കൊണ്ട് നിങ്ങളുടെ ബുദ്ധിവികാസത്തിന് 95% സംഭവിക്കപ്പെട്ട് കഴിയും. അവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കും. അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെ നിങ്ങൾ വിചാരിച്ച ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാറ്റാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, ബോറടിക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ്. എത്രമാത്രം തീവ്രമായിട്ട് വിചാരിച്ചാൽ പോലും നമുക്ക് പലതും ചെയ്യാൻ പറ്റാതെ പോകുന്നതും, അല്ലെങ്കിൽ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നാകാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ്. ഇവിടെ കിടക്കുന്ന ബ്രെയിനിൽ കിടക്കുന്ന ചില പാത്തുകളാണ്. ആ പാത്തുകളിലൂടെ മാത്രമാണ് നടക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പൊ അതെന്താണെന്ന് ബോധ്യപ്പെടാനും അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണമെങ്കിൽ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയുള്ള ചെറിയൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി നിവർന്നിരിക്കുക. എല്ലാവരും പരസ്പരം കോപ്പി അടിക്കരുത്. സിമ്പിളായിട്ടൊരു കാര്യം മാത്രം ചെയ്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്കിത് പറ്റും. ഇനി എന്നോടൊരു ചോദ്യം കൊണ്ട് ചോദിക്കരുത്. പറയുന്ന കാര്യം കേട്ടിട്ട് അപ്പം തന്നെ അങ്ങ് ചെയ്തോളാം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. ഒരു ആനയുടെ പടം വരയ്ക്കുന്നു, എലിഫന്റ്. കോപ്പി അടിക്കരുത്, കാണിച്ചു കൊടുക്കരുത്. ഒരു ആനയുടെ പടം വരച്ചിട്ട് അപ്പം തന്നെ ബുക്ക് അടച്ചു വെച്ചോളൂ. കൂട്ടുകാരനെ പോലും കാണിച്ചു കൊടുക്കല്. നിങ്ങളുടെ സ്വഭാവം അവരെ മനസ്സിലാക്കിയ കൂട്ടുപോലും വെട്ടിക്കളയും. വരച്ചോ ഒരാളുടെ പടം വരച്ചോ, ബുക്കടച്ചു വെച്ചോ. മനസ്സിലെ രണ്ടുപേർക്കും ഒരു ബുക്ക്
കാണിച്ചു കൊടുക്കരുത്. വരച്ചില്ലേ? ഇനി വരയ്ക്കാത്തവരുടെ കൈമുഖോ? വരച്ച് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ലിസൺ ഹിയർ. ബുക്ക് അടച്ചു വെച്ചോളൂ. നിങ്ങൾ വരച്ച ആനയുടെ ചിത്രം ഞാൻ കാണുന്നില്ല. കാണാതെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാണാതെ ഞാൻ നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ 95% ഞാൻ പറയും. കണ്ടിട്ടാണ് പറയുന്നതെങ്കിൽ 100% സ്വഭാവം നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പൊ കാണാതെ നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമാക്കാൻ സാധിക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആനയെ വരയ്ക്കാൻ പറഞ്ഞ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ എത്ര തരം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ 8 തരം. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ 8 തരത്തിൽ ആനയെ വരയ്ക്കുന്നവരാണ്. ഓരോ തരത്തിലും ആനയെ വരച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിന് ഇന്ന പ്രത്യേകതയുണ്ട്. നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ സാധിക്കും. നിങ്ങളുടെ പഠനത്തെ അത് സഹായിക്കും, കരിയറിനെ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതൊരു വിഭാഗം കുട്ടികൾ ആനയെ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആന വലത് ഭാഗത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരു പടം വരച്ച കുട്ടികളാണ്. ആനയുടെ തുമ്പിക്ക് നിങ്ങളുടെ വലത് വീണ ഭാഗത്തായിരിക്കും. കുറച്ച് കുട്ടികൾ വരച്ചിരിക്കുന്ന ആനയുടെ തുമ്പിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചവരാണ്. അപ്പൊ ഇടത്തോട്ട് വരച്ചവരുണ്ട്, വലത്തോട്ട് വരച്ചവരുണ്ട്. ഇനി 6 കാറ്റഗറി കൂടിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വലത് ഭാഗത്തേക്ക് ആനയുടെ ചിത്രം വരച്ചവരുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മാറ്റേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി നിങ്ങൾ മാറ്റിക്കോണം. ഓക്കെ, വലത് ഭാഗത്തേക്ക് ആനയെ വരച്ചാൽ ഇതാണ് പ്രത്യേകത. ഇവർക്ക് പൊതുവെ ഓർമ്മശക്തി വളരെ കുറവായിരിക്കും. എത്ര പഠിച്ചാലും പരീക്ഷാ ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഇങ്ങനെ തലകിലടിക്കും. പണ്ടാണ് ഇന്നലെ കൂടെ പഠിച്ചാൽ കിട്ടത്തില്ല. കാരണം ഇവരുടെ റൈറ്റ് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ കുറച്ച് ഹാങ് ആണ്. റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ്, ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കലാണ്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾക്ക്, ബന്ധങ്ങൾക്ക്, ഈ പറയുന്ന റിലേഷനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ റൈറ്റ് സൈഡിലേക്ക് ആന വരച്ച ആൾക്കാർ. പ്രത്യേകതയാണ്, ഓർമ്മശക്തി കുറവായിരിക്കും, റൈറ്റ് ബ്രെയിൻ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണുക, പാട്ട് കേൾക്കുക, TV കാണുക, മൊബൈൽ ഫോൺ കളിക്കുക, ഇതൊക്കെ റൈറ്റ് ബ്രെയിൻ ചെയ്യുന്ന പ്രവർത്തിയാണ്. പഠിക്കുക, പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കുക, പരീക്ഷയ്ക്ക് എഴുതുക, ഇതൊക്കെ ലെഫ്റ്റ് ബ്രെയിൻ്റെ പ്രവർത്തനമാണ്. ഇവർക്ക് ലെഫ്റ്റ് ബ്രെയിൻ്റെ പ്രവർത്തനം കുറച്ച് കുറവും, റൈറ്റ് ബ്രെയിൻ നന്നായി ആക്റ്റീവായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് എടുക്കാൻ ഇവർക്ക് കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്നവരാണ് റൈറ്റ് സൈഡിലേക്ക് ആന വരച്ച ആൾക്കാർ. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് പോലും ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ കൊടുക്കാറുണ്ട്. SQRRR എന്ന് പറയുന്നൊരു ഫോർമുല. സർവേ ക്വസ്റ്റ്യൻസ്, റീഡ്, റിവൈസ് ആൻഡ് റിപ്പീറ്റ് എന്ന് പറയും. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സർവേ മൂഡിൽ ഇരിക്കണം. എപ്പോഴും ഏത് വിഷയത്തെക്കുറിച്ചാണ് ടീച്ചർ പഠിപ്പിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്, Q. പുസ്തകത്തിലില്ലാത്തൊരു ചോദ്യം നിങ്ങൾ കണ്ടെത്താൻ ശ്രദ്ധിക്കണം. റീഡ്, റിവൈസ്, റിപ്പീറ്റ്. വായിക്കുക, എഴുതുക. പഠനത്തിൽ കുറുക്കുവഴിയില്ല, എളുപ്പവഴികൾ മാത്രമേ ഉള്ളൂ. കുറുക്കുവഴിയിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് പ്രൊഫൈലിലേക്ക് ആന വരച്ചവർക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാനും കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്ന ആളായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇവരുടെ മനസ്സ് പളുങ്ക് പാത്രം പോലും കേട്ടോ. കൂടെ ഉണ്ടെങ്കിൽ കട്ടക്ക് നിൽക്കുന്നവരാണ് റൈറ്റ് പ്രൊഫൈലിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ. സൗഹൃദങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മണി മാനേജ്മെന്റ് ഇവർക്ക് തീരെ അറിയില്ല. വലിയ കാര്യങ്ങളെ കുറിച്ചല്ല ഇവർ ചിന്തിക്കുന്ന, കൂടുതൽ ചെറിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സുനാമി അടിക്കുമെന്ന് പറഞ്ഞാൽ ഇവർ കടൽ തീരത്ത് പോയിരിക്കും. മുട്ടുസൂചി കണ്ടില്ല, ഭ്രാന്ത് പിടിച്ചാണ് കാണാൻ പറ്റും. അതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. പിന്നെ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ ഇവർ കോംപ്രമൈസിന് തയ്യാറാണ്. സ്ഥായിയായ ദേഷ്യം ഒരിക്കലും മനസ്സിൽ വെക്കുന്നവരല്ല ഇവര്. പിന്നെ പബ്ലിക് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ, സ്വന്തം കാര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് റൈറ്റ് പ്രൊഫൈൽ ആൾക്കാരെന്ന് പറയുന്നത്. അസാമാന്യം നല്ല കഴിവും ശാന്ത സ്വഭാവമൊക്കെ ഉള്ളവരാണ്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇതാണ് റൈറ്റ് സൈഡിലേക്ക് ആന വരച്ചാൽ പ്രത്യേകത. ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കൈയ്യടി തന്നാൽ മതി. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇനി പ്രൊഫൈൽ വരച്ചവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇടത് ഭാഗത്തേക്ക് ആന വരച്ചവർ, ഇവരെ സംബന്ധിച്ചുള്ള റൈറ്റ് പ്രൊഫൈലുകാർക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാവും, ബുദ്ധിശക്തി അപാരമുള്ള ആൾക്കാരാണ്, ടാലന്റഡ് ആൾക്കാരാണ്, എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ നല്ല കഴിവുള്ളവരാണ്, എക്സ്ട്രാ ടാലന്റ് ഉള്ളവരാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ആന വരച്ച ആൾക്കാർ. പക്ഷെ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഒരു ഉപയോഗിക്കത്തില്ല, സംഗതിയൊക്കെ ഉണ്ടാവും. ഇവരുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾ സൂക്ഷിക്കണം. തിരിച്ചൊരു പണി കിട്ടാൻ സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. കാരണം ഇവരാരോടും ആ വഴക്കിന് അങ്ങോട്ട് പോകുന്നവരല്ല, അങ്ങോട്ട് എങ്ങനെ ഇടപെടുന്നു തിരിച്ചങ്ങനെ ഇടപെടുന്നവരാണ് ലെഫ്റ്റ് പ്രൊഫൈൽ ആൾക്കാർ എന്ന് പറയുന്നത്. പബ്ലിക് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാനും വലിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം, ചെറിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവർക്ക് അസാമാന്യ കഴിവൊക്കെ ഉള്ളവരാണ്. പിന്നെ ഇത്രയും കഴിവുണ്ടായിട്ടും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോകുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് 2 കൂട്ടുകാരുണ്ട്. അവരാണ് ഇവർ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ കൂട്ടുകാരുടെ പേരാണ് അലസതയും മടിയും. ഈ അലസതയും മടിയും മാറ്റി വെച്ചാൽ ഇവർ പണ്ടേ
ശരിയാണെങ്കിൽ മാത്രം ഒരു കൈ കൊടുത്തു. ഇനി ആനയുടെ പ്രൊഫൈല്, ഫ്രണ്ട് പ്രൊഫൈൽ, മൂന്നാമത്തെ പ്രൊഫൈൽ എങ്ങനെയാണ്? ആന ഇങ്ങനെ നിൽക്കുന്ന പടം. ഞാനിങ്ങനെ ഇവിടെ നിന്ന് നോക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നത് ഫ്രണ്ട് പ്രൊഫൈലില് വരയ്ക്കാൻ സാധ്യതയുള്ള ഒരു 13 കുട്ടികളാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഫ്രണ്ട് പ്രൊഫൈൽ വരച്ച കുട്ടികൾ മാത്രം ഒന്ന് കൈകൊണ്ടു. ആ പൊങ്ങട്ടെ. 1 2 3 4 5 6 7 8 9 10 12 13 കുട്ടികൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള പ്രൊഫൈലാണ്. ഇവരെ സംബന്ധിച്ചുള്ള എന്താണ്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം കുട്ടികൾ. ഇപ്പോൾ കൈപൊക്കിയ ഫ്രണ്ട് പ്രൊഫൈൽ വരച്ച കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ പോകേണ്ട മേഖല സത്യത്തിൽ IAS IPS പോലുള്ള പ്രൊഫൈലിലെത്തേണ്ട മോഡലുകളാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തോന്നും എന്നിട്ട് അവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവർ ആക്റ്റീവ് ആവില്ലെന്ന്. അവരുടെ ഏത് കുഴപ്പം എന്താണെന്നറിയോ? വേണ്ട കാര്യത്തെക്കാൾ കൂടുതൽ വേണ്ടാത്ത കാര്യത്തിന് പണിയെടുക്കുന്നവരാണ്. അതായത് വേണ്ടാത്ത കുറെ കൂതറ സ്വഭാവം ഇവരുടെ കാണും. അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാതെ പോകുന്നത്. പക്ഷെ ലോജിക് ഇമോഷൻ ക്ലാഷ് ആവാതെ പോകാൻ പറ്റുന്ന കുട്ടികളാണ് ഈ പറയുന്ന എക്സ്ട്രാ ടാലന്റ് ഉള്ളവരാണ് ഫ്രണ്ട് പ്രൊഫൈൽ വരച്ചവർ. ഇനി നാലാമത്തെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ആനയുടെ ബാക്ക് പ്രൊഫൈൽ വരച്ചാണ് ആന എങ്ങനെ നിൽക്കുന്ന പ്രൊഫൈൽ. ഞാൻ ഇവരെ കുറിച്ച് എല്ലാ കാര്യവും മൈക്കിലൂടെ പറയത്തില്ല കേട്ടോ. അയ്യോ, നിങ്ങൾ ഉദ്ദേശിച്ചൊന്നും അല്ല പോയത്. അതായത് നമ്മളൊരു വീട്ടിലേക്ക് ചെന്നാൽ കോളിമ്പൽ അടിച്ചതിനകത്തേക്ക് കയറുക. ഇവരാണെങ്കിൽ എന്ത് ചെയ്യും? പുറകെ കൂടെ എന്തിനും ഇവരുടേതായ ഒരു വഴി കണ്ടുപിടിക്കുന്നവരാണ് ബാക്ക് പ്രൊഫൈൽ. പക്ഷേ ആനയുടെ ബാക്ക് പ്രൊഫൈൽ വരച്ച ഒരു 5 കുട്ടികൾ മാത്രമാണ് ക്ലാസ് എടുത്ത് കൈ പൊക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന രീതിയിൽ സക്സസ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രൊഫൈലാണ് ബാക്ക് പ്രൊഫൈൽ. പക്ഷെ എന്ന് അവരവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നോ അന്ന് മാത്രമേ അവർക്ക് തിരിച്ചു വരാനും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സയന്റിസ്റ്റ് പോലുള്ള മേഖലയിലേക്ക് എത്തേണ്ട ആൾക്കാരാണ് ബാക്ക് പ്രൊഫൈൽ ആൾക്കാരെന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ ടാലന്റ് പലപ്പോഴും അവർ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ കളയുക ചെയ്യും. ഇനി ആറാമത്തെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് ആനയെ വരച്ചവരാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ആനയെ വരയ്ക്കാൻ, ഇവർ എളുപ്പത്തിൽ ആനയെ വരച്ച ഒരു വരയിട്ടിട്ട് പോലിട്ട് ആന മതിന്റെ അപ്പുറം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിന് കൈകാര്യം വെച്ചവരാണ്. ഒരിക്കൽ പോലും ആക്റ്റീവായിട്ട് ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. ഇവരൊക്കെ എപ്പോഴും പുറകിൽ ഫോഴ്സ് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രാ ബ്രില്യൻ്റ് ആൾക്കാരാണ്. ആനയുടെ ചിത്രം മതിലിന്റെ പുറകിൽ വരച്ചിരിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളാണ്. ഒരു 3 കുട്ടികൾ മാത്രമാണ് അങ്ങനെ ചിത്രം വരയ്ക്കാൻ സാധ്യത ഈ ക്ലാസ്സിലുള്ളത്. അപ്പൊ എന്തായാലും അതാണ് പ്രത്യേകിൽ. ആറാമത്തെ പ്രൊഫൈലാണ് ക്രിയേറ്റിവിറ്റി ഉള്ള ആന. ആന ചിന്ത വിളിക്കുന്നു, പടി ഇറങ്ങുന്നു, ആനപ്പുറത്ത് ആളിരിക്കുന്ന പടം, ആന പിണ്ടിട്ട് നിൽക്കുന്ന പടം, ആന ഭക്ഷണം കഴിക്കുന്ന പടം. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ആനയെ വരച്ചവരാണ്. ക്രിയാത്മകമായിട്ട് ആനയെ വരച്ചോ ആ ചിത്രം കണ്ടെങ്കിൽ മാത്രമേ സ്വഭാവം പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചിത്രം വരച്ചവരുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് പൊക്കി കാണിക്കും, ഇവിടെ കൊണ്ടുവരും ചെയ്താൽ മൊത്തം സ്വഭാവം ഞാൻ പറയാം. ഇനി നാണക്കേടാണെങ്കിൽ ചിത്രം വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി, ഞാൻ മൊത്തം സ്വഭാവം എഴുതി വിട്ടേക്കാം. പോരെ? ക്രിയേറ്റിവിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. കാണട്ടെ നിന്റെ ക്രിയേറ്റിവിറ്റി. കണ്ടോ? ക്രിയാത്മകമായിട്ട് ഫ്രണ്ട് പ്രൊഫൈൽ വരച്ച് ആനപ്പുറത്ത് ആളിരിക്കുന്നു, ആന പൂരപ്പുറത്ത് നിൽക്കുന്ന പോലെയൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം വരച്ച ആളാണ്. സൂപ്പർ. ഇനി ഏഴാമത്തെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ആന വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പടമാണ്. പക്ഷെ നോക്കുന്ന ഫ്രണ്ടിലേക്കാണ്, റൈറ്റ് ഫ്രണ്ട് പ്രൊഫൈൽ. പിന്നെ എട്ടാമത്തെ പ്രൊഫൈൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി നിൽക്കുന്നു, ഫ്രണ്ടിലേക്ക് നോക്കുന്നു, ലെഫ്റ്റ് ഫ്രണ്ട് പ്രൊഫൈൽ. ഇതാണ് 8 തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരെ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി +2 +1 എക്സാമിനേഷനെ സമീപിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആനയ്ക്ക് 4 കാല് വരച്ചവരുന്ന് കൈവെക്കൂ. കൈ താഴ്ത്തുകയുള്ളൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറവുള്ള കാറ്റഗറിയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത കുറവ്. കാരണം ആനയ്ക്ക് 4 കാല് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റിസ്ക് എടുക്കാൻ ഇവരൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരു മാറ്റത്തിന് ഇവർ തയ്യാറല്ല. കംഫർട്ട് സോൺ തേടി പോകുന്നവരാണ് ആന 4 കാല് വരയ്ക്കുന്നത്. ആനയ്ക്ക് കാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നതിൽ തോന്നലാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ കാറ്റഗറിയിലേക്ക് നമ്മൾ വരണം. ഇനി ശ്രദ്ധിക്കൂ, ആനയ്ക്ക് കണ്ണ് വരച്ചവർ ബഹുഭൂരിപക്ഷം കുട്ടികളുണ്ട്. പക്ഷേ ചെവി വരച്ചവർ, ആനയുടെ ശരീരത്തിനൊത്ത ചെവി വരച്ചവർ ക്ലാസ്സിൽ ഇരിക്കുന്നത് വളരെ കുറവാണ്. ചെവി വരച്ചവർ എന്ന് കൈവെക്കൂ. ആനയുടെ ശരീരത്തിനൊത്ത ചെവി നോക്കൂ. പകുതി കുട്ടികളെ ചെവി വരച്ചിട്ടുണ്ട്. കൈ താത്തികളും വരയ്ക്കുന്നവരാണ്.
ചെവി വരയ്ക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോക്കസ് പല വഴിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ പോലും നോക്കും, ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധ തീരെ കുറവാണ്. പല വഴിയിലേക്ക് ശ്രദ്ധ മാറിപ്പോകുന്ന കുട്ടികളാണ് ക്ലാസ്സിലിരിക്കുന്നത്. ശ്രദ്ധ പോകാന്ന് പറഞ്ഞാൽ പല വഴിയിലേക്ക് പോകും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പുസ്തകം തുറന്നു വെച്ചു, മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയോളജിയാണ്. ബയോളജിയിൽ അമീബയുടെ പടം മനസ്സിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമീബയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. കണ്ണു വെച്ച്, മൂക്ക് വെച്ചു, കയ്യിൽ വെച്ചു അമീബയ്ക്ക് അമീബ സ്ത്രീനെ ഇളകാൻ തുടങ്ങുന്നു. പിന്നെ അമീബ കാണുന്നത് ചിലപ്പോൾ നയൻതാരയോ കാവ്യമാധവനോ ഋതിക് റോഷനോ ദുൽഖർ സൽമാനോ ഫഹദ് ഫാസിലോ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾ രൂപത്തിലേക്ക് അമീബ മാറും. ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ മാറിപ്പുറന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഫോക്കസ് മാറിപ്പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കൂ. സാർ എനിക്കങ്ങനെ ഇടയ്ക്ക് ചിന്ത പോകാറുണ്ട് സാർ, ഒന്ന് കൈവെക്കൂ. ആ പോകുന്നവരൊക്കെ ചിന്തകൾ ഇടയ്ക്ക് ഇങ്ങനെ മാറിപ്പോകുന്ന കുട്ടികൾ ആരൊക്കെ ഒന്ന് കൈവെക്കൂ. ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 18 കുട്ടികൾ മാത്രമാണ് ചിന്ത മാറിപ്പോകുന്നത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഡീസന്റ് കുട്ടികളാണ്. നിങ്ങളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ചിന്ത മാറിപ്പോകുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും നന്നൊരു കൗൺസിലിംഗ് കൊടുത്തവർ എങ്ങനെയെങ്കിലും നന്നാക്കി എടുത്തോളാം. മാറാത്ത ആൾക്കാർ ടെൻഷൻ പിടിക്കേണ്ട. പിന്നെ ചിന്ത വരുന്നില്ല എന്ന് പറഞ്ഞ് സത്യസന്ധമാണെങ്കിൽ, അത് എന്നെ പറ്റിക്കാൻ പറഞ്ഞോ, സത്യസന്ധമാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് നല്ലൊരു ഫിസിഷ്യനെയോ ഒരു ഗൈനക്കോളജിസ്റ്റിനോ പോയിട്ട് കാണണം. കാരണം ഈ പ്രായമായിട്ടും അങ്ങനത്തെ ഒരു ചിന്തയും നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ എന്തോ ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. ഇവിടെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ 46 ക്രോമസോം 23 ജോഡിയായിട്ട് നമ്മുടെ ശരീരം ഉപയോഗമാകുമ്പോൾ 2 ജോഡി ക്രോമസോം ശ്രദ്ധിക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാറേ ക്രോമസോം ഇരണ്ടാണ് ഞാൻ ജനിച്ചത് ആണെങ്കിൽ ഇപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങും. പിന്നെ അല്ലെങ്കിൽ ജീവിതം കട്ടപ്പോയാലും കേട്ടോ. ചിന്ത വരില്ല എന്ന് പറഞ്ഞത് ചിന്ത വരാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ സമൂഹത്തിലോ സംസ്കാരത്തിലോ ഇങ്ങനെയൊന്നും ഓപ്പണായിട്ട് അവർ സംസാരിക്കാറില്ല. നേരെ മറിച്ച് അമേരിക്കയിൽ 12 വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ ബോറടിച്ചിരിക്കുന്നു, പഠിക്കുന്നില്ല, ഉറക്കിയിൽ അമ്മയ്ക്ക് ടെൻഷൻ, ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവൾക്ക് വയസ്സ് 12 ആയില്ലേ, സ്വന്തമായിട്ടൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടാത്ത കുഴപ്പം. അമ്മ വെച്ച കഷ്ടം എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുഴപ്പമില്ല, ഞാൻ വേണ്ടി ഇപ്പൊ തന്നെ അറേഞ്ച് ചെയ്താൽ തോന്നുന്നു. ഡോക്ടർ അപ്പം തന്നെ അറേഞ്ച് ചെയ്തു. പെൺകുട്ടി രാവിലെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോകും, ലേറ്റായിട്ട് തിരിച്ചു വരും. അമ്മയ്ക്ക് സന്തോഷം, മകൾക്ക് സന്തോഷം. സ്ഥലം എവിടെയായിരുന്നു? അമേരിക്ക. കൈപോക്കാത്ത പല കുട്ടികളും ചിന്തിക്കുന്നു പണ്ടാറ് അവിടെ അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു. നടക്കുന്നില്ലോ. അമേരിക്കയിൽ 12 വയസ്സുള്ള പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ടെൻഷനാണ്. ഇവിടെ 12 വേണ്ട 18 വയസ്സിൽ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അമ്മയ്ക്ക് സംഭവിക്കുന്നത് എന്തായിരിക്കും? പോയല്ലോ പൊന്നെ സർവ്വതും തറന്നല്ലോ ഓടി വരാൻ പറയും. നേരെ മറിച്ച് കാരണം അമ്മയുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണ്. ഓരോ നാടിനും ഓരോ സംസ്കാരമുണ്ട്. ഞാനതിന് ഇങ്ങനെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല സാർ. ഇതാണെങ്കിൽ സാർ ഈ സ്കൂളിൽ നിന്ന് പോകേണ്ടത്. ഉറക്കൊന്നുമില്ല, കണ്ണോ 500 കുഴപ്പമില്ല, പറയും സാർ സബ്ജക്റ്റ് കൊള്ളാലോ. ചില കുട്ടികളുടെ മുഖമൊക്കെ മാറി. സാർ ഇത്രയും നാൾ കൂടി എവിടെയായിരുന്നു, ഈ പോകുന്ന പോക്കിനാണോ വന്നേന്ന്. എന്തായാലും ഞാൻ പറയാൻ കാരണം പറ്റുന്നുള്ള സ്വാഭാവികമായിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ക്യാമ്പസാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഇടപെടുമ്പോൾ ഒരു കെമിസ്ട്രിയൊക്കെ വർക്ക് പണിയുള്ള സാധ്യത ഉണ്ടാവും. കെമിസ്ട്രി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു ആൺകുട്ടി വിളിച്ച് അത് വിളിച്ച് ഇവിടെ കിട്ടും, പെൺകുട്ടി വിളിച്ച് ഇപ്പുറത്ത് കിട്ടും. നിങ്ങൾ എന്താ പറയാ? എന്ത് പറയും? ലൈവ് വിക്ക് ട്യൂൺ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? കണക്ഷൻ എടുക്കുക, ചാല് വെട്ടുക, ചൂണ്ടയിടുക, ടാപ്പ് ചെയ്യുക. പ്രേമം, പ്രണയം, പ്യാർ, കാതൽ, ഇഷ്ക്, മൊഹബത്ത്. തൃശ്ശൂർ ഒരു സ്കൂളിൽ ചെറുപ്പം കുട്ടികൾ പുതിയൊരു പേര് ഡിംഗോൾഫ് ചെയ്യാറ്. അങ്ങനെ ഉണ്ടോ? എറണാകുളത്തൊക്കെ പറയുന്ന സുനാപ്ലിക്കേഷൻ ആണ്. പക്ഷെ എനിക്കൊന്നേ പറയാമല്ലോ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും പ്രേമമൊന്നും പ്രണയമൊന്നും നിങ്ങൾ പറയുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും പ്രേമം എന്താണെന്നറിയോ നിങ്ങൾക്ക്? പ്രേമം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അറിയില്ല? അറിയണോ? എടോ വേണോ വേണ്ടിയോ? ഒന്ന് വേണോ വേണ്ടിയോ? ഇപ്പൊ നീയൊക്കെ കാണിച്ച ആവേശം 100 പഠിക്കണം. ക്ലാസ്സിൽ കാണിച്ചിട്ട് ഇന്ന് രക്ഷപ്പെട്ട് പോയേനെ. അവന്റെ ഞരമ്പ് തെളിയാ വേണോ? എടാ പ്രേമം എന്ന് വെച്ചാൽ ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ പെൺകുട്ടിക്ക് ആൺകുട്ടിയോടോ ഏതെങ്കിലും ഒരു ഉപാധി വെച്ച് തോന്നുന്ന വികാരത്തിന് പറയുന്നവരാണ് പ്രേമം. ഫോർ എക്സാമ്പിൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അവൻ ഇഷ്ടപ്പെടുന്ന എന്തോന്ന് അവളിൽ കാണും. അവളുടെ കണ്ണോ മൂക്കോ ഹെയർസ്റ്റൈലോ ബോഡി സ്ട്രക്ചറോ എന്തോ കണ്ടെത്തുന്ന വികാരമാണ്. അതുകൊണ്ടാണ് മക്കളെ ഒരിക്കലും പ്രേമിച്ച് വിവാഹം കഴിക്കലും മണ്ടത്തരമാണ്. കാരണം കണ്ടു ഇഷ്ടപ്പെട്ട് പ്രേമിച്ചു, വിവാഹം കഴിച്ചു, 4 വർഷം കഴിഞ്ഞ് 2 പിള്ളേരും ഉണ്ടായി, അവളുടെ കണ്ണിന് ഓപ്പറേഷൻ നടന്ന് അവന്റെ പ്രേമവും തീർന്നു. ഇനി പ്രണയം, അത് അൺകണ്ടീഷണലാണ്. ഒരു ബാധ്യമില്ലാതെ ഒരു വ്യക്തിയെ വസ്തുത ഇഷ്ടപ്പെടാൻ സാധിച്ചാൽ അതിന് പറയുന്നവരാണ് പ്രണയം. അതൊരിക്കൽ 10-25 വയസ്സിലേക്ക് പ്രണയമൊക്കെ ഫീൽ ചെയ്യുള്ളൂ. ഈ പ്രായത്തിൽ പ്രണയിക്കാൻ പറ്റുന്ന കുഴപ്പമുണ്ട്. സാധാരണ പറയാറുണ്ട് വിദ്യാർത്ഥീന പ്രണയം, പ്രണയാർത്ഥീന വിദ്യ. വിദ്യാർത്ഥികൾക്ക് പ്രണയവുമില്ല, പ്രണയാർത്ഥികൾക്ക് വിദ്യയില്ല. പ്രണയത്തിന്റെ പുറകെ പോയി നമ്മുടെ വിദ്യ നഷ്ടപ്പെടും, വിദ്യ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്. പിന്നെ പ്രണയത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഏറ്റവും അധികം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ബ്രേക്കപ്പ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
റിലേഷൻ ഉണ്ടായിട്ട് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുമ്പോൾ വല്ലാണ്ട് അസ്വസ്ഥ. ആൺകുട്ടിയാണെങ്കിലോ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വെടികൊണ്ട് വെടികൊണ്ട് നടക്കും. പെൺകുട്ടിയാണെങ്കിൽ കുളിക്കാത്ത കയറി ആകെ സങ്കടപ്പെട്ടിരിക്കും, ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട, ആർക്കും എന്നോട് സ്നേഹമില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്ക്, ഇങ്ങനെ വിചാരിച്ച് ബ്രെയിനൊക്കെ എടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വരഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രായമാകാത്തത് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രണയവുമില്ല, പ്രണയാർത്ഥികൾക്ക് വിദ്യയില്ലെന്ന് പറയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കെമിസ്ട്രി വർക്കൗട്ട് എന്ന് പറഞ്ഞു. ആ കെമിസ്ട്രി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ, അത് ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടപെടുമ്പോൾ ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ്. ഒരു നല്ല സൗഹൃദത്തിന്റെ അന്തരീക്ഷം എപ്പോഴും ഉണ്ടാവണം. അപ്പൊ സൗഹൃദത്തിന്റെ കെമിസ്ട്രി എന്നും എക്കാലം ഈ ക്യാമ്പസിൽ ഉണ്ടാവട്ടെ ഞാൻ വിനീതമായിട്ട് ആഗ്രഹിച്ചു പോകുന്നു. കുഴപ്പമുണ്ടാവുമോ? ബുദ്ധിമുട്ടാവുമോ? പ്രശ്നമുണ്ടോ? ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കെമിസ്ട്രി എത്രയായാലും കെമിസ്ട്രി ഒരിക്കലും ബയോളജി ആക്കരുത്. സാറിന് എങ്ങനെയൊക്കെ പറയുന്നത്? കെമിസ്ട്രി ആയാലും ഈസി ആയിട്ട് ഞാനത് സൈക്കോളജി കൊണ്ട് കൈകാര്യം ചെയ്യും. പക്ഷെ ബയോളജി ആയാലും പിന്നെ സൈക്കോളജി, സുവോളജി, സോഷ്യോളജി പോലെ അവസാനം ഗൈനക്കോളജി തന്നെ ഇടപെടേണ്ടി വരും. കാരണം ഇല മുള്ളരി വീണാലും കേടാർക്ക മക്കളെ? ആർക്ക്? ഇലക്കല്ല മക്കളെ, മുള്ളിനാടാ നിന്റെയൊക്കെ മൊനൊടിഞ്ഞു പോകും. ഞാൻ വിചാരിച്ചു ഇലയ്ക്ക് മാത്രമേ കേടുള്ളൂ. കേരളത്തിൽ 6000 ആൺകുട്ടികൾ 6000 പെൺകുട്ടികൾ സർവേക്ക് വിധേയരാക്കി. ഈ സർവേയുടെ റിസൾട്ട് ആ മുള്ളിന്റെ മൊഴിയുടെ എനിക്ക് മനസ്സിലായത്. സംഭവം ഞാൻ കാണിച്ചു തരാം. സ്വന്തമായിട്ട് മൊബൈൽ ഫോണുള്ള പെൺകുട്ടികളൊന്ന് കൈകൊണ്ടു. സ്വന്തം മൊബൈൽ ഫോൺ, ഇവിടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ചന്ദ്രത്തിൽ ലൈറ്റൊക്കെ തെളിയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആർക്കുമില്ല, 4 പേർക്കുള്ളൂ കൈ താത്തിക്കും. പക്ഷെ ആൺകുട്ടികൾ നിങ്ങളെ പോലെ തന്നെയുള്ളൂ. കാര്യശരി ഞങ്ങളിൽ ചെറിയ സ്വഭാവമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ എവിടെ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയും. കാരണം നിങ്ങൾക്ക് ഇവിടെ സ്വന്തം മൊബൈൽ ആൺകുട്ടികൾ കാണിച്ചു കൊടുക്കും, കണ്ടു മുൻകടിക്കണോ ഞങ്ങളുടെ സത്യസന്ധത നിഷ്കളങ്കത കൈ താത്തിക്കണം മക്കളെ, കൈ താത്തിക്കണം. പക്ഷെ പെൺകുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഒരു ഉപയോഗിക്കും. ആരുടെ? അമ്മയൊക്കെ പണി കഴിഞ്ഞ് വരാൻ വേണ്ടി അവരിങ്ങനെ കാത്തു നിൽക്കും. നമ്മൾക്ക് അവർക്ക് നിർമ്മിച്ചു കൊടുക്കാനാണ്. അതിനല്ല, മൊബൈൽ ഫോൺ കിട്ടാനാണ്. കിട്ടിയ അവിടെ അതുകൊണ്ട് മുരടത്തേക്ക് ഒറ്റ ഓടാണ് കേട്ടോ. അവിടെ പോയിട്ട് ഞെക്കണ സ്പീഡ് കണ്ട പഞ്ചായത്ത് ഓഫീസിൽ പണി കൊടുക്കാൻ അത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്യാം. പെൺകുട്ടി അമ്മയുടെ മൊബൈൽ ഫോൺ മേടിച്ച് മെസ്സേജ് വിട്ട് കളിച്ച് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായി, ദോഷം ആർക്കായിരിക്കും? ആർക്ക്? അമ്മയ്ക്കല്ല, ആൺകുട്ടികൾക്കാണ്. കേരളത്തിൽ ടീനേജിലെ പെൺകുട്ടികൾ ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ കേരളത്തിൽ ഒരു 35-40% ആൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിഷാദ രോഗത്തിലേക്ക് പോവുക. നിലാവത്തൂഷയുടെ കോഴിക്കോട് നടക്കുന്നത്. അവന്റെ മുടിയൊക്കെ ഉണ്ടോ? കൊരട്ടിപ്പള്ളിയുടെ മേൽക്കൂരമാണ്. മുടിയുടെ ഫ്രണ്ട് മറ്റേ ലൈലാൻഡ് ഒരു മോഡറ്റ് മുക്കി പോലെ. പാൻറ്റൊക്കെ കണ്ടോടെ പേപ്പറോ നടക്കുന്ന പോലെയാണ്. ഡാൻ വിളിച്ച് എപ്പോ അഴിഞ്ഞു ചോദിച്ചാൽ മതി. ഇതൊക്കെ വിഷാദരോഗത്തിന്റെ സിംറ്റംസ് ആണ് കേട്ടോ. എങ്ങനെയാണ് പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് വിഷാദരോഗങ്ങൾ സർവേ നടത്തി? സംഭവം എന്നറിയോ? പെൺകുട്ടി മൊബൈൽ കിട്ടിയ അവിടെ ആൺകുട്ടിക്ക് ഒരു മെസ്സേജ്, നീ ഡുണ്ടോ? എടോ ഉണ്ടോന്നോ ഒന്നും അറിയാത്തവളെ അടിയാൻ വെച്ചിരുന്നു. തിരിച്ചു വിട്ട് ഞാൻ ഡുണ്ടു പിന്നെ മൊത്തം ഡുണ്ടു കളികളാണ്. ഈ ഡുണ്ടു കളിക്കുമ്പോൾ ആൺകുട്ടി മൊബൈൽ ഫോൺ അമ്മേനെയാണ്, അമ്മ അത് മേടിച്ചുകൊണ്ട് വെക്കുന്നത്. തിരിച്ചെന്നാൽ അവർക്കറിയാം 10:30 കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് 11:30 മെസ്സേജ് വരുന്നില്ല. അപ്പൊ അമ്മ വിചാരിച്ചു, എടാ ഇനി എന്റെ മെസ്സേജ് ഞാൻ അവളുടെ അമ്മ കണ്ടിട്ട് ഇനി എന്റെ അമ്മേനെ തിരിച്ചു വിളിച്ച് മൊത്തം പ്രശ്നമാകുമോ? അതെന്തോ ആയിരിക്കില്ല, അവളെന്തായാലും അയക്കും. പക്ഷെ 12 മണിയായിട്ട് മെസ്സേജ്. അപ്പൊ അവന്റെ ബുദ്ധി ഇടപെട്ടു, എടാ ഇന്നിന് മെസ്സേജ് വരില്ല. അപ്പൊ മനസ്സ് പറയാം ചിലപ്പോൾ വന്നാലോ. ബുദ്ധി പറയുന്നു വരില്ല, മനസ്സ് പറയുന്നു വരില്ല. കൺഫ്യൂഷൻ. അവളുടെ മുഖം മാത്രം മനസ്സിൽ വിചാരിച്ച് വൈബ്രേഷൻ മൊബൈൽ ഫോൺ ഇട്ടിട്ട് ഹൃദയഭാഗത്ത് വെച്ച് എല്ലാവരും മയങ്ങിപ്പോയി. ഇടയ്ക്കൽ ഞെട്ടി എഴുന്നേറ്റ് മെസ്സേജ് വന്നിട്ടില്ല. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നോക്കി, മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ബുദ്ധി പറയും, എടാ ഞാൻ പറഞ്ഞില്ല ഇന്നലെ മെസ്സേജ് വരുന്നത്. അപ്പോൾ മനസ്സ് പറയും, ശരിയെ ഞാൻ പൊട്ടം പോടെ, ആർക്കും ഇവരുടെ സ്നേഹമില്ല, ഞാൻ വിചാരിച്ചൊന്നും നടക്കില്ല. ഇത് നിരവധി ദിവസം അറിയാതെ ഇവരൊരു വിഷാദ രോഗത്തിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഏറെ മുള്ളിൽ വീണാലും കേടാകുന്ന മക്കളെ, മുള്ളിൻ്റെ മുരടേണ്ട ആര് നോക്കണം? നമ്മൾ നോക്കണം. ഇവർക്ക് കുഴപ്പമുണ്ടാവുള്ളൂ. കാരണം ഈശ്വരൻ ഏറ്റവും കൂടുതൽ കഴിവ് നൽകിയത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ? ആർക്ക്? പെൺകുട്ടിക്കോ? ആൺകുട്ടിക്കില്ലാത്ത എന്ത് കഴിവാണ് പെൺകുട്ടികളോ? ചുമ്മാ കളിച്ച് പറയണ്ടേ? എടോ, ആൺകുട്ടികൾക്കില്ലാത്ത എന്ത് കഴിവോ പെൺകുട്ടികൾക്കുള്ളത്? എന്ത് കറക്റ്റാ പറയുമ്പോളെ? എന്താ ആൺകുട്ടിക്കില്ലാത്ത എന്ത് കഴിവുള്ളത്? എന്തുണ്ട്? എന്ത് ആൺകുട്ടിക്കില്ലാത്ത എന്തെങ്കിലും കഴിവുണ്ടോ? എന്താണ്? സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ. കറക്റ്റാ പറയൂ. പ്രസവം. പ്രസവം ഒരു കഴിവാണോ? ആണോ? എടോ, നിങ്ങളുടെ നാട്ടില് ഗർഭിണികൾ വഴി കൂടി ഇങ്ങനെയാണ് നടക്കുന്നത്. കഴിവോടെ എന്റെ കഴിവ്.
എടോ പ്രസവം എന്ന് പറയുന്ന ഒരു കഴിവൊന്നുമല്ല, അത് ഈശ്വരന്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന എല്ലാവരും കുട്ടികൾ ഉണ്ടാവാറുണ്ടോ? ആ പ്രസവം ഭാഗ്യമല്ലേ? എടോ നിങ്ങളുടെ അച്ഛനൊക്കെ നിങ്ങളെങ്ങനെ ഉണ്ടായത്? ആമസോണിൽ മേടിച്ച ആണോ? ലുലുമാളിൽ മേടിച്ചാണോ? എടോ അച്ഛനും അമ്മയെ സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ ഈശ്വരൻ കൊടുത്ത് ഏറ്റവും നല്ല സൗഭാഗ്യമല്ലേ നമ്മള്. അപ്പൊ അതുകൊണ്ട് പ്രസവ കഴിവല്ല കേട്ടോ. പിന്നെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ കഴിവുള്ളത്. അത് പ്രസവമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഒരു സമയം ഒരു പെൺകുട്ടിക്ക് 5 കാര്യം ചെയ്യാൻ പറ്റും, ആൺകുട്ടികൾക്ക് ഒരെണ്ണേ ചെയ്യാൻ പറ്റും. ഒരു കൈ പുസ്തകം മറ്റേക്ക് മൊബൈൽ വെച്ചുകൊണ്ടാണ് ഡുണ്ട് കളിക്കുന്നത്. നമുക്ക് ഒറ്റ കളിയെ നടക്കുള്ളൂ മക്കളെ. ബുൾഡോസർ തവള പോലെ ആയി. ഓർമ്മശക്തിയുള്ള ആർക്കാണ്? പെൺകുട്ടികൾക്കാണ്. നമ്മുടെ മെമ്മറി 1 GB, ഇത് 3 GB ഡേറ്റാസാണ്. നോക്കൂ, ഒബ്സർവേഷൻ കപ്പാസിറ്റി കൂടുതൽ പെൺകുട്ടികൾക്കാണ് നമ്മളെക്കാൾ കൂടുതൽ. ഇനി കോൺസെൻട്രേഷൻ കൂടുതൽ ആർക്കാ? പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കുന്നുണ്ടല്ലോ, വെടിക്കെട്ട് പോലെ വണ്ടിയുടെ കയറി പോകും. നമ്മളതിന്റെ പുറകെ പിടിച്ചാൽ അതുപോലെ തിരിച്ചു വരും. വേറെ വണ്ടിക്കകത്തായിരിക്കും മാത്രമേ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടാവും. എടാ പെൺകുട്ടികൾ സ്പീഡിൽ പോകുന്ന അവർക്ക് സ്പീഡ് ത്രില്ലായിട്ടല്ല, കോൺസെൻട്രേഷൻ കൂടിയിട്ടാ. ഞാനും തെറ്റിദ്ധരിച്ചു. കോളേജ് പഠിക്കുന്ന സമയത്തിന് RS ബൈക്കൊക്കെ മേടിച്ച് ഞാൻ ചെയ്തു, സൗണ്ടൊക്കെ മാറ്റി. പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിലെത്തിയാൽ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ പറക്കലാണ് കേട്ടോ. 1000കണക്കിന് പെൺകുട്ടികൾക്കാണ് എന്നോട് പ്രേമവും പ്രണയവും തോന്നിയെന്ന് ഞാൻ വിചാരിച്ചത്. 6 മാസക്കാലം ഞാനിങ്ങനെ പറന്നുപോയി. ഒരു ദിവസം ബൈക്ക് കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ വേറൊരുത്തർ ഇതുപോലെ ഒറ്റ പറന്നു പോക്കല്. അപ്പോൾ ഒരു പെൺകുട്ടിയുള്ള കൂട്ടുകാർക്ക് ചോദിക്കുക, ഏത് പൊട്ടനാണ് ഇപ്പോൾ പോയത്? 6 മാസക്കാലം പെട്രോളും കത്തിച്ച് എൻ്റെ പൈസയും നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി എല്ലാ തരത്തിലും നോക്കിയാൽ ആൺകുട്ടിയേക്കാൾ കൂടുതൽ കഴിവ് പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ? പെൺകുട്ടികൾക്കാണ്. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നോ ഉണ്ടെന്നോ? ഇവിടെ അഭിമാനമില്ലേ? കഴിവുകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ലേ? യെസ് ഓർ നോ? അഭിമാനിച്ചുള്ളൂ. ചെറിയൊരു ഉപകാരം മാത്രം ചെയ്താൽ മതി കേട്ടോ. ദൈവം ഇതുങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. എവിടെയെങ്കിലും ഒക്കെ രക്ഷപ്പെടണോ? ഈ ഡുണ്ടുകൾ ചെല്ലാൻ നേട്ടം ഉണ്ടാക്കാനാ. അപ്പൊ ഏല മുള്ളിൽ വിടാനും കേടാർക്കാം. മുള്ളിലുണ്ട്. ഏലയുടെ കാര്യം പറഞ്ഞു കേട്ടോ, കേടുറപ്പാ. എനിക്കൊരു അനുഭവം ഉണ്ടായത്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നപ്പോൾ തന്നെ അവളുടെ പ്രശ്നം മനസ്സിലാക്കി, ഫോണാണെന്ന് മനസ്സിലാക്കി. ഞാൻ ഫോൺ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അവൾ 1 മാസം കഴിഞ്ഞ് കണ്ടിന്യൂസ് എന്നെ മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. അവസാനം ഒരു മെസ്സേജ്, ഗുഡ് ബൈ എന്ന്. ഞാൻ ഗുഡ് ബൈ ആണോ ഗുഡ് നൈറ്റ് ആണോ? ഞാൻ വിളിച്ചപ്പോൾ കുട്ടി പറയാണ്, സാറിന് വിളിച്ചിട്ട് കിട്ടിയില്ല, കുറച്ച് ഗുളിക എടുത്ത് കഴിച്ച് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഗുളികയുടെ പേര് വേണം വേണ്ട, മനസ്സിലാക്കി കിഡ്നി അടിച്ചു വലിയ സമയം വേണ്ട. ഞാൻ എന്ത് ചെയ്തു? വണ്ടി എടുത്തിട്ട് കൊച്ചിന്റെ വീട്ടിലേക്ക് പറഞ്ഞു. കാരണം അവസാനത്തെ വിളി മെസ്സേജ് പോലെ എൻ്റെ മൊബൈലിലേക്കാണ്. നേരം എടുത്താൽ നിങ്ങൾ എൻ്റെ ഗതി ആലോചിച്ചോളൂ. വീട്ടിൽ ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടി കിടക്കുന്നു, മതിലടിക്കകത്ത് കിടന്ന് കോളിമ്പല്ലടിച്ചു. അമ്മ ഒന്ന് വാതിൽ തുറന്നു. കാര്യം പറഞ്ഞപ്പോൾ തന്നെ അമ്മ ബോധം കണ്ട് അവിടെ വീണു. അച്ഛൻ ചെക്കിൽ ഇങ്ങനെ ഇടപെടി, ഒന്നും വേണ്ടിയില്ല. വാതിൽ എവിടെ പഠിച്ച് അകത്ത് കിടന്ന് കൊച്ചിനെടുത്ത് വണ്ടിക്കകത്ത് ബോധമില്ലാത്ത തള്ളേനെ വണ്ടിക്കകത്ത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. വാഷിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. വാഷിംഗ് റൂമിൽ കേട്ടിട്ടുണ്ടോ? തടിയുടെ വലിയ ഡെസ്കുണ്ട്. വിഷം കഴിച്ചാൽ മലത്തേക്ക് എടുത്ത് കൈകാലം തോർത്തോട്ട് കെട്ടിയിടും. വായിലേക്കൊരു തടിക്കഷം കുത്തി കയറ്റി. അതിന് നടുക്കൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ ഒരു ഗാർഡൻ ഹൗസ് പൈപ്പ് ഇട്ടിട്ട് വയറ്റിലേക്ക് പൈപ്പ് എത്തുമ്പോൾ മേളിൽ കയറി ഒരാൾ നിന്ന് അതിലൂടെ വെള്ളം പിടിക്കും. മേലിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പിൽ എത്തുമ്പോൾ വയറ്റിൽ കിടക്കുന്ന സാധനമൊക്കെ ഊറ്റിയത് പുറത്തു വരും. ഇങ്ങനെയാണ് കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. എന്താ ഈ കുട്ടി സ്ഥലത്തിനകത്ത് കുടഞ്ഞെടുക്കുക, ആരും വിളിപ്പിക്കുക, അമ്മയുടെ ബോധപ്പെട്ട് കിടക്കുക. ഞാൻ അടുത്തൊരു 5 രൂപ കൊടുത്തു. പുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വസ്ത്രം കൂരി കളഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ നൈറ്റിക്ക് മേടിച്ചിട്ട് ഈ സ്ഥലം തിരിച്ചു കൊടുത്തു. ഞാൻ ചുമ്മാ എന്ത് പറ്റി? സാർ, എനിക്കൊരു കൂട്ടുകാരി, അവളുമായിട്ടൊരു കമ്പൻഷനിക്ക് വേണ്ടി പോയി. അവൾക്കൊരു കൂട്ടുകാരനുണ്ട്, സോറി ഒരു സഹോദരനുണ്ട്. ഞാൻ ആ സഹോദരനുമായിട്ട് മെല്ലെ അടുപ്പം കൂടി വന്നപ്പോൾ ചില കാര്യങ്ങൾ അവനോട് ആവശ്യപ്പെട്ടു, ചിലതൊക്കെ ഞാൻ വിട്ടുകൊടുത്തു. പക്ഷെ അവൻ്റെ പ്രത്യേകതയുണ്ട്, എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ മൊബൈൽ ഫോൺ വീഡിയോയിൽ എഴുതി വയ്ക്കുമായിരുന്നു. ഞാനിത് അറിഞ്ഞിരുന്നില്ല. കൂട്ടുകാരെ അവൻ കൊണ്ട് കാണിച്ച് അവരുടെ മുമ്പിൽ അവൻ ഷൈൻ ചെയ്തപ്പോൾ ഞാൻ ഒന്നുമല്ലാതായി പോയി സാർ ഇത് കണ്ടപ്പോൾ. എന്തായാലും ഞാൻ മൊബൈൽ ഫോൺ മാറ്റി വെച്ചപ്പോൾ അവൻ്റെ ഭീഷണി, ഈ വീഡിയോ നിന്റെ അച്ഛനും പോയി കാണാതിരിക്കണമെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ തന്നെ പറ്റും. പലപ്പോഴായിട്ട് അവൾക്ക് വഴങ്ങിയിട്ട് വന്നു. അവസാനം കൂട്ടുകാർ വരെ ഇതേ ആവശ്യം വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചാണ് സാർ. ഒരാവേശ നേരത്ത് ഇറങ്ങി പുറപ്പെടാൻ എളുപ്പമാണ് മക്കളെ, തിരിച്ചു വരാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് എസ് എന്ന വാക്ക് പറയാൻ പഠിക്കുന്ന വാക്ക് പഠിച്ചോണം. നോ എന്നൊരു വാക്ക് ഫ്രണ്ട് ഓർ റിലേറ്റീവ് ആരാവട്ടെ നമുക്ക് പറ്റാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നൊരിക്കൽ നിങ്ങൾക്കത് പറയേണ്ടി വരുന്നുണ്ടാവില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ മെസ്സേജ് അയക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഉണ്ടോ, ഉറങ്ങിയോ, കിടന്നോ, സുഖമാണോ? ഈ ചോദ്യങ്ങളുടെ അവസാനം നിങ്ങളെ ബെഡ്റൂമിലേക്ക് എത്തുന്ന സമയത്തേക്ക് നീ ഒറ്റയ്ക്കാണോ, ആരെങ്കിലും കാണോ ഞാൻ മെസ്സേജ് അയച്ചാൽ ഞാനിത് വിളിച്ചോട്ടെ, എന്ന് വീഡിയോ കോൾ കണ്ടോട്ടെ, എനിക്ക് നിന്റെ കണ്ണെന്ന് കാണിക്കൂ, കൈ കാണിക്കൂ, കാല് കാണിക്കൂ, അവസാനം ഉടുപ്പൂരി കാണിക്കാൻ പറയുമ്പോൾ എന്തിനാണ് ഊരി കാണിക്കണത്? ഇത്രയുള്ള മക്കൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യം. എവിടെ ഇരുന്നുകൊണ്ട് ഒരുത്തൻ നിങ്ങളുടെ ശരീരത്തെ കാണണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, അവൻ നിങ്ങളോട് 1% പോലും സ്നേഹമല്ല, നിങ്ങളുടെ ശരീരത്തോടുള്ള ആസക്തി കൊണ്ട് മാത്രമാണ്. അത്തരം ചോദ്യങ്ങളുടെ മറുപടി ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ആ കോൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരം ബന്ധങ്ങളിലേക്ക് ബൈബിളിൽ പറയുന്ന മഹത്തരമായ ഒരു വാക്യം നിങ്ങൾ ഓർത്തോണം. അപരിചിതരായിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകരുത്. 1-2 ദിവസം പരിചയമുള്ള ഒരാളെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോവാം. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഒരു കാര്യം അന്വേഷിക്കാൻ ചെന്നതാണ്. ഒരു ആൺകുട്ടിയുമായിട്ട് 1 മാസം മാത്രം ചാറ്റിംഗ്, 1 ദിവസം 1 മണിക്കൂർ മാത്രമേ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഫിസിക്കലി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ പെൺകുട്ടി 3 മാസം പ്രഗ്നന്റ് ആണ്. പെൺകുട്ടി ആൺകുട്ടി തേടിപ്പോയി, അവസാനം പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് അവർക്കുണ്ടായി. എത്രയോ അബദ്ധങ്ങൾ, എത്ര കണ്ടാലും എത്ര കേട്ടാലും നമുക്കിത് മനസ്സിലാവാതെ പോകുന്നൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് അത്തരം സൗഹൃദങ്ങളല്ല നമുക്ക് ആവശ്യം. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ഭാഷ എന്താണ്? മനസ്സിന്റെ ഭാഷ എന്താണ്? മനസ്സിന്റെ ഭാഷ എന്താണ്? ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്ന മനസ്സിനോട് ബ്രെയിനോട് ടീച്ചർ പഠിപ്പിക്കുക. ബ്രെയിനോട് പഠിപ്പിച്ച് ടീച്ചർ ചോദിച്ചു ബ്രെയിനിലായെന്നുള്ള മനസ്സിലായോ? എന്താ ചോദിക്കുക? എന്നാ പിന്നെ ബ്രെയിനിലാന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ മനസ്സിന്റെ ഭാഷയിലല്ല ടീച്ചർ പഠിപ്പിച്ചത്. മനസ്സിന്റെ ഭാഷ എന്താണെന്നറിയോ? ഇമേജുകളാണ്. എന്താണ്? ഇമേജുകൾ. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള മസാല ദോശ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അത് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇമേജ് കിട്ടിയത്. കാണാത്തൊരു പക്ഷം ഞാൻ പറയാം, ചൈനീസ് ഫുഡാണ് ഒറാങ്കു. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ബ്രെയിൻ കൺഫ്യൂഷൻ അല്ലേ? ബ്രെയിൻ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി മനസ്സിലാകാത്തത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ ആ തോളത്ത് കേട്ടിരിക്കുന്നതാണ് ആ താങ്കൾ തന്നെ. അല്ലയോ മഹാനുഭാവ, ഒന്ന് ഫ്രണ്ടിലേക്ക് വരൂ. ആ കസരയോട് എടുത്തോളൂ. മോനെ. അത് തന്നെ അവിടെ ഇരുന്നു മോനെ. അവൻ അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ മൊത്തത്തിലൊരാൾക്കാർ റെഡിയായിക്കോളൂ. എവിടെ ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. എനിക്ക് നിങ്ങൾ എല്ലാവരെയും കണ്ടുകൂടെ? പിന്നെ കുട്ടികളല്ലേ, ഈ ഒരു ക്ലാസ്സിന്റെ ഈ ഒരു ഇതിന്റെ കലാലയ ജീവിതത്തിന്റെ അവസാന ദിവസമൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ വെറുതെ വഴക്കിട്ട് നിങ്ങളോട് ബോറടിപ്പിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളോട് സൗഹൃദപരമായിട്ട് പെരുമാറി പോകുന്നതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇടപെടാൻ അറിയാവുള്ളൂ. അപ്പോൾ തീർച്ചയായും പിന്നെ അറ്റൻറ്റീവ് അല്ലാത്ത കുട്ടികളെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയിരുന്നു നിങ്ങൾ കുറച്ചുകൂടി അലർത്താം. നമുക്ക് കുറേ സമയം ഇരിക്കുമ്പോൾ നമുക്ക് റെസ്യൂസൊക്കെ ഉണ്ടാവും. എന്നാലും ശ്രദ്ധിച്ചോളൂ. ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ് അവസാനിപ്പിക്കുക, 15 മിനിറ്റ് ക്ലാസ് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ എന്താണ് നമ്മുടെ മനസ്സിന്റെ ഭാഷ? എന്താണ്? ഇപ്പോൾ ഇമേജുകളാണ്. എന്താണ്? അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിന് ഇമേജ് ചെയ്ത് പിക്ചറൈസ് ചെയ്യപ്പെടണം. ഒരു ഡോക്ടർ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ പടം വെട്ടി ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിന്റെ തല വെട്ടി മാറ്റി നിങ്ങളുടെ തല അവിടെ വെട്ടി വെക്കണം. ഒറിജിനൽ അല്ല പടത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ന് മുതൽ നിങ്ങൾ ഡോക്ടറെ കണ്ടു തുടങ്ങുന്നോ അന്ന് മുതൽ നിങ്ങൾ അതിലേക്ക് എത്താനുള്ള സാധ്യത കൂടിക്കൂടി വരും. അതാണ് ഇമേജുകളാണ് നമ്മുടെ മനസ്സിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ പ്രായത്തിൽ പല ഇമേജുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. ഞാൻ കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയുന്നത് വിശ്വസിക്കുന്നു. ചോദിച്ചോട്ടെ, കുഴപ്പമുണ്ടാവും. ഒരു ആൺകുട്ടി പെൺകുട്ടി കൈപിടിച്ചുകൊണ്ട് സ്കൂൾ വരാന്തരോട് നടക്കുന്ന തെറ്റോ ശരി? ആൺകുട്ടി പെൺകുട്ടി സ്കൂൾ വരാന്തരോടെ കൈപിടിച്ച് നടന്നു പോകുന്നത് തെറ്റാണോ ശരിയാണോ? നിങ്ങളുടെ ആംഗിളിലാണ് ഞാൻ ചോദിച്ചത്. ടീച്ചറിന്റെ ഭാഷയിലോ നിങ്ങളുടെ പേരൻസിന്റെ സൈഡിൽ നല്ല ചോദിച്ചു. നിങ്ങളുടെ ലെവലിൽ തെറ്റോ ശരിയോ? തെറ്റുണ്ടോ? ആൺകുട്ടി പെൺകുട്ടി തോളത്ത് കൈയിട്ട് നടക്കുന്ന തെറ്റോ ശരിയോ? തെറ്റുണ്ടോ? ആൺകുട്ടി പെൺകുട്ടി ഒരുമിച്ച് പോയി ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ചാൽ മുല്ലപ്പുരേട്ട പൊട്ടി പോവോ? സ്കൂൾ ബിൽഡിങ്ങിൽ താഴെ വീഴുവോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അധ്യാപകർ മാതാപിതാക്കൾ പറയുന്നത് അത് ചെയ്യേണ്ടത്? നിങ്ങൾ തോളത്ത് കയറ്റി കിടക്കുക നിങ്ങളുടെ അമ്മ കണ്ടാൽ അമ്മ പറയും എനിക്ക് അവൾ എൻ്റെ മോള് തന്നെ എന്ന് പറയുമോ? അമ്മയ്ക്കത് പറയാനാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ കുറച്ചും പറഞ്ഞില്ലേ, മനസ്സിന്റെ ഭാഷ എന്താ? ഇമേജുകൾ. 20 വർഷം ഞങ്ങളുടെ അച്ഛനമ്മ സ്കൂളിൽ പഠിച്ചിട്ട് പോയപ്പോൾ അവരിങ്ങനെ ആൺകുട്ടി പെൺകുട്ടി കൈപിടിച്ച് നടക്കുന്ന കണ്ടിട്ടില്ല, കണ്ടതൊക്കെ തെറ്റായ വഴിക്ക് പോയതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അവർക്ക് തോന്നും ഈ അപകടത്തിലേക്ക് വിടരുത് എന്റെ മക്കളെ തോന്നുകൊണ്ടാണ് അവർ അസ്വസ്ഥരായി തീരുന്നത്. നിങ്ങളുടെ വീട്ടിൽ പല്ലിയെ വറുത്ത് തിന്നാറുണ്ടോ? പാറ്റയെ ചുട്ട് തിന്നാറുണ്ടോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ശീലിക്കാത്തതുകൊണ്ടല്ലേ. നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ഓടുന്ന ബസ്സിൽ ഒരാൾ ചാടിക്കയറാൻ ശ്രമിച്ചു, ബസ്സിൽ നിന്ന് താഴെ വീണ് ആക്സിഡന്റ് ആയി. ഈ കാഴ്ച നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ ബസ്സിൽ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കയറാൻ പറയോ കയറണമെന്ന് പറയുമോ? നിങ്ങൾ ചൈനയിൽ പോയി പഠിച്ചു, പല്ലിയെ മാറ്റം തിന്നാൻ പഠിച്ചിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ അച്ഛനും ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കാണുന്ന ഭിത്തിയേക്കൂടെ വലിയൊരു പല്ല് നടന്നു പോകുന്നു. നിങ്ങൾ അതിനെ ചാടിപ്പിടിച്ച് അടുപ്പിലിട്ട് ചുട്ട് അവിടെ വെച്ച് നിന്നാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കണ്ടമ്പടിയോട് രക്ഷപ്പെട്ട് കളയും. കാരണം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കാം കൈപിടിച്ച് നടക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യണോ ചെയ്യാതിരിക്കണോ? തെറ്റോ ശരിയോ ഞാൻ ചോദിക്കുന്നില്ല. അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ ചെയ്യണോ ചെയ്യാതിരിക്കണോ? പറയണോ? ചെയ്യാതെ ഇരിക്കുന്നതാണ് നമ്മുടെ മാന്യത. അപ്പൊ കൈപിടിച്ച് നടക്കണോ? തോളത്തിലേക്ക് നടക്കണോ? വേണോ വേണ്ടയോ?
വേണോ വേണ്ടയോ എന്ന് വേണ്ടെന്നുള്ള കൈയടിച്ച് പാസ്സാക്കും. പിന്നെ കഴിക്കണതിനാ അയ്യോ കൈയടി തീരെ കുറവാണല്ലോ, പലർക്കും കൈയടിക്കാൻ മടിയാണല്ലോ, അപ്പൊ കൈ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഏകദേശം 20 വർഷമായി ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നിട്ട് ഏകദേശം 10,000-ഓളം ക്ലാസ്സുകൾ കടന്നു പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളെയും മാതാപിതാക്കൾ അധ്യാപകരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. കൈ പിടിക്കണോ വേണ്ടയോ ചോദിച്ചാൽ ഞാൻ പറയും ഉറപ്പായിട്ടും പിടിക്കാം. ആരുടെ കൈ എവിടെ വെച്ച് എപ്പോൾ എന്നുള്ളതിന് മാത്രമാണ് പ്രത്യേകത. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈയടിച്ച് പാസ്സാക്കാം. നിങ്ങൾ 6 പേര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, 7ാമത് കുട്ടി മാറിയിരുന്ന ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ മാറിയിരുന്ന് കഴിക്കുന്ന കുട്ടിയുടെ പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ ആ പാത്രത്തിൽ ചോറുണ്ട്, മുട്ട പൊരിച്ചുണ്ട്, മീൻ പൊരിച്ചുണ്ട്, കോവയ്ക്ക മെഴുകുരുട്ടി, തക്കാളി കറി, പപ്പടം, തൈര്, ചമ്മന്തി, അച്ചാർ. എന്തുകൊണ്ടാണ് അവൾ ആർക്കും തരാതെ ഭക്ഷണം കഴിക്കുന്നതോ? അവളുടെ അസുഖത്തിന്റെ പേരാണ് ആക്രാന്തം മയനിയ. പിന്നെ നിങ്ങൾ ആ പാത്രത്തിലേക്ക് നോക്കല്ല മക്കൾ, അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ. എന്നാൽ നിങ്ങൾ 6 പേര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ 7ാമതൊരു കുട്ടി മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ പാത്രം നോക്കിയപ്പോൾ ആ പാത്രത്തിൽ ചോറും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ പാത്രത്തിൽ മീൻ പൊരിച്ചോ മുട്ട പൊരിച്ചോ എടുത്ത് അവന്റെ അല്ലെങ്കിൽ അവളുടെ പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ സാധിച്ചാൽ അതിന് പറയുന്ന പേരാണ് മക്കളെ സൗഹൃദം എന്നുള്ളത്. ഇഷ്ടപ്പെട്ടവന്റെ കൈപിടിച്ചുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ഓടുന്നതല്ല സൗഹൃദം. അർഹതപ്പെട്ടവന്റെ കൈപിടിക്കുന്നതിന് പറയുന്നവരുടെ സൗഹൃദം എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ മാത്രം കൈയെടുത്ത് പാസ്സാക്കുന്നു. നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെട്ടവനെ തേടി പോകുമ്പോൾ അർഹതപ്പെട്ടവൻ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ വീട് കിടക്കുമ്പോൾ ആണോ പെണ്ണോ എന്ന് നോക്കിയിട്ടാണോ നിങ്ങൾ കൈപിടിച്ചെഴുന്നേൽക്കുക? സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണെന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ട് മാതാപിതാക്കൾ അസ്വസ്ഥരാകുന്നു? എന്നും പത്രവാർത്ത കണ്ടു കഴിയുമ്പോൾ അവർ അസ്വസ്ഥരായി പോകും. കാരണം പെൺ സുഹൃത്തിനെ ആൺ സുഹൃത്ത് കൊന്നു, ആൺ സുഹൃത്തിനെ പെൺ സുഹൃത്ത് അപായപ്പെടുത്തി. ഒരിക്കൽ പോലും ഈ ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ്. ഒരു സൗഹൃദം ഒരിക്കൽ പോലും ഒരു അപകടത്തിലേക്ക് തള്ളിവിടില്ല. പക്ഷെ ഇന്ന് സൗഹൃദം നടിച്ചിട്ടാണ് അപകടത്തിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് കാണരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടും ക്ഷേമങ്ങളും മനസ്സിലാക്കുന്നവരെ നിങ്ങൾക്ക് ആ തരത്തിൽ തിരിച്ചറിയണം. 1-2 ദിവസം കൊണ്ടുള്ള ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കേണ്ടത് ചിലപ്പോൾ വർഷങ്ങൾ നീണ്ട യാത്രയിലൂടെ ആയിരിക്കും ഒരു നല്ല സൗഹൃദം നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തുക. ഞാൻ ഇതേപോലെ ഒരു സ്കൂളിൽ, പത്തനംതിട്ട ഒരു സ്കൂളിൽ, സാധാരണ സ്കൂളിൽ ഇതുപോലെ +1 +2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ എന്താ ചോദിക്കാണെന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികളാരും ചോദിക്കുന്നില്ല. എന്നാൽ പിന്നെ എഴുതിക്കൊണ്ടിരാൻ ചോദിച്ചു. അപ്പോൾ എഴുതാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കുക, സാർ എന്തും എഴുതാവുള്ളൂ? +2 പഠിക്കുന്ന കുട്ടികൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. കുട്ടികൾ പലരും എഴുതിക്കൊണ്ട്, സാർ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഒരു പെൺകുട്ടി എഴുതിയാണ്, സാർ എനിക്കൊരു ഉടുപ്പ് മേടിച്ചു തരാമോ? ഒരു പെൺകുട്ടി അങ്ങനെ എഴുതിയപ്പോൾ ഞാൻ ഓർത്തു, അവൾ എന്താ കളിയാക്കാൻ വേണ്ടി എഴുതിയാണോ? ഞാൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവളെ യൂണിഫോം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എഴുതിയിൽ എന്തൊരു കാര്യമുണ്ട്. ഞാൻ സുമോടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാ സാർ. എൻ്റെ അമ്മ അയൽവക്കത്തെ വീട്ടിൽ പണിതിട്ട് എന്നെ വളർത്തുന്നത്. എൻ്റെ അമ്മ ഇതുവരെ പുതിയൊരു ഉടുപ്പ് വാങ്ങി നൽകിയില്ല സാർ. ഞാൻ അവളുടെ അമ്മയെ വിളിച്ചെടുത്താൽ പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ ചോദിച്ചു, മോളിങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ. അമ്മ കരയാൻ തുടങ്ങി. ഞങ്ങൾ കുട്ടികളെല്ലാവരും ചേർന്ന് ഉടുപ്പ് മേടിച്ച് അവൾക്ക് കൊടുത്താൽ അമ്മയ്ക്ക് സങ്കടമുണ്ടോ? അമ്മ കരയും പ്രശ്നമുണ്ടോ? അമ്മ കരയാൻ തുടങ്ങി. ഞങ്ങൾ കുട്ടികളെല്ലാവരും മിഠായി വാങ്ങുന്നത് പൈസ ചേർത്ത് വെച്ച്, അധ്യാപകർ എന്ന പൈസയും ചേർത്ത് വെച്ച് ഒരു ഉടുപ്പ് മേടിച്ച് ആ കുട്ടിക്ക് ഇടിച്ചു കൊടുത്ത് അവളെ കൊണ്ട് ക്ലാസ് എഴുതിയിട്ട് ആ ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു തിളക്കമുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ വരാന്തരുടെ കൈപിടിച്ച് നടന്നപ്പോഴോ റോഡിലൂടെ തോളത്ത് കയറ്റുമ്പോഴോ ഐസ്ക്രീം പാറിൽ പോരുന്ന ഐസ്ക്രീം കഴിച്ച് ഒരാൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത തിളക്കം എനിക്ക് ആ കുട്ടിയുടെ കണ്ണിൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു തിളക്കം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രവൃത്തിയോ വാക്കോ കൊണ്ട് ഒരാളുടെയെങ്കിലും കണ്ണിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് പറയുന്ന പേരാണ് മക്കളെ സൗഹൃദം എന്നുള്ളത്. അത്തരം സൗഹൃദങ്ങളായിരിക്കണം നമ്മുടെയൊക്കെ കലാലയങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോടെ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്ന ഒരു നന്മകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പരാജയപ്പെടണം. നമ്മൾ പലപ്പോഴും ഒരാളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു സ്കൂളിൽ ചെന്നപ്പോൾ +2 പഠിക്കുന്ന 11 കുട്ടികൾ +1 പഠിക്കുന്ന ഒരു കുട്ടിയെ റോഡിൽ ഇട്ടുമായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ചെല്ലുക. പണ്ടത്തെ സൗഹൃദങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഏറ്റവും ഇടിയും സംഘർഷമൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടാവും. പക്ഷെ ഒരാളുടെ ശരീരത്തെ പോലും വേദനിപ്പിക്കുന്ന സൗഹൃദമായിരുന്നില്ല. അവന്റെ വേദന എന്റെ വേദനയായിട്ട് തിരിച്ചറിയുന്ന സൗഹൃദമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല നടക്കുന്നത്. അപ്പോൾ നമുക്ക് ജയിക്കാൻ വേണ്ടി ഒരാളെ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വിജയം എന്ന് പറയുന്നത് വേറൊരാളെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്നവരോ അവനവന്റെ പരിമിതികളെ മറികടക്കുമ്പോൾ കിട്ടുന്നതിന് പറയുന്നവരാണ് വിജയം എന്ന് പറയുന്നത്. അങ്ങനെ പരിമിതികളെ മറികടന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ടായിരുന്നു.
ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിലാഗ്രഹം എനിക്ക് ഫുട്ബോൾ കളിക്കാരനാവണമെന്ന് മാത്രമായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കളിക്കളത്തിൽ ചേർന്നപ്പോൾ അവരെ കൂട്ടുകാരും കളിക്കളത്തിലേക്ക് ഇറക്കാൻ തയ്യാറായില്ല. കളിക്കളത്തിൽ നിന്ന് മാറ്റി നിർത്തിയ കുട്ടിക്ക് മനസ്സിലായി ഇവരാരും എന്നെ ഇനി കളിക്കാൻ കൂട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് പറയാണ്, ഡോക്ടർ എന്നെ ഒരാളും കളിക്കാൻ ചേർക്കുന്നില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കളിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. അച്ഛനും അമ്മയും കൂടിയാണ് ഡോക്ടറുടെ എത്തിയത്. ഡോക്ടർ അവനെ പരിശോധിച്ചിട്ട് പറയാണ്, നിന്റെ കൂട്ടുകാരോടൊപ്പം നിനക്കിപ്പോൾ ഉയരം വയ്ക്കുന്നില്ല, നിന്റെ ശരീരത്തിൽ ഉയരം വയ്ക്കാനുള്ള ഹോർമോൺ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് നിനക്കൊരിക്കലും അവരോടൊപ്പം കളിക്കാനാവില്ലെന്ന് പറയുമ്പോൾ കുട്ടി പറയാണ്, എനിക്ക് ഫുട്ബോൾ കളിച്ചേ പറ്റുള്ളൂ. എൻ്റെ ശരീരത്തിലേക്ക് ആ ഉയരം വയ്ക്കാനുള്ള ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യാൻ പറയുമ്പോൾ ഡോക്ടർ പറയാണ്, അത് വേദനാജനകമായ കാര്യമാണ്, നിനക്കൊരിക്കലും അത് താങ്ങാൻ സാധിക്കില്ല. പക്ഷെ കുട്ടിയുടെ നിർബന്ധം സഹിക്കാതെ കോടിക്കണക്കിന് രൂപ ചെലവുള്ള ആ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ തയ്യാറായി. ആ കുട്ടിയുടെ ഉറച്ച വിശ്വാസം, ഒരു ഫുട്ബോൾ കളിക്കാരെന്ന ആഗ്രഹം, അങ്ങനെ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് നീണ്ട 15 വർഷക്കാലം ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ കുട്ടി മെല്ലെ പൊക്കം വെക്കാൻ തുടങ്ങി. അങ്ങനെ പൊക്കം വെച്ച് 5 അടി 7 ഇഞ്ച് പൊക്കം വെച്ചുകൊണ്ട് ലോക ഫുട്ബോളിലേക്ക് കടന്നു വന്നുകൊണ്ട് ബോളിനെടുത്ത് അമ്മാനം ആടിക്കൊണ്ട് ഗോൾ വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് അവരുടെ ബോൾ കടന്നുപോയപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോളിൽ അവൻ സ്വർണ്ണ കപ്പും മേടിച്ചുകൊണ്ട് അവന്റെ നാട്ടിലേക്ക് അഭിമാനത്തോടെ പോയ കുട്ടിയുടെ പേരായിരുന്നു ലയണൽ മെസ്സി എന്നുള്ളത്. മെസ്സി ഇഞ്ചക്ഷൻ വെച്ചത് അവന്റെ സ്വപ്നങ്ങൾ ഉയർത്താനാണെങ്കിൽ നമ്മുടെ കുട്ടികൾ കാട്ടിലും മേട്ടിലും കടത്തിന്റെയും പോരുന്ന ഇഞ്ചക്ഷൻ വെച്ചത് മയക്കുമരുന്നായിരുന്നു. ഈ ക്ലാസ്സിലിരിക്കുന്ന എത്ര കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, കഞ്ചാവ് വലിക്കുന്നവരാണെന്നോ എനിക്കറിയാൻ പറ്റില്ല, ടീച്ചർമാർക്ക് അറിയാൻ പറ്റില്ല, എക്സൈസിനോ പോലീസിനോ അറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ സൗഹൃദങ്ങൾ ഇരുന്നുകൊണ്ട് അത്തരം കൂട്ടുകെട്ടുകൾ പോകുന്നവരുണ്ടെങ്കിൽ അവരെ കൂടെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കാണോ? അവിടെ അധ്യാപകർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവർക്ക് അതിന്റെ പരിശീലനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിന് പറയുന്നവരാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആ തരത്തിലേക്ക് നമുക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. ഞാൻ എറണാകുളത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ 2500 പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറയാം, സാർ അടുത്ത ഞായറാഴ്ച എന്തായാലും ഞങ്ങളുടെ സ്കൂളിൽ വരണം സാർ. ഞാൻ ഇവിടുത്തെ പ്രത്യേകത സാറ്, ഞങ്ങൾ എല്ലാ മാസവും മിഠായി വാങ്ങുന്ന പൈസ ചേർത്ത് വെച്ച് ഈ നാട്ടിൽ വീടില്ലാത്ത ആൾക്ക് വീട് വെച്ച് കൊടുത്തു സാർ. ഞാൻ ഈ വീട് എന്താ പ്രത്യേകത? ഇത് 12ാമത്തെ വീടാണ് സാർ. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് സാർ വീട്. ഞാൻ അവർക്ക് എന്താ പ്രത്യേകത? സാർ 11 വീട് വെക്കാനും എന്തോ നാടി എണീക്കണോ? ഏത് ക്ലാസ്സിൽ പഠിക്കണോ? മിനിമം ഒരു 8ാം ക്ലാസ്സിന്റെ നിലവാരം കാണിക്കണം. വെറുതെ ഇരുന്ന് അവനെ കെട്ടിപ്പിടിക്കുന്ന സ്റ്റാൻഡേർഡ് ഒക്കെ വേണ്ട വാ വേണ്ടേ? അവന്റെ പേര് പറയും. ഏത് ക്ലാസ്സിൽ പഠിക്കും? ഞാൻ ആ കുട്ടിയുടെ പ്രത്യേകം ചോദിച്ചു. 11 വീട് വെക്കാനും 250 രൂപ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രിൻസിപ്പൾ അവളുടെ വീടിനടുത്ത് ചെന്നപ്പോൾ ആരോ പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ താമസിക്കുന്നത്. ടീച്ചർ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് വീടൊന്നും കാണാനില്ല. ഒരു 4 കമ്പിൽ പ്ലാസ്റ്റിക് ഷെഡ് മറച്ചൊരു ഷെഡുണ്ട്. ടീച്ചറെ കണ്ടത് പെൺകുട്ടി അയൽപക്കത്തെ വീട്ടിലേക്ക് ഓടി. ഒരു കസര അവിടെ മുറ്റത്തിട്ട് കൊടുത്തു. അവളുടെ വീട്ടിൽ കസരയില്ല കേട്ടോ. ആ കസരയിൽ നിന്ന് ടീച്ചർ ഷെഡിന് മുമ്പിലുള്ള കട്ടൻ മാറ്റി അകത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ആ ഷെഡിനകത്ത് മാസ്റ്റർ ടീച്ചറും അവളുടെ ബെഡ്റൂമും ഡൈനിങ് ഹാളും ഒക്കെ ഈ 4 തൂണിനകത്താണ്. നിലത്തിരാൾ കിടക്കുന്ന ടീച്ചർ ചോദിച്ചു, ഇതാരമോളെ? 9 വർഷമായിട്ട് അച്ഛൻ ബസ് നിന്ന് കിടക്കുവാണ്. എൻ്റെ അമ്മ ലോട്ടറി വീട്ടിൽ നിന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്ന സാറേ. എൻ്റെ അമ്മ ലോട്ടറി വീട്ടിൽ കിട്ടുന്ന പൈസയിൽ നിന്ന് ചെലവ് കഴിഞ്ഞ 250 രൂപ മിച്ചം വെച്ച പെൺകുട്ടി ഈ 11 വീട് വെക്കാൻ സ്കൂളിൽ കൊണ്ട് 250 രൂപ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഒരാളോട് പോലും പറഞ്ഞില്ല എനിക്ക് വീടില്ലാന്ന്. ആടാനും പാടാനും കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും 2 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല വീടില്ലാത്ത കുട്ടിയാണ് നമ്മളോടൊപ്പം ക്ലാസ്സിലുള്ളതെന്ന്. അവളുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് വേണ്ടി ഞാൻ ചെറിയൊരു സമ്മാനം വാങ്ങി ചെല്ലുമ്പോൾ അവളുടെ കയ്യിലേക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ കണ്ടൊരു തിളക്കമുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ കൈപിടിച്ചപ്പോഴോ ചേർന്ന് നടന്നപ്പോഴോ ഒരാൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത തിളക്കമാണ് എനിക്ക് ആ കുട്ടിയുടെ കണ്ണിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ ഒരു തിളക്കം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളുടെയെങ്കിലും കണ്ണിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് പറയുന്നവരാണല്ലോ സൗഹൃദം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടവന്റെ കൈ പിടിച്ചുകൊണ്ട് ഓടുന്നതല്ല സൗഹൃദം, അർഹതപ്പെട്ടവന്റെ കൈ പിടിക്കുന്നതിന് പറയുന്നവരാണ് സൗഹൃദം എന്നുള്ളത്. നമ്മളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഞാൻ ബുദ്ധിയില്ലാത്ത കുട്ടികളുടെ സ്കൂളിൽ പോയി. മെന്റലി ഇറിറ്റേറ്റ് എന്ന് പറയും MR കുട്ടികൾ.
ഇത്തരം കുട്ടികളുടെ പ്രത്യേകത ആന്റിബയോട്ടിക് മരുന്ന് കഴിച്ച് എപ്പോഴും അവരുടെ വായിലേക്ക് ഉമ്മുനീര് വരുന്നുണ്ടാവും. ഇതിന് പ്രത്യേക മണമാണ്, പലർക്കും ഒരു ഇഷ്ടമല്ല. അതുകൊണ്ട് അവരടുത്തേക്ക് പോലും പലരും പോകാറില്ല, ബന്ധുക്കൾ പോലും പോകാറില്ല. ഞാൻ ഇത്തരം കുട്ടികളാണെന്ന് മനസ്സിലാക്കി കുറച്ച് മിഠായിയൊക്കെ വാങ്ങി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ കുട്ടികൾ എന്ന് പറയാൻ പറ്റുള്ളൂ, 14 വയസ്സുള്ള പെൺകുട്ടികളാണ്, 1-2 വയസ്സിലേക്ക് ബുദ്ധിയുള്ളൂ. ഈ കുട്ടികളെല്ലാവരും ഇങ്ങനെ പല സ്നേഹത്തോടു കൂടി എൻ്റെ കർച്ചീഫ് കൊണ്ട് അവരുടെ മുഖമൊക്കെ തുടച്ചു. അപ്പോൾ അവരുടെ സന്തോഷം ഒന്ന് കാണണം. ഓരോ കുട്ടികളെ നിരത്തിരുത്തി, 18 പെൺകുട്ടികളാണ് നിരത്തിരുത്തി ടീച്ചർ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെട്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് 2 മിഠായി വീതം കുട്ടികൾ കൊടുത്ത് 17 കുട്ടികൾക്ക് മിഠായി കൊടുത്തു. 18ാമത്തെ കുട്ടിക്ക് മിഠായി കൊടുക്കാൻ വേണ്ടി പാക്കറ്റിൽ കേട്ടപ്പോൾ മിഠായി ഇല്ല. ആർക്കും കൊടുക്കേണ്ട തോന്നിപ്പോയി. കാരണം നിങ്ങളോടൊന്നും പറഞ്ഞ മനസ്സിലാക്കും, മക്കൾ നാളെ കൊണ്ട് തരാണോ, ഇവിടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഒരു ആകെപ്പാടെ അവൾ ഇങ്ങനെ വല്ലാതെ ആഗ്രഹത്തോടെ കൈനീട്ടിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കിട്ടിയവരൊക്കെ മിഠായി മുറകെ പിടിച്ചിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിൽക്കുന്ന സമയത്ത് ആദ്യം ഞാൻ മിഠായി കൊടുത്ത ദീപാന്തിന്റെ പെൺകുട്ടിക്ക് പേര് ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. അവൾ ആ മിഠായി കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അവൾ ആ മിഠായിയുമായിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് മിഠായി നീട്ടിട്ട് പറയാണ്, ഈ മിഠായി അവൾക്ക് കൊടുക്കൂ സാർ. ബുദ്ധിയില്ലാതെ വിചാരിക്കുന്നവർ പോലും സൗഹൃദങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മളാണെങ്കിൽ മിഠായി കിട്ടിയാൽ ആദ്യം നമ്മൾ പൊളിച്ചു കഴിക്കും. കൂടെയുള്ളവനുണ്ടോ ഇല്ലയോ, ഇവിടെ എന്താ നടക്കുന്നത് എന്ന് പോലും നമ്മൾ തിരിച്ചറിയാറില്ല. അപ്പൊ അത്തരം സൗഹൃദങ്ങൾ നമ്മുടെ കലാകാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതാണ് നന്മ. ഇനി കൊടുക്കാൻ പൈസ ഒന്നും വേണ്ടോ, ചില വാക്കുകൾ കൊടുത്താൽ പോലും ബൈബിളിൽ പറയുന്ന മഹത്തരമായ ഒരു കാര്യമാണ്. വാക്കെന്ന് പറഞ്ഞാൽ സീഡാണ്, എവിടെ കിടന്ന് കിടക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു അനുഭവം ഉണ്ടായി. 2010-12 കാലഘട്ടത്തിൽ കോഴിക്കോടൊക്കെ വർക്ക് ചെയ്യുന്നത്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഒരു സെമിനി ഇരിക്കുന്ന സമയത്ത് എൻ്റെ തോളത്ത് ഇങ്ങനെ ഒരാൾ കൈവച്ചു. ഞാൻ ആ കയ്യിലേക്ക് നോക്കുമ്പോൾ നിറച്ചഴുക്കാണ്, നഖത്തിൻ്റെ ഇടയിൽ പോലും അടിക്കുക. ഞാൻ ആ കൈ ഒറ്റ തട്ട് തട്ടി. അപ്പോൾ കൈവച്ച ആൾ പറയാണ്, പേടിക്കേണ്ട സാർ, ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇതാരെ ഇങ്ങനെ പറയാം. ഞാൻ ആ കുട്ടി മുമ്പിലേക്ക് കൊണ്ടുപോകും. 14 വയസ്സുള്ള പെൺകുട്ടിയാണ് കേട്ടോ, നിങ്ങളെ പോലെ ഒരു ചെറിയ കുട്ടി, മുടിയൊക്കെ പാറിപ്പറന്ന് നടക്കുന്നു, മുട്ടോളമുള്ള പാവാട, പുരുഷ വേഷം. ഞാൻ നിനക്കെന്താ വേണ്ടത്? ഒരു 10-20 ദിവസം. അവൾ യാചിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളിത് പാർക്കാണ്, ആളുകൾ സന്തോഷിക്കുന്ന സ്ഥലം, നീ വല്ല ബസ് സ്റ്റാൻഡിൽ കൂടി യാചിക്കും, ഇവിടെ കിടന്ന് വെറുതെ വെള്ളം ഉണ്ടാക്കല്ലേ, ഞങ്ങളുടെ സ്വസ്ഥം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ വീണ്ടും ചോദിക്കുക, സാർ 10-20 ദിവസം. വീണ്ടും യാചിച്ചപ്പോൾ കൂടെ ഒരാൾ പറഞ്ഞു, എന്തെങ്കിലും ചെയ്താൽ പൈസ തരാം, നമുക്ക് ഇവരിങ്ങനെ കുറെ കളിപ്പിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, പാട്ട് പാടിയ പൈസ തരാം. സാർ എനിക്ക് പാടാനൊന്നും അറിയില്ല സാർ. വീണ്ടും അയാൾ പറഞ്ഞു, പാടിയാലേ പൈസ തരുള്ളൂ. അവളെ നിന്ന് നിപ്പിൽ ഒരൊറ്റ പാട്ടാണ് കേട്ടോ, അമ്മായന്ത്രണയ്ക്കാതെ ഉയിരില്ലേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലേ. പാടിത്തരുന്നതിന് പൈസ കൊടുത്തു. അത്രമാനുണ്ട് ആ കുട്ടി പാടിയത്. ആ പൈസ എടുത്തോളം എങ്ങോട്ട് ഓടി ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസം വീണ്ടും വരും, സാർ 10-20 സാർ. എൻ്റെ പേരെന്താ? രേവതി എന്ന സ്ഥലത്തിൻ്റെ പേര്. അന്ന് പൈസ കൊടുക്കും. പിന്നീട് കാണുമ്പോഴൊക്കെ രേവതിക്ക് പൈസ കൊടുക്കും. ചില ദിവസങ്ങളിൽ രേവതി വരാതിരിക്കും. അപ്പം ഞങ്ങൾ വിചാരിക്കും, ഇന്ന് രേവതിയെ കണ്ടിരുന്നു. അവളുടെ അസാന്നിധ്യം പോലും ഞങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന പോലെ തോന്നും. ഒരു ദിവസം ട്രൈയുടെ അകത്ത് 7 ചായ മേടിച്ചുകൊണ്ടിരുക. അവൾ പിച്ച തന്നെ വാങ്ങിയ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ചായ വാങ്ങി തന്നു. ആ ചായക്ക് ഇന്നോളം കുടിച്ച് ചായക്കാളും മധുരമോളം എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, മോളെ നീ പൈസ ഇങ്ങനെ പിരിക്കുന്നുണ്ടല്ലോ, ഈ പൈസ ഇങ്ങനെ പിരിച്ച് ഈ പൈസ എന്താ ചെയ്യുക? സാർ, ഞാൻ ഈ പൈസ ഇങ്ങനെ പിരിച്ചിട്ട് അയാൾക്ക് കൊടുക്കണം സാർ. ഞാൻ ചോദിച്ചു, അയാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെന്താ ചെയ്യാം? സാറ് സത്യം പറയുമ്പോൾ എനിക്ക് സാറിന് പറയാൻ മടിയുണ്ട്. ഞാൻ ചിന്ത മോളെ, സാർ എൻ്റെ വീട് തമിഴ്നാട്ടിലാണ്, എനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോ? ആ കാണുന്ന കടത്തിൻ്റെ സ്ഥലത്ത് എൻ്റെ വീട്. ആ കടത്തിലിരിക്കുന്ന ആൾ സാറ് കണ്ടു, എൻ്റെ അച്ഛനാണെന്ന് എൻ്റെ അമ്മ പറയുന്നത്. അയാൾക്കാ സാർ പൈസ കൊടുക്കേണ്ടത്. ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ എൻ്റെ അച്ഛൻ മുരുകനെ കെട്ടിപ്പിടിക്കും. കാരണം അയാൾ എന്താ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ കേൾക്കുമ്പോഴേ. ഞാൻ പറഞ്ഞു, മോളെ പൈസ ഇങ്ങനെ പിടിച്ച് 100 രൂപ ആക്കിയിട്ട് നീ അയാൾക്ക് കൊടുക്കുവാണോ? അത് സാർ, എനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, കൊടുക്കാനൊന്നും വല്ലാണ്ട് ഉപദ്രവിക്കും സാർ. ഞാൻ എന്ത് ഉപദ്രവം ചെയ്യാം? അതിന് മറുപടി പറയാണ്ട് അവൾ താഴേക്ക് കുനിഞ്ഞുകൊണ്ട് അവളുടെ മുട്ടോളമുള്ള പാവടം മെല്ലെ ഉയർത്തി. ഞാൻ അവളുടെ കാലിലത്തോടെ എനിക്ക് ഒരു പ്രാവശ്യം നോക്കിയുള്ളൂ. 100 രൂപ കൊടുക്കാത്ത ദിവസം സ്പൂൺ പഴിപ്പിടിച്ച് കാലിൽ വെച്ച് പൊള്ളിച്ച പാടുകൾ ആ കാലിനുള്ളിൽ. ഞാൻ മോളെ നിനക്ക് എത്ര പൈസ കിട്ടിയടാ? എനിക്ക് 60 രൂപ കിട്ടി സാർ. ഞാനൊരു 40 രൂപ കൊടുത്തു. ഒരു പൊള്ളലേക്കാതിരിക്കാൻ ചെയ്താണ് കേട്ടോ. പിന്നീട് രേവതിയെ കാണുമ്പോഴേക്കും ഞാൻ ചോദിക്കും, രേവതി എത്ര പൈസ കുറവുണ്ട്? 30, 40, 50 പലപ്പോഴായി പൈസ കൊടുത്തു. 2012 അവസാനം കോഴിക്കോട് നഗരത്തോട് വിട പറഞ്ഞു വരുമ്പോൾ അവസാനമായിട്ട് രേവതിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ ഞാൻ നാളെ മടങ്ങി പോവാണ്. അവൾ ഒരുപാട് കരഞ്ഞു. സാറൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രതീക്ഷയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും, നീ അത് നഷ്ടപ്പെടുന്നു. ഞാൻ ചോദിച്ചു, മോളെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മോളെ എനിക്ക് നിന്നോട് ചോദിക്കണമെന്ന് ആഗ്രഹം. എന്താ സാർ? ഞാൻ ചോദിച്ചു, മോളെ നിനക്കൊരു സ്വപ്നമുണ്ടോ? അവൾ കരയുക. ഞങ്ങൾക്ക് എന്ത് സ്വപ്നം സാർ? കടത്തന്നെ കിടന്നുറങ്ങുന്ന, സ്കൂളിൽ പോകാൻ പറ്റാത്ത ഞങ്ങൾക്ക് എന്ത് സ്വപ്നം? നിങ്ങളുടെ മക്കൾക്കല്ലേ ഇതൊക്കെയുള്ള സൗകര്യമുണ്ട്, അവർക്ക് ഇതിൻ്റെ സ്വപ്നം കാണേണ്ടവർ. സത്യമാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും പലപ്പോഴും ചിന്തിച്ചു, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വപ്നമില്ല. അപ്പോൾ ഞാൻ രേവതി ചോദിച്ചു, രേവതി നിനക്കൊരു സ്വപ്നമുണ്ടോ? കളിയാക്കലെങ്കിൽ ഞാൻ പറയാം സാർ. കളിയാക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്, മോളെ നിനക്ക് ശരിക്കും ഒരു സ്വപ്നമുണ്ടോ? അവൾ കരഞ്ഞുകൊണ്ട് പറയാം,
എനിക്കൊരു സ്വപ്നമുണ്ട് സാർ. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഉയരങ്ങൾ പറയണം സാർ. എൻ്റെ അരിച്ച മുരുകൻ എനിക്ക് മിടുക്കനാക്കണം. ഒരിക്കലും സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തൊരു കുട്ടി പോലും സ്വപ്നം കാണുന്നു പറഞ്ഞപ്പോൾ അതിയായ സന്തോഷം. എൻ്റെ പോക്കറ്റിലേക്ക് നോക്കിയപ്പോൾ 2700 രൂപയുണ്ട്. ഞാൻ പൈസ എടുത്ത് അവിടെ കയ്യിൽ കൊടുത്തു. മോളെ, മുള്ളാണെങ്കിൽ മുറുകെ പിടിക്കൂ. ഇത് അയൽക്കുള്ള പൈസയല്ല, നിനക്കുള്ള പൈസയാണ്. കോഴിക്കോട് നഗരത്തോട് വിട പറഞ്ഞു പോരുമ്പോൾ ഇന്നിപ്പോൾ ഏകദേശം 14 വർഷങ്ങൾ കഴിയുന്നു. രവതി എവിടെയാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം മറ്റൊന്നുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു സന്ദേശം ഒരാൾ അയച്ചു. സാറിനെ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചത്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാറിനെ രേവതി എന്ന പെൺകുട്ടി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അവളിപ്പോൾ എവിടെയാണ്? എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്, അവളെക്കുറിച്ച് സംസാരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാറ്റ് ചെയ്ത ആൾ പറയുകയാണ്, സാർ ഞാൻ രേവതിയാണ് സാർ. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. സാറിൻ്റെ മെയിൽ ഐ ഡി അഡ്രസ് ചോദിച്ചാലും ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തു. അതിലേക്ക് അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരി നിന്ന് മദ്രാസിലേക്ക്, മദ്രാസിൽ നെടുമ്പാശ്ശേരിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു. സാർ മദ്രാസ് എയർപോർട്ടിൽ വരണം, ഞാൻ കാത്തു നിൽക്കും. ഞാൻ ചെന്നിറങ്ങുന്ന സമയത്ത് രേവതി സുന്ദരിയായിരിക്കുന്നു. കൂട്ടിക്കൊണ്ടുപോകാൻ ഓടി വന്നു. കൂടെ മുരുകനുമുണ്ട്. ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് പുറകിലിരിക്കുന്ന 2 പ്രായമായ ആൾക്കാർ. ഞാൻ ചെയ്താൽ രേവതി സാർ 2012 2700 രൂപ തന്നിട്ട് പോകുമ്പോൾ ടിക്കറ്റ് പോലും എടുക്കാതെ മുരുകൻ്റെ കൈ പിടിച്ചോണ്ട് ട്രെയിനിൽ ചാടിക്കരില്ല. TTR ഇറക്കൂടാൻ പോയപ്പോൾ രക്ഷപ്പെടുത്തി വരാം സാർ. വീട്ടുവേലയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടുപോയെങ്കിലും ഞാൻ പഠിച്ചു. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുകയാണ്. സാറിനെ കണ്ട് അനുഗ്രഹം പിടിക്കാനാണ് ഞാൻ സാറിനെ വിളിച്ചു വരുത്തിയത്. ഒരുപാട് സന്തോഷവും നിമിഷമായിരുന്നു. തിരിച്ച് ഫ്ലൈറ്റിൽ മടങ്ങുമ്പോൾ ചിന്തിച്ച ഒരു കാര്യം, ഇനിയും യാത്രകളിൽ ഒരുപാട് രേവതിമാരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് വാക്ക് എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നത് പോലെ മഹത്തരമായ വിത്താണോ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തറയ്ക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കത് ഉറപ്പായും മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുമെങ്കിൽ അത് തന്നെ വലിയ ഭാഗ്യവും ഞാൻ കരുതിയാണ്. ഒരു പൂച്ചയ്ക്ക് പുലിയാവാൻ വേണ്ടി ആദ്യം എന്താ ചെയ്യുന്നത്? മറ്റെന്ത് ചെയ്യുന്നതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് എലിയോടുള്ള പ്രേമം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും നാൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ നമുക്ക് ഗുണകരമല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക. എന്തായാലും ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല. ഈ ക്ലാസ്സസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാകണം. ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സസ് അവസാനിപ്പിക്കാം. എന്താണ് ആ സാധനം എന്ന് പറയാമോ? ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ. ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സെക്ഷൻ അവസാനിപ്പിക്കാം. എന്താണ് സാധനം? എന്താണ് സാധനം? കേട്ടില്ല? ഞാൻ ക്ലൂ തരാം. ഈ സാധനം നിങ്ങളുടെ അമ്മയുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലില്ല. കിട്ടിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. ആ സാധനത്തിൻ്റെ പേരെന്താണ്? അമ്മയുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലില്ല. സാധനത്തിൻ്റെ പേര് പറയും. കിട്ടിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. എന്താണ്? അറിയില്ല? അറിയോ? ഞാൻ കാര്യം ചോദിക്കാം. നിങ്ങളുടെ ആദ്യത്തെ ഗുരു ആരായിരുന്നു? ആദ്യത്തെ ഗുരു അമ്മ. നിങ്ങൾ ആദ്യമായിട്ട് എന്താ പഠിപ്പിച്ചത്? എന്ത് പഠിപ്പിച്ചു? അമ്മ എന്ന് വിളിക്കാൻ ഒരമ്മയും പഠിപ്പിക്കേണ്ട. കൃത്യം 9ാമത്തെ മാസം വെച്ച് അമ്മ എന്ന് വിളിച്ചുള്ളത്. മമ്മി എന്ന് വിളിക്കാൻ 14 മാസം എടുക്കും. വേറെ ലാംഗ്വേജ് ആയിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അമ്മ എന്ന് ഒരമ്മയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കുട്ടി തന്നെ വിളിക്കും. അമ്മ പഠിപ്പിച്ച ആദ്യത്തെ വാക്കെന്തായിരുന്നു? എന്താണ് പഠിച്ചത്? ഇതാണ് മോനെ നിന്റെ അച്ഛന്ന് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു തന്നോ ഇല്ലയോ? തന്നു. പക്ഷെ ഞാനും നിങ്ങൾ ചോദിച്ചില്ല. എന്താണ് തെളിവുള്ളത്? ചോദിച്ചോ? എന്തുകൊണ്ട് ചോദിച്ചില്ല? അമ്മയോട് വിശ്വാസം ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ വിശ്വാസം ഉണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് കൈവെക്കും. കാരണം വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നലെ ഉണ്ടെന്നുണ്ടെന്നുള്ളതാണ്. വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ വിശ്വാസം ഉണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് കൈവെക്കും. ഞാൻ കണ്ടോട്ടെ. ഈശ്വര എല്ലാ കുട്ടികളും കൈപൊക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. കൈ താത്തിക്കോളൂ. ഇപ്പോൾ കൈപൊക്കിയ കുട്ടികളോട് മാത്രം 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ട് എന്ന വാക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല.
ഒരിക്കൽ പോലും ഞാൻ തർക്കുത്തരം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ല എന്നേക്കാളേറെ സ്നേഹം ചേട്ടനോടാണ്, ചേച്ചിയോടാണ്, അനിയനോട്, അനിയത്തിയാണ് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ കണക്ക് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോന്നിട്ടില്ല. ഒരിക്കൽ പോലും എൻ്റെ വാക്കോ പ്രവൃത്തി കൊണ്ടോ അമ്മയ്ക്ക് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പൊഴിക്കേണ്ടി വന്നിട്ടില്ല. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അഭിമാനത്തോടെ പറയാം അമ്മയുടെ വിശ്വാസം ഉണ്ടെന്ന്. അതല്ല, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചെന്ന് നിങ്ങൾ മാറ്റി പറയേണ്ടി വരും. അപ്പോൾ ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന അഭിമാനത്തോടെ ഒരു കൈ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു കൈ പൊക്കാൻ പറ്റുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്കോളൂ. ഞാൻ വെറുതെ ഇത് കണ്ടോട്ടെ. ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയൊന്നും തിരിഞ്ഞു നോക്കട്ടോ, ഓരോരുത്തരും ഇതിൽ പൊക്കത്തില്ല. അമ്മമാരെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ് മക്കളോട് വിശ്വാസമുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് കൈ പൊക്കിയിട്ട് പറയും എൻ്റെ മക്കളോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയും. ഒരമ്മയുടെ ഒരു പാത്രം താഴ്പ്പം, പത്രം താഴ്പ്പം, ചരുവ് താഴ്പ്പം, പ്ലേറ്റ് താഴ്പ്പം, സ്പൂൺ താഴ്പ്പം, ചട്ടകം താഴ്പ്പം, കയ്യിൽ താഴ്പ്പം, കമ്പ്യൂട്ടറോ സ്റ്റൂൾ, എന്ത് സാധനമാണെങ്കിൽ ഒരു അമ്മയുടെ താഴ്പ്പം. പക്ഷെ ഒരിക്കലും ഒരമ്മയുടെ കയ്യിൽ കുട്ടി താഴെ പോകില്ല. അമ്മ വീഴും, കുട്ടി ഇതിന് മുകളിൽ വീഴും, കുട്ടി വീഴും, അമ്മ അതിൻ്റെ പുറത്ത് വീഴും. അയ്യോടെ അമ്മനെ അബദ്ധം പറ്റിപ്പോയി. ഇമ്പോസിബിൾ, ഒരിക്കലും സംഭവിക്കില്ല. കാരണം അമ്മയ്ക്ക് കുട്ടിയുടെ ഫീലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിബദ്ധത എന്ന് പറയും, കമ്മിറ്റ്മെന്റ്. അത് അമ്മയ്ക്ക് കുട്ടിയോടുണ്ടാവും. കുട്ടി ഉറങ്ങിയിട്ട് അമ്മ ഉറങ്ങാറുണ്ട്. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണ്? ഒരു ദിവസം പ്രായമുള്ള കുട്ടിയുടെ അമ്മ എടുക്കും, കുട്ടി ഉറങ്ങും, അമ്മ ഉറങ്ങും, ചെയ്യാൻ പറയാൻ കമന്ന് വീഴാം, കുട്ടിയുടെ മേത്ത് സ്പർശിക്കാം. പക്ഷെ കുട്ടിക്ക് ഒരിക്കലും അപകടം ഉണ്ടാവില്ല. സംശയം ഈ കുട്ടി നിങ്ങൾ അച്ഛനോട് കൊണ്ട് കൊടുത്തിക്കോളൂ. 1.5 മണിക്കൂർ കൊണ്ട് കാലം വഴിയോടി കുട്ടിയുടെ. കാരണം അച്ഛനും കുട്ടി നമ്മളെ കെമിസ്ട്രി ഉണ്ടാവില്ല, അമ്മയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അമ്മയ്ക്ക് ഇതാരുടെ നിന്ന് കിട്ടി? അമ്മയ്ക്ക് ഇവിടുന്ന് കിട്ടിയത്. അമ്മയുടെ അമ്മയുടെ കിട്ടിയെങ്കിൽ നമ്മുടെ അമ്മയുടെ നമുക്ക് കിട്ടിയില്ലോ. ഇവിടെ അമ്മയ്ക്ക് അമ്മത് കിട്ടിയത് അമ്മയുടെ വീട്ടിൽ നമ്മളൊരു 10 മാസം കിടന്നു. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് മറക്കാനാവില്ല, ഇരിക്കാൻ മേല, കിടക്കാൻ മേല. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മണം കേട്ടാൽ പോലും അമ്മ ശ്രദ്ധിക്കുന്നൊരു കാലഘട്ടമുണ്ട്. ഇല്ലാത്ത മരുന്നുകൾ കഴിച്ചു, വേദന സഹിച്ചു. 10 മാസക്കാലം നമ്മളെ വയറ്റിൽ വേദന സഹിച്ച് കൊണ്ടുവന്ന അമ്മയ്ക്ക് നമ്മളോട് ആ പ്രതിബദ്ധത ഉണ്ടാവും. പക്ഷെ നമുക്കൊരിക്കലും അമ്മയുടെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ വീട്ടിൽ അമ്മ കിടന്നിട്ടില്ലല്ലോ, നമുക്കതുകൊണ്ട് ആ ഫീൽ ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞില്ലേ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ കഴിക്കാറുണ്ട്. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? തെറ്റെൻ്റെ ചേച്ചിക്ക് 2 വയസ്സുള്ള കുട്ടി കരഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചോ, ഒന്നാമത്തെ വിളിച്ചോ, ചേച്ചിയുടെ വായി വെച്ചോ. ഞാൻ ചേച്ചി എന്ത് പണി കാണിച്ചാൽ കുട്ടി കൊടുക്കാൻ പറ്റും? ചേച്ചി പറയും ഏതൊരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും? സ്വന്തം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മ ഒന്നാമത്തെ വിളിച്ചോ അമ്മ കഴിക്കും. കാരണം ഭക്ഷണത്തിന് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടെങ്കിൽ അപകടം അമ്മയ്ക്ക് മാത്രമേ സംഭവിക്കാവുള്ളൂ. ഒരിക്കലും ഒരു കുട്ടിക്ക് സംഭവിക്കരുത് നമുക്ക് കരുതുന്നുണ്ട്. ആ അമ്മയോട് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ ഏറെ സ്നേഹം ചേട്ടനോടല്ലേ, ചേച്ചിയോടല്ലേ, അനിയനോടല്ലേ, അനിയത്തിയോടല്ലേ. എത്രയോ തവണ ഉണ്ടാക്കി വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ മുരടകത്ത് പേര് വാതിൽ ചാരിയിട്ട് തലയുടെ മുഖാമത്ത് വെച്ച് കരഞ്ഞപ്പോഴൊക്കെ പലവട്ടം വന്ന് തലോടിയിട്ട് അമ്മ പറഞ്ഞില്ലേ എനിക്കങ്ങനെ അവരുടെ വ്യത്യാസമില്ല മോനെ, വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ തട്ട് തട്ടിയൊക്കെ അന്ന് നിങ്ങൾ ആ കൈ തട്ടിയപ്പോൾ ജീവിതത്തിൽ പുതിയൊരു പാഠങ്ങൾ പഠിക്കേണ്ടിരുന്നതും. ആ കൈ കൊണ്ടല്ലേ കണ്ണെടിച്ചതും, പൊട്ടുതൊടിച്ചതും, കവിളിത്തും മടങ്ങടിച്ചതും, തട്ടി വീണപ്പോഴേക്ക് നിങ്ങളുടെ കാൽമുട്ടലെ മണ്ണ് തട്ടി മാറ്റിയതും, കാക്കിയെ പൂച്ചയെ പറഞ്ഞ 1000 വട്ടം ഭക്ഷണം എടുത്ത് വായിൽ വെച്ചതും, ആ വിരൽ തൂങ്ങിയ അമ്പലത്തിലും പള്ളിയിലും ഉത്സവത്തിലും പെരുന്നാളിനും പോയത് ആ കൈ കൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചപ്പോഴേടോ അമ്മയുടെ ഓജസ്സും തേജസ്സും കൂട്ടി കുടിച്ചത്. ആ വയറ്റിൽ കിടന്നപ്പോൾ അനുഭവിച്ച വേദനയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യപ്പെട്ട അനുഭവമുണ്ട്. സാമൂതിരി കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി സ്കൂളിൽ ചെന്ന് ഒപ്പിട്ടിന് മടങ്ങാൻ നേരത്ത് കൂട്ടുകാരെ വിളിച്ച് കാണിച്ചു, ഇതാണ് എൻ്റെ അമ്മ എന്ന്. അപ്പോഴാ കൂട്ടുകാർ കാണിക്കും സാമുവിൻ്റെ വേണ്ടി ഒരു കണ്ണിന് കാഴ്ചയും പൊട്ടക്കണ്ണിയാട്ടണം. അമ്മ മടങ്ങി കൂട്ടുകാർ മടങ്ങി. സാമു ക്ലാസ്സിൽ ചിലപ്പോൾ നടക്കുന്ന ചർച്ച ഭയങ്കര, നമ്മുടെ സാമുവിൻ്റെ അമ്മ വന്നിട്ടില്ല, ആ പൊട്ടക്കണ്ണി അമ്മ എന്ന് പറയും. അതിന് ഭയങ്കര വിഷമായി. വീട്ടിൽ കൊണ്ട് പറയാം ഒരിക്കലും എൻ്റെ സ്കൂളിലേക്ക് വരില്ലേ, പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ പോലും. അമ്മീസ് കാര്യം എന്താണ് നടന്ന കാര്യം ഞാൻ പറയുമ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും വരില്ല മോനെ, നാണക്കേടാണെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ചിട്ട് അമ്മയാണെന്ന് കൂടി ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? അച്ഛൻ മരിച്ചു. അയൽപക്കത്തെ വീട്ടിലെ പണി തന്നെ കുട്ടിയെ വളർത്തിയിരുന്നത്. ശാമ്പു പഠിച്ചു, മിടുക്കനായി. നഗരത്തിലെ സ്ഥാപനത്തിൽ വർക്ക് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. ഭാര്യ 2 കുട്ടികൾ. ഒരിക്കലും പണിയൊന്നും അമ്മയെ കൊണ്ടുപോയില്ല. വല്ലപ്പോഴും പൈസ അയച്ചു. അമ്മയ്ക്കൊരാഗ്രഹം മകനെ കാണാൻ. അമ്മ ഫ്ലാറ്റിൽ ചെല്ലുന്ന സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്യാമ പറയാം രാവിലെ തന്നെ മടങ്ങുമെന്ന് ചോദിച്ചു. ആ അമ്മയ്ക്ക് മനസ്സിലായി ഈ സമൂഹത്തിൽ ഇതാണ് സ്വന്തം അമ്മ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള മാനസിക വളർച്ചയില്ല. പഠിച്ച് എഞ്ചിനീയറായിട്ട് മാത്രമേ ഉള്ളൂ. വെളുപ്പരുന്ന വണ്ടിക്ക് നമ്മൾ നാട്ടിലേക്ക് മടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു നാട്ടിൽ നിന്ന് മെസ്സേജ്, ശ്യാമു നിന്റെ മോനെ സീരിയസാ, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. ശ്യാമു കുടുംബം നാട്ടിലെത്തുമ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞു. ശവദാഹം കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് അയൽവാസി ഒരു പേപ്പർ ചെന്ന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിന്റെ അമ്മ മരിക്കുന്നതിനോട് തന്നാന്ന് പറഞ്ഞു. അവൻ അതുമായിട്ട് മടങ്ങി. യാത്രാമത്തെ നിവർത്തി നോക്കി ഒരു നീണ്ട കത്തായിരുന്നു. തുടക്കത്തിലൊക്കെ ഇപ്രകാരം എഴുതി, നിന്റെ ഹൃദയം വേദനിക്കാനൊന്നും അല്ല അമ്മ എഴുതുന്നത്, പക്ഷെ ജീവിത യാഥാർത്ഥ്യ യാത്ര. ആ യാത്രയുടെ അവസാനം ഒരു അപകടത്തിലായിരുന്നു. ആ അപകടത്തിൽപ്പെട്ട് ഞാൻ യേശുവിൽ കിടക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴും ബോധം വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എൻ്റെ മകൻ സാമോടെന്ന്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല,
പക്ഷേ അപകടത്തിൽപ്പെട്ട അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹൃദയം തകർന്നുകൊണ്ട് അമ്മ പറഞ്ഞു, മോനെ ഡോക്ടർ അവനോട് അവൻ്റെ 2 കണ്ണിന് കാഴ്ച ഉണ്ടാവും. എന്താ ഡോക്ടർ ചെയ്യാൻ സാധിക്കുക? ഒറ്റ മാർഗമുള്ളൂ, ആരെങ്കിലും ഒരാൾ കണ്ണ് ദാനം ചെയ്യണം. ഒരു മടിയിലാണ് അമ്മ പറഞ്ഞു, മോനെ ഡോക്ടർ എൻ്റെ വലത് കണ്ണ് അവന് നൽകാൻ. അന്നെൻ്റെ വലുതുകൾ നിനക്ക് വെച്ചത് മോനെ, ആ കണ്ണിലൂടെയാണ് നീ പഠിച്ചതും വളർന്നതും വലുതായതും വർണ്ണാഭമായ ഈ ലോകത്തെ മുഴുവൻ കണ്ടതും ഈ കത്ത് വായിക്കുന്ന പോലും ആ കണ്ണിലൂടെയാണെന്ന് പറഞ്ഞ് കത്ത് അവസാനിക്കുമ്പോൾ 2-3 തുള്ളി കണ്ണിൽ ശ്യാമലിലേക്ക് വീണു. പക്ഷെ തിരിച്ചറിയാൻ വൈകി. നാം പലപ്പോഴും അങ്ങനെയാണ്, നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം അന്വേഷിക്കും. ഉള്ളപ്പോൾ അതിൻ്റെ വാല്യൂ തിരിച്ചറിയാറില്ല. മനുഷ്യരുടെ കുഞ്ഞാൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾക്ക് മടിയില്ല. പക്ഷെ വയ്യാതിരിക്കുമ്പോൾ അടുത്ത് വഹിക്കാനോ സ്നേഹത്തോട് സ്വാതന്ത്ര്യവാക്ക് പറയാനോ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ള സത്യം. നമ്മൾ ഉള്ളപ്പോൾ അതിൻ്റെ വില തിരിച്ചറിയട്ടെ. നമ്മൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിയാലും ഇതിനൊന്നും പകരം കൊടുക്കാനൊന്നും ഇവിടെ തിരിച്ചറിയണം. കാരണം അറിവിൻ്റെ കാര്യത്തിൽ സർവജ്ഞ പീഠം കരുതിയ ആദിശങ്കരൻ അവസാന കാലഘട്ടത്തിൽ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി ആദിശങ്കരൻ ചെല്ലുമ്പോൾ ആദിശങ്കരോട് അമ്മ ആവശ്യപ്പെടുന്ന കാര്യമാണ്, മോനെ 10 മാസം നിന്നെ വയറ്റിൽ കൊണ്ടുവന്ന് വേദന സഹിച്ച് പ്രസവിച്ചതിന് പകരം നിനക്ക് എന്തെങ്കിലും മറുപടി പോലും പറയാൻ പറ്റ ആദിശങ്കരൻ ആ കാലത്തെ പിടിച്ചു നിൽക്കുവാണ്. അമ്മയ്ക്ക് വേണ്ടി ശോകം ചൊല്ലുമ്പോൾ ആദിശങ്കരനെ അമ്മ കണ്ണടച്ചുള്ള ചരിത്രം പറയുന്നത് ആസ്താവതീയം പ്രസവ സമയത്ത് പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ച വേദന. ഒരെല്ലൊടിഞ്ഞാൽ എത്ര വേദന നാം തിരിച്ചറിയുന്നെങ്കിൽ 20 എല്ലുകൾ ഒരുമിച്ചൊടിയുമ്പോൾ വേദന നമ്മൾ സഹിച്ചില്ലേ? നൈവിച്ചും നമ്മുടെ വായിക്ക് രുചിയുണ്ടായിരുന്നു. തന്നെ ശോഷണം ശരീരം ക്ഷീണിച്ചു പോയില്ലേ? മലമയി സയ്യാജ സാമശ്രീ എൻ്റെ മലത്തിലും മൂത്രത്തിലും കിടന്നിട്ടില്ലേ മാസങ്ങൾ വർഷങ്ങൾ. ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല, പരിഭവങ്ങൾ പറഞ്ഞിട്ടില്ല. ആ അമ്മയ്ക്ക് പകരം തരാൻ ഈ മകൻ്റെ കയ്യിലുണ്ട്. ഒന്നുകൊണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞാൽ 4 അരിയും പൂവായി ഇട്ടിട്ട് നീളം കൊണ്ടെടുത്തൊന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് അവസാനത്തെ പിടി മണ്ണും വാരിയിട്ടിട്ട് കൊണ്ട് നിൽക്കാം. ഇതിനേക്കാൾ അപ്പോൾ ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അറിവിൻ്റെ ഉന്നതിലേക്ക് എത്തിയ ആദിശങ്കരൻ പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവിടെയാണെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെ ചിന്തിച്ചു? നാം പലപ്പോഴും പറയുന്ന വാക്കുകൾ, പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ മാതാപിതാക്കൾ വിഷമുണ്ടാക്കുന്നതാണ്. അവരെത്രമാത്രം ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ അവർ ചിന്തിക്കുന്നു, എനിക്കോ പഠിക്കാൻ സാധിച്ചില്ല, എൻ്റെ മക്കളുടെയെങ്കിലും വിജയം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ വാക്കുകളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും പോലും നമ്മൾ സത്യത്തിൽ ഇല്ലാണ്ടാക്കുകയോ ചെയ്യുന്നത്. എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണമെന്ന് പോലും നമുക്ക് അപ്പോൾ തിരിച്ചറിയാറില്ല, മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണമെങ്കിൽ അത് ആരെയാണ് ചോദിച്ചു. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി ഗുരു പറഞ്ഞത്, ഈ ലോകം മുഴുവൻ ഞാൻ അവഗണിച്ചാൽ, സമൂഹം കൊണ്ട് തള്ളിക്കളഞ്ഞാലും അവസാന കാലഘട്ടം വരെ ആരുടെ മാർഗത്തിലാണ് നിനക്ക് തലചായ്ക്കാൻ അവസരം? അതിൻ്റെ അമ്മയുടെ മാർഗത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് 1-ാം സ്ഥാനം നൽകാൻ പറഞ്ഞപ്പോൾ ശിഷ്യ ചോദിക്കുന്നു 2-ാം സ്ഥാനം ആർക്കാണെന്ന്. അപ്പോഴും പറഞ്ഞു അതും നിന്റെ അമ്മയ്ക്കുള്ളതാണ്. അപ്പോൾ ചോദിക്കുന്നു 3-ാം സ്ഥാനം ആർക്കാണെന്ന്. അപ്പോഴും പറയുന്നു അതും നിന്റെ അമ്മയ്ക്കാണെന്ന്. 4-ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ അച്ഛനുള്ളതാണെന്ന്. ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ കടന്നു വന്ന പേര് അമ്മ എന്നൊരു പദമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പവിത്രമായൊരു പദം അമ്മ എന്നൊരു പദം. അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഏറ്റവും നല്ല നന്മയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നന്മയിലേക്ക് എത്തിച്ചേരണം അമ്മയുടെ കാൽപാദത്തിന്റെ ചുവട്ടിൽ നിന്ന് അത് തുടങ്ങുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോയി. പിന്നെ പണ്ട് നിങ്ങൾ തൊട്ടില്ലാതെയുള്ള സമയമുണ്ട് കേട്ടോ. നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനാവട്ടെ മോളാവട്ടെ. ചോദ്യം എങ്ങനെയായിരുന്നു? എൻ്റെ മോൻ ഉറങ്ങുന്നു. ആ തൊട്ടിലേക്ക് നോക്കിയിട്ട് അമ്മ പറഞ്ഞു നമ്മുടെ കുട്ടി അതാ ഉറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ആ തൊട്ടിലേക്ക് പൊക്കിയെടുത്തിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഉമ്മ തന്നായിരുന്നു. അവസരം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കണം, എവിടെയാണെങ്കിലും എൻ്റെ അച്ഛൻ ആദ്യത്തെ ചുംബനം എനിക്ക് നൽകിയത്? എൻ്റെ ചുണ്ടിലോ കവിളിലോ ശിരസിലോ എവിടെയെങ്കിലും ആണോ? അമ്മ പറയും അവിടെയൊന്നും അല്ല അച്ഛൻ ചോദിച്ചത്, നിന്റെ കാൽപാദത്തിലായിരുന്നു. ഒരു ചുംബനം കൊണ്ട് പോലും എൻ്റെ കുട്ടിക്കൊരു പോറുണ്ടാകുമെന്ന് അച്ഛൻ കരുതിയെങ്കിൽ അച്ഛനോട് പോലും നാം പിന്നെ പറഞ്ഞ വാക്കുകൾ എന്താ? സ്നേഹിക്കാൻ അറിയാത്ത ആളാണ്. സത്യമാണോ? സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനായിരിക്കാം. പക്ഷെ അമ്മ തന്ന സ്നേഹത്തിന്റെ പിൻബലം, അച്ഛൻ്റെ കരുതലും പിന്തുണയുമാണ് നമ്മൾ സത്യത്തിൽ തിരിച്ചറിയാറുള്ളത്. നമുക്ക് വേണ്ടി ഉണ്ണാതുറങ്ങാതെ വെയിലും മഴയും നോക്കാതെ ഈ പാടത്തും പറമ്പിലും പണിയെടുത്ത് വണ്ടി ഓടിച്ചും അധ്വാനിച്ചും ദൂരസ്ഥലങ്ങളിൽ യാത്ര ചെയ്തും ജോലി ചെയ്തും എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞ് വാങ്ങാറുണ്ടല്ലോ, ജീൻസോ ടീഷർട്ടോ ചുരിദാറൊക്കെ മേടിച്ച കുഴപ്പമൊന്നുമില്ല. വാങ്ങിക്കിട്ടിയാൽ ഇനിയെങ്കിലും അതൊന്ന് ചുരുട്ടി കൂട്ടിയെടുത്ത് നിങ്ങളുടെ മുരടകത്ത് കയറിയിട്ട് അഭിമാനത്തോടെ മണത്ത് നോക്കണം നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടോന്ന്. ഇട്ടിട്ട് പറഞ്ഞ കൂട്ടുകാരോടൊക്കെ ഇതെൻ്റെ അച്ഛൻ വാങ്ങി തന്നാണ്. ആ നന്മകളെങ്കിലും നമുക്ക് അവശേഷിപ്പിക്കാൻ സാധിക്കട്ടോ. നമുക്ക് വേണ്ടി അത്രമാത്രം ബുദ്ധിമുട്ടി. നിങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി എത്രയോ ആൾക്കാരുടെ കൈ നീട്ടുന്നുണ്ടാവും. ചിലപ്പോൾ എത്രയോ പേരുടെ കടം മേടിക്കുന്നുണ്ടാവും.
നമ്മൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് സാധിച്ചു തരുന്നില്ലേ? ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചൂടെ അച്ഛന് സുഖമാണോ? പറ്റുമെങ്കിൽ പോയിരും ഒന്ന് ആ കാലൊക്കെ തൊട്ടുകൊടുത്തോളൂ. നാണക്കേട് തോന്നുമെങ്കിൽ കിടന്നുറങ്ങുമ്പോഴെങ്കിലും. കാരണം നമുക്ക് ജന്മം നൽകിയ ഒരു കാരണമുണ്ട്. ജീവിതകാലം കൂടെ കടപ്പെട്ട വ്യക്തി നമ്മുടെ അച്ഛൻ. അച്ഛനോട് പോലും നാം പിന്നീട് ഇടപെടുന്നത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞു. പിന്നെ നമ്മുടെ സഹോദരന്മാരുണ്ട്. വഴക്കിടാൻ വേണ്ടി മാത്രം നോക്കിയത്. സഹോദരൻ എന്ന് പറഞ്ഞ സഹോദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മിഠായി കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ പകുത്ത് കഴിക്കേണ്ടി വരുന്നത് ഇവരൊക്കെ ജനിച്ചവനാണ്. മിഠായി പോലും പകുത്ത് കഴിക്കാൻ നമുക്ക് മടിയാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് മടിയാണ്. സഹോദരങ്ങളോട് പോലും ഇടപെടുന്ന എങ്ങനെ നമുക്ക് തിരിച്ചറിയില്ല. ചേട്ടനോട് ചേച്ചിയോടൊക്കെ പോലും നമ്മൾ ഇടപെടുന്ന രീതിയിൽ എത്രമാത്രം മോശമായി പെരുമാറുന്നത്. നമുക്ക് ആ സഹോദരങ്ങളുടെ വില തിരിച്ചറിയില്ല. അതുകൊണ്ട് തിരിച്ചറിയാം ആ സഹോദരങ്ങളുടെ വില. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ചിലപ്പോൾ അവർ മാത്രമായിരിക്കും. പിന്നെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. വീടിൻ്റെ വരാന്തയിൽ സ്നേഹത്തിൻ്റെ കണി ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. നാം പലപ്പോഴും അവരെ മൈൻഡ് ചെയ്യാറില്ല. ഒരു മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മടിയാണ്. മരുന്നൊക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ തുപ്പിലൊക്കെ പറ്റുള്ളൂ, കാര്യമാക്കാനല്ല. നിങ്ങളെ അത്രമാത്രം പിച്ച് നടക്കാൻ സഹായിച്ചവരാണ് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്. അവരെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. ഇപ്പം ഞാൻ പല സ്കൂളിൽ ചെല്ലുമ്പോൾ കാണുന്ന ദയനീയമായ കാഴ്ചയുണ്ട്. 5-6 കുട്ടികളും ചേർന്ന് ഒരു കൂട്ടുകാരനെ കളിയാക്കും. കളിയാക്കപ്പെടുന്ന ഒരു വിഷമം നമുക്ക് തിരിച്ചറിയില്ല. 6 പേര് നിൽക്കുമ്പോൾ നിങ്ങൾ തമാശ പറയുന്നെങ്കിൽ 6 പേര് ചിരിക്കണം. 5 പേര് ചിരിക്കുകയും ഒരാൾ സങ്കടപ്പെടുകയും ചെയ്താൽ തമാശ എന്നതിനെ പറയില്ല, അത് ക്രൂരമായ വിനോദമാണ്. ആ പണി അറിയാതെ ഇവർ ചെയ്യാണ്ടിരിക്കുന്നത്. ഒരു കൂട്ടുകാരനോട് പോലും പെരുമാറുന്നത് എങ്ങനെയാണ് ഇത്രയും വർഷക്കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ മോഡിഫിക്കേഷൻ ബിഹേവിയർ എന്ന് പറയാം. നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പരിവർത്തനമാണ്. അതുണ്ടാക്കാൻ പറ്റിയില്ല. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക, ഇടിയുണ്ടാക്കുക. എന്ത് സൗഹൃദമാണ്! നിരന്തരമായിട്ട് ഒരുത്തരം തന്നെ കളിയാക്കുമ്പോൾ, ഒരു കൂട്ടുകാരിയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന. തെറ്റുപറ്റിയെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ? ഈ കലാലയം വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും കുറിച്ച് കണ്ടുപിട്ടപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഒരു ഷേക്കാറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടല്ലോ. അതുകൊണ്ട് കൂട്ടുകാരോട് പോലും പെരുമാറാൻ നമുക്കറിയില്ല. മാതാപിതാവ് ഗുരുവിന്റെ എന്ന് പറയാം. അച്ഛനെ കാണിച്ചരും, അച്ഛൻ ഗുരുവിനെ കാണിച്ചരും, ഗുരു നമുക്ക് ഈശ്വരനെ കാണിച്ചരും. ഈശ്വരനോട് തെറ്റിയതാൽ തെറ്റിയത് കൈപിടിച്ചെടുത്താൽ ഒരു ഗുരു ഉണ്ടാവും. പക്ഷെ ഒരു ഗുരുവിനോട് തെറ്റിയതാൽ ഈ ലോകത്തിൽ ഒരു ഈശ്വരനും ഉണ്ടാവില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന അധ്യാപകരെ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ 2 മണിക്കൂർ ലെസണുകൾ തയ്യാറാക്കേണ്ട വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി അത്രമാത്രം ബുദ്ധിമുട്ടുന്ന അധ്യാപകരോട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ നമ്മൾ തയ്യാറല്ലാത്തതാണ്. ഒരിക്കലെങ്കിലും നന്ദിയുണ്ട് എന്നൊക്കെ പറയാൻ സാധിച്ചത് ഇത്രയും മഹത്തരമാണ്. ഗുരുത്വം എന്ന് പറയുന്ന സാധനം കേട്ടോ, പ്രോഗ്രസ് ഉള്ളത് കാണില്ല കേട്ടോ. അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് നന്മ ഉണ്ടാവട്ടെ എന്ന്. അവിടെയാണ് ഗുരുത്വം ഉണ്ടാവുന്നത്. അവരോട് പോലും നമ്മൾ പെരുമാറും. ക്ലാസ്സിൽ പോലും നമ്മൾ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ അസ്വസ്ഥരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം പോലെ നമ്മൾ കളയും. ഒരു ക്ലാസ്സിൽ പോലും എങ്ങനെ പെരുമാറണമെന്ന സാമാന്യ മര്യാദ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. എന്ത് നമ്മൾ നേടി, എന്ത് പഠിച്ചു? കുറെ സയൻസ് എഡ്യൂക്കേഷൻ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം. നമ്മൾ തിരിച്ചറിയാം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ക്യാരക്ടറുണ്ട്. അപ്പൊ അത് തുടങ്ങേണ്ട അധ്യാപകർ അവരോട് പെരുമാറ്റം. അതുകൊണ്ട് ഈ കലാലയം വിടുമ്പോഴെങ്കിലും നമുക്ക് അവരോട് സ്നേഹത്തോടെ സൗഹൃദത്തോടെ നന്മ പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാൻ സാധിക്കണം. തെറ്റെനിക്ക് നിങ്ങൾക്ക് സംഭവിക്കാം. തെറ്റുകളെ തെറ്റായി കണ്ടെത്താനും മനസ്സിലാക്കാനും അംഗീകരിക്കുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നോളൂ. Everybody close your eyes please. കണ്ണുകൾ പൂർണ്ണമായി അടച്ചു വെച്ചോളൂ. കണ്ണുകൾ പൂർണ്ണമായി അടച്ചു വയ്ക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഇത്രയും നാളും മറ്റുള്ളവരെ നോക്കി കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവരെ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം തെറ്റ് കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. എന്തായിരുന്നു നിങ്ങൾ? ഒരു 14 വർഷക്കാലത്തെ വിദ്യാഭ്യാസം, LKG മുതൽ ഇവിടെ എത്തുമ്പോൾ, 12ാം ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോൾ നടന്നു വന്ന വഴികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം? എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ മുഖാന്തരം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കും.
പുറകോട്ട് ഒരുപാട് തിരിച്ചു പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിട്ട് അമ്മയുടെ മാർഗത്തിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്നതറിയാൻ പറ്റും. ലോകം മുഴുവൻ അന്ന് അമ്മ മാത്രമായിരുന്നു. കരയാനും ചിരിക്കാനും മാത്രം അറിയാവുന്ന പ്രായം. എൻ്റെ ചിരിയിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അന്ന് ആ കരച്ചിൽ ഒരാവശ്യകതയും. ഞാൻ ഉണ്ണണമെങ്കിൽ എൻ്റെ അമ്മ വേണമായിരുന്നു, ഉറങ്ങണമെങ്കിലും എൻ്റെ അമ്മ വേണമായിരുന്നു. എൻ്റെ മലത്തിൽ മൂത്രത്തിൽ അമ്മ കിടക്കുമ്പോൾ ഒരിക്കൽ പോലും പരാതി പറഞ്ഞില്ല, പരിഭവം പറഞ്ഞില്ല. എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയാൻ, എല്ലാ ആവശ്യങ്ങളും പറയാൻ, പറയുന്നത് കേൾക്കാനും സാധിച്ചു തരാൻ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ. ഞാൻ അവിടെ നിന്ന് നീന്താനും നടക്കാനും ഓടാനും ഒക്കെ പഠിച്ചപ്പോൾ മെല്ലെ അമ്മയിൽ നിന്ന് അകലാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ സ്വകാര്യതകളിലേക്ക് പോലും ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. ആ മുഖം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എത്ര ദേഷ്യപ്പെട്ടു ഞാൻ അമ്മയോട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും തർക്കുത്തരങ്ങൾ പറഞ്ഞു, പരിഹസിച്ചു. അമ്മ ഇപ്പോഴും പറയും, നല്ല വഴിയെ നടക്കണം, നന്നായി പഠിക്കണം എന്നൊക്കെ. അതിലേക്ക് ഞാൻ അവഗണിക്കുകയും ചെയ്തു. കണ്ണടച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ മുഖം കാണും. ഇത്ര അടുത്തായി ഞാൻ ഇത്ര നന്നായി അമ്മയുടെ മുഖം കണ്ടിട്ട് എത്ര നാളായി. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ നോക്കാറുണ്ടായിരുന്നുള്ളൂ. എത്ര സുന്ദരി എൻ്റെ അമ്മ. ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം ആർക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറയും അതെൻ്റെ അമ്മയ്ക്കാണ്. പക്ഷെ അമ്മയുടെ മുഖം പോലും ഞാൻ കണ്ടിട്ട് എത്ര നാളുകളായി. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ നോക്കാറുണ്ടായിരുന്നു. അമ്മയുടെ ചുണ്ടുകൾ നോക്കും. ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് പാട്ടുകൾ പാടുന്ന ചുണ്ടുകൾ. ഞാനത് അമ്മടയ്ക്ക് നൽകിയത് വാങ്ങാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അമ്മയുടെ കവിൾത്തടം നോക്കും. കറുത്ത പാടുകളൊക്കെ വീണു. കാലചക്രം അമ്മയ്ക്ക് സമ്മാനിച്ചു. എന്നെ വളർത്തി വലുതാക്കി രൂപത്തിലും ഭാവത്തിലുമാക്കാൻ അമ്മ സഹിച്ച വേദനയുടെ ഒരുപാടുകളാണ്. അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയാൽ ഞാൻ കണ്ണിൽ പോലും കൊച്ചുകുട്ടിയായിരുന്നു. അമ്മയ്ക്ക് എന്നെ എന്നും അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ. ആ കണ്ണിൽ നിന്ന് എപ്പോഴും എന്നെ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രകാശകരാണ്. അമ്മയുടെ തലമുറയൊക്കെ നോക്കിയാൽ അല്പം നരയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അമ്മയുടെ കൈകൾ നോക്കും. പഴയ മാർദ്ദമൊക്കെ നഷ്ടപ്പെട്ടു. ആ കൈകൾ കൂടെ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കുക. എൻ്റെ കണ്ണിലൂടെ തഴുകിയിറങ്ങുന്ന കണ്ണുനീരത്തോട് ചിലപ്പോൾ തുടങ്ങി. ഞാൻ കരയുന്നത് ഒരിക്കലും ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ഞാനെന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ കണ്ണിലൂടെ തഴുകിയിറങ്ങുന്ന കണ്ണുനീരത്തോടെ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെ കാൽഭാഗത്തിൽ വേണ്ടി. കരയാൻ സാധിക്കുന്നത് ശുദ്ധമായ കണ്ണുകളോട് മാത്രം. തെറ്റുകളെ തെറ്റായി കണ്ടെത്താനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും പറ്റുമ്പോൾ മാത്രമേ ഒരുപക്ഷെ കരയാൻ പറ്റും. എൻ്റെ അച്ഛൻ്റെ മുഖം കാണാനിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞു, സ്നേഹിക്കാൻ അറിയാത്തവരാണ്. ഒരല്പം മീശ പിടിച്ചപ്പോൾ താൻ പാട്ടിൽ പോകണം വരുന്ന ഭാവം. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായില്ല, അനുസരിക്കാൻ തയ്യാറായില്ല. അച്ഛനെപ്പോഴും പറയും, മോശമായ വഴികളിൽ പോകല്ലേ, നന്മയിലേക്ക് തിരിച്ചു വരും, നല്ല വ്യക്തിയായി മാറാനൊക്കെ. നീ ഒരു പണിയും ചെയ്യുക, ഞാനതൊക്കെ ചെയ്തോളാം. പഠിക്കാനുള്ള എല്ലാ പണവും ഞാൻ തരാം, നീ പഠിച്ചാൽ മാത്രം. പക്ഷെ അതിനെയും പോലും ഞാൻ അവഗണിക്കുകയും ചെയ്തു. എത്ര തവണ ദേഷ്യപ്പെട്ടു. ഇപ്പോഴും ചിലപ്പോൾ ഒന്ന് നേരിട്ട് നോക്കി വിട്ടാറില്ല. ഒരു വാക്കുകൊണ്ട് പോലും അച്ഛനോട് ചോദിച്ചിട്ടില്ല, അച്ഛന് സുഖമാണോ. അച്ഛൻ്റെ അടുത്തൊക്കെ പോയിരുന്നു പറയേണ്ടതായിരുന്നു. ഞാൻ അച്ഛനെ സംരക്ഷിക്കുന്നു. ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ആത്മവിശ്വാസം നൽകേണ്ടത് എൻ്റെ കടമയായിരുന്നില്ല. അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പ്ലസ് ടുവിലൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെന്തോ വലിയ ആളായിരുന്നു. പക്ഷെ അച്ഛനെപ്പോഴും ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. എന്താവശ്യപ്പെട്ടാലും വാങ്ങിത്തരാൻ അച്ഛൻ തയ്യാറാണ്.
പക്ഷെ അച്ഛനത് വാങ്ങാനുള്ള പോക്കറ്റിൽ പണം ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. എത്രമാത്രം കഷ്ടപ്പെട്ടു. ഗൾഫിൽ ജോലി ചെയ്യുന്ന അച്ഛനൊക്കെ 45 ഡിഗ്രി സെന്റിഗ്രേഡിൽ മരുഭൂമിയിലെ പണിയെടുത്തത്. എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയുന്നേ, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും എനിക്ക് മറുപടി പറയാൻ ഇഷ്ടമല്ല. ഒന്ന് സ്നേഹത്തോടെ അച്ഛനൊന്ന് തലോടുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൈ തട്ടി മാറ്റുകയോ ചെയ്തു. അച്ഛനും എന്നെ വാത്സല്യപ്പിക്കാനും തലോടാനും ഒക്കെ ഇഷ്ടമായിരുന്നു. എല്ലാ വേദനകളും അച്ഛനുള്ളിൽ ഒതുക്കി എന്നോടൊന്നും പറയാറില്ല. മറ്റുള്ളവരെ കൂടി എന്തിനെ വിഷമിക്കും. ഞാൻ വീട്ടിൽ തിരിച്ചറിയാതെ ഒരാൾ മാത്രമേ എൻ്റെ അച്ഛൻ. എൻ്റെ സഹോദരങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും അവരോടൊക്കെ എത്രമാത്രം വഴക്കുണ്ടായി. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോയി ചിലപ്പോൾ നമുക്കൊന്ന് പൊട്ടിക്കരണം തോന്നും. തെറ്റുകൾ ഓർക്കുമ്പോൾ നന്മയുള്ളവർക്ക് മാത്രം മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഒരു പക്ഷേ കരയാൻ പോലും സാധിക്കും. നമ്മളാരും ദുഷ്ടകഥയിലൊന്നുമല്ലല്ലോ. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് നന്നായി പെരുമാറും. ഞാൻ നേടിയ അറിവുകൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് പകർത്തു കൊടുക്കാൻ പറ്റും. എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. വീടിൻ്റെ വരാന്തയിൽ സ്നേഹം ആഗ്രഹിച്ചിരുന്നത് ഒന്ന് കാണാൻ പോലും പോകാൻ ഞാൻ പലപ്പോഴും മടിച്ചു. എൻ്റെ കൂട്ടുകാർ, ആദ്യകാലം മുതൽ എന്നോടൊപ്പം പഠിച്ച സുഹൃത്തുക്കൾ, ഞാൻ എത്ര പേരോട് നന്നായി പെരുമാറി, എത്ര പേരോട് ഞാൻ മോശം പെരുമാറി. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കൂട്ടുകാരനെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോഴെങ്കിലും ഒരു ക്ഷമ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കലാലയം വിട്ടിറങ്ങാൻ ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആരോട് വഴക്കുണ്ടാക്കിയിട്ട് പോകാറില്ല. ഈ കൂടിച്ചേരലും ഈ സൗഹൃദമൊക്കെ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ ഞാൻ മറന്നു. എത്രമാത്രം സ്വന്തം മക്കളെ സ്നേഹിച്ചവരും സ്നേഹിച്ചതുപോലെ ഞങ്ങളെ സ്നേഹിച്ചവരാണ്. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് കലാലയം വിട്ടാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും ക്ലാസ് റൂമിലെ പെരുമാറ്റങ്ങൾ, ഇടപെടലുകളൊക്കെ എത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി ക്ഷമ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നന്മയുടെ വഴിയിലൂടെ നടക്കുക, ആത്മാർത്ഥമായിട്ട്. മനോഹരമായ ഒരു കലാലയത്തിൻ്റെ അന്തരീക്ഷം. ഈ കലാലയത്തിൽ പരസ്പര സൗഹൃദങ്ങളും നന്മകളും മാത്രം നിറച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്നെന്നും ഓർക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളായിരിക്കും കലാലയ ജീവിതം. നല്ല അധ്യാപകർ, നല്ല മാതാപിതാക്കൾ, നല്ല സുഹൃത്തുക്കൾ, നല്ല സൗഹൃദങ്ങളൊക്കെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യാത്ര. ആരോടും പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എനിക്കതൊക്കെ പറഞ്ഞ് അവസാനിക്കുമെന്ന് തോന്നുന്നു. തെറ്റുകളെ തെറ്റായി കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്മയുള്ളതുകൊണ്ട്. അതോർത്തുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ടുള്ള യാത്ര സന്തോഷകരമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന പരീക്ഷകളെ കൂടുതൽ ആർജവത്തോടെ ഞാൻ കാണും, ആർജവത്തോടെ ഞാൻ പെരുമാറും. നല്ല മാർക്ക് വാങ്ങി ഈ സ്കൂളിലും സമൂഹത്തിനുമൊക്കെ ഒരു മാതൃകയാവുന്ന തരത്തിലേക്ക് ഞാൻ മാറും. കണ്ണടച്ചുകൊണ്ട് തന്നെ എല്ലാവരും രണ്ട് കൈകളും നന്നായി റബ്ബ് ചെയ്യുക, മുഖവും നന്നായിട്ട് ഫ്രഷാകും. ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ഫ്രഷാകും. വെരി സ്ലോലി ഗ്രാജുവലി പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. വളരെ സാവധാനം ചിമ്മി ചിമ്മി കണ്ണുകൾ തുറക്കണം. നോ ലൂസ് ടോക്ക്, പ്ലീസ് ലിസൺ ഹിയർ. ക്ലാസ് സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 2 മണിക്കൂർ നിങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾക്കത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റിയെന്നും എനിക്കറിയില്ല. ക്ലാസ്സിനിടയ്ക്ക് മുഴുവൻ സമയം സംസാരിച്ചിരുന്ന കുട്ടികളുണ്ട്, മുഴുവൻ സമയം ശ്രദ്ധിക്കാതിരുന്നവരുണ്ട്, കുറേയേറെ ശ്രദ്ധിച്ചവരുണ്ട്, കുറച്ച് ശ്രദ്ധിച്ചവരുണ്ട്.
എന്തായാലും ഏതെങ്കിലും ഒരു കണ്ടന്റുകൾ നിങ്ങളുടെ തലയിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. അതുമാത്രമാണ് ഇത്തരം ക്ലാസ്സുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം. അതാണ് ഒരു മോട്ടിവേഷൻ കൊണ്ട് എന്നതിനുപ്പുറത്തേക്ക് നിങ്ങളൊരു ഏതെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാകും. ഈ ക്ലാസ്സിലുടനീളം നിങ്ങൾക്ക് പങ്കെടുത്തപ്പോൾ എന്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് തുറന്നു പറയാം. അത് പറയാൻ സാധിക്കുമ്പോൾ കേട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ അവർക്ക് തോന്നും എനിക്കും ഇതുപോലെയൊക്കെ ആവണമല്ലോ, എനിക്കും ഇതുപോലെ മാറണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ ആരെയും വിളിക്കുന്നില്ല, ലൂസ് ടോക്ക് പാടില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയാതിരിക്കുക. ഈ നേരെ കൊല്ലികളെന്നാ പറയാം. ഒരു കാര്യം മാത്രം പ്രസക്തമല്ലാത്ത കാര്യം വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ക്ലാസ് റൂമിൽ നമ്മളെപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കാൻ പറയും. അതൊരിക്കലും പോലും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. എല്ലാവർക്കും അതിനുള്ള അവസരമില്ല, ഞാൻ ആരെയും വിളിക്കുന്നില്ല. സ്വമനസ്സാലെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, അത് ഏറ്റവും സന്തോഷം. ആർക്കാണ് വരാൻ സാധിക്കുക? എനിക്ക് ആർക്കും വേണമെങ്കിൽ ഇവിടെ വരാൻ ഒരു പ്ലാറ്റ്ഫോം